قال لا تخافا إنني معكما أسمع وأرى. ഉണ്ടാകും എന്നുള്ള കാര്യം. പിന്നെ പറയാനുള്ളത് അത് നീലനിറത്തിന്റെ കേസ് പറഞ്ഞില്ല. പിന്നെ റഹ്മാനിലെ 55-33 മറ്റേ ആകാശവും കടന്നു പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഈ തഫ്സീറുകളില് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് അത് ഏത് കാലത്തെ കുറിച്ചാണ്, ഏതിനെ കുറിച്ചാണ്, എന്നിനെ കുറിച്ചാണ് എന്നുള്ളത്. അത് വിചാരണ നാളിലാണ്. അതായത് വിചാരണ നാളില് അള്ളാഹുവിന്റെ പിടിയിൽപ്പെടാതെ ജിന്നുകൾക്കും മനുഷ്യർക്കും എങ്ങോട്ടും ഓടിപ്പോകാൻ പറ്റൂല. ഇനി അങ്ങനെ ആരെങ്കിലും ഓടിപ്പോയാൽ എന്ത് ചെയ്യും? അവരെ തീയും പുകയും എറിഞ്ഞ് തിരിച്ച് ഓടിപ്പോകാൻ പറ്റാത്ത രീതിയിൽ അള്ളാഹു ലോക്ക് ചെയ്യും. ഈ പട്ടിലോക്ക് എന്നൊക്കെ പറയുന്ന പോലെ അള്ളാഹു തീയും പുകയും കൊണ്ടൊരു ലോക്ക് ഇടും. ഇബ്നു കസീർ കൃത്യമായിട്ട് ആ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അമാനി മൗലവി ഈ വചനം ആകാശയാത്ര എന്ന് പറയുന്ന കാര്യത്തിന് എടുക്കുന്നത് മണ്ടത്തരമാണ്. അങ്ങനെ എടുക്കാനാണെങ്കിൽ നിങ്ങൾക്ക് വേറെ പല വചനങ്ങളും ഉണ്ടല്ലോ. ഈ വചനം വിചാരണ നാളില് ഈ വിചാരണയിൽ പെടുന്ന ആൾക്കാര് അള്ളാഹുവിന്റെ മുമ്പിൽ നിന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കും. അങ്ങനെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അള്ളാഹു അതിന് സമ്മതിക്കൂല. അള്ളാഹു അവർക്ക് നേരെ തീയും പുകയും എറിയുമെന്നാണ്, അല്ലാതെ ആകാശയാത്രയെ കുറിച്ചല്ല എന്ന് അമാനി മൗലവിയും പറയുന്നു. അമാനി മൗലവി അതിനുവേണ്ടി ആകാശയാത്രക്ക് വേണ്ടി വേറെ 2 ആയത്തുകൾ ഉദ്ധരിക്കുന്നുണ്ട്. അത് 35-13, 31-20 ആണ്. അത് ഇതിനേക്കാളും വലിയ കോമഡിയാണ്. ആരെങ്കിലും ചോദ്യപരിപാടിയിൽ ചോദിക്കുകയാണെങ്കിൽ അത് പറയാം. അപ്പൊ അത്രയാണ് ആ കാര്യത്തിൽ പറയാനുള്ളത്. ഇനി എവിടെ പിന്നെ അതിനിടക്ക് ഫസ്റ്റത്തെ ഇതിൽ പറഞ്ഞിരുന്നു, ഒരു വാക്ക് പറഞ്ഞാൽ അള്ളാഹു തോറ്റുപോകുന്നു. അതായത് നമ്മുടെ അതായത് അബൂ ലഹബ് അള്ളാഹുവിനോട് മുഹമ്മദിനോട് പറയാണ് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു തോറ്റുപോകുന്നു. അതായത് ഒരു വിശ്വാസി, ഒരു മനുഷ്യൻ കപട വിശ്വാസം പറഞ്ഞാലും, അതായത് ഒരു മുനാഫിക്കായാലും അള്ളാഹു തോറ്റുപോകുമെന്നാണ് ഇവിടെ നിസാർ ബ്രോ പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു മനുഷ്യൻ പറഞ്ഞിട്ടുള്ളത്, അതായത് ഷഹാദത്ത് ചൊല്ലിയത് സത്യത്തിൽ ചൊല്ലിയതാണോ അല്ലെങ്കിൽ അവൻ ആളെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞതാണോ എന്ന് പോലും മനസ്സിലാക്കാനുള്ള ബോധം അള്ളാഹുവിന് ഉണ്ടാകൂല എന്നാണ് ഇവിടെ പറഞ്ഞതായിട്ട് എനിക്ക് കേട്ടത്. ഇനി 456 തൊലികൾക്കിടയിലെ പെയിൻ സബ്റ്റേസ്. മനുഷ്യൻ തീ കണ്ടെത്തിയ കാലം മുതൽ, തീ ഉപയോഗിക്കാൻ തുടങ്ങിയ കാലം മുതൽ മനുഷ്യർക്ക് പൊള്ളലേൽക്കുന്നുണ്ട്. തൊലിയിലാണ് പൊള്ളുക. പൊള്ളിക്കഴിഞ്ഞാൽ ആ തൊലി കരിഞ്ഞ് അടർന്നു പോകും. അവിടെ വേറൊരു തൊലി ഉണ്ടായി വരും. അതേ സ്ഥലത്ത് വീണ്ടും പൊള്ളലേറ്റാൽ വീണ്ടും കരിയും. അത്രയേ ഉള്ളൂ ആ കാര്യം. അല്ലാതെ അതിൻ്റെ അകത്ത് പെയിൻ റിസപ്റ്റേഴ്സ് ഒന്നുമില്ല. പുതിയ തൊലി വരുമ്പോൾ, അതായത് പുതിയ തൊലിക്ക് കട്ടി കുറവായിരിക്കും. ആ പുതിയ തൊലിയിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, വെളുത്ത തൊലിയായിരിക്കും പിന്നീട് അവർക്ക് വെച്ചു കൊടുക്കാന്ന്. ഖുറാനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, മറ്റേ തഫ്സീറിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് വെളുത്ത തൊലി. സാധാരണ നമുക്ക് പൊള്ളി അടർന്നു കഴിഞ്ഞാൽ പിന്നെ വരുന്ന തൊലി ഒരു ലൈറ്റ് ഷെയ്ഡുള്ള തൊലി ആയിരിക്കും. അത് നമ്മുടെ കൃത്യമായ തൊലിയോട് ചേരണമെങ്കിൽ കുറച്ചധികം സമയം എടുക്കും. വെളുത്ത തൊലിയായിരിക്കും അവർക്ക് കൊടുക്കുക. വീണ്ടും അവർക്ക് അത് അനുഭവിച്ചറിയാൻ എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. മനുഷ്യർക്കറിയാം പൊള്ളിക്കഴിഞ്ഞ് അടർന്നു കഴിഞ്ഞതിന് ശേഷം അവിടെ വേറൊരു തൊലി വരുന്ന സമയത്ത് അവിടെ വീണ്ടും തീ തട്ടിയാൽ ആദ്യം പൊള്ളിയേക്കാൾ ഭയങ്കരമായിട്ട് പൊള്ളും. കാരണം ആ തൊലിക്ക് കട്ടി കുറവ് ആയിരിക്കും. പിന്നെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ബഹിരാകാശത്തിന്റെ 6-125 ഇവിടെ പോയി. അത് അതിന്റെ കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. നേർവഴിയിലാക്കാൻ ഹൃദയം എത്ര തോന്നിട്ടും കാര്യമില്ല. ഹൃദയത്തിൽ രക്തം പമ്പ് ചെയ്യുക എന്നുള്ളൊരു കർമ്മമല്ലാതെ ഹൃദയത്തിന് വേറെ ഒരു ഏർപ്പാടും ഇല്ല. എനിക്കിനകത്ത് സമയം ബാക്കിയുണ്ട്. 2.5 മിനിറ്റ്. അപ്പൊ 55-33 പറഞ്ഞിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ 6-125 ഹൃദയം തുറന്നു കൊടുക്കുന്ന കാര്യം, അത് അറിവില്ലായ്മയാണ്. പ്രാചീന മനുഷ്യന് അത്രയൊക്കെ അറിവേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അന്നത്തെ കാലത്ത് ഇത് ഹൃദയത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ തലച്ചോറിനെ കുറിച്ചോ ഒന്നും ധാരണയില്ല. ഹൃദയമാണ് എല്ലാ വികാരങ്ങളുടെയും കേന്ദ്രമെന്ന് എല്ലാവരും ധരിച്ചിരുന്നു. ലോകത്തെല്ലായിടത്തും അത് തന്നെയായിരുന്നു ധാരണ. അതേ ധാരണ തന്നെയാണ് സർവ്വജ്ഞാനിയായിട്ടുള്ള അള്ളാഹുവിനും ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നതെങ്കിൽ ആ ദൈവം ഒരു ദൈവമല്ല. കാരണം നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് തന്നെ ദൈവം സർവ്വജ്ഞാനിയാണ്. സർവ്വജ്ഞാനിക്ക് മനുഷ്യന്റെ ജ്ഞാനം പോരാ. ഹൃദയമാണ് വികാരങ്ങളുടെ കേന്ദ്രം എന്നുള്ളത് മനുഷ്യന്റെ ജ്ഞാനമാണ്, അത് സർവ്വജ്ഞാനിയുടെ ജ്ഞാനമല്ല. പിന്നെ രണ്ടാമത്തെ വിഷയത്തിൽ 55-33 വിഷയത്തിൽ അത് കൃത്യമായിട്ട് തഫ്സീറുകൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ആകാശയാത്രയല്ല എന്നുള്ള അഭിപ്രായം അമാനി മൗലവി മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇബ്നു കസീർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് വിചാരണ നാളിനെ കുറിച്ചുള്ള ഭയപ്പെടുത്തലാണ്, വിചാരണ നാളിനെ കുറിച്ചുള്ള
ഭീഷണിയാണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി ആകാശയാത്രക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ ഞങ്ങൾക്ക് എടുക്കാൻ പോകുന്ന ഒരു സാധനം എന്ന് പറയുന്നത് 35-13, 31-20 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഏതാണുള്ളത്? ഓക്കെ, 3-93. 3-93 ഇനി പറയുന്നത്. ഇനി എത്ര സമയമുണ്ട്? അത് അടുത്ത തവണ പറയാം. കുഴപ്പമില്ല, അത് അടുത്ത തവണ പറയാമെന്ന് വിചാരിക്കുന്നു. അത് വല്ലാണ്ടൊന്നും പറയാനില്ലാത്തത് കൊണ്ട്. കാരണം നമ്മുടെ വിഷയാവതരണം തന്നെ ഈ ഖണ്ഡനവുമായിട്ട് മാറുന്ന ഒരു പ്രത്യേകത ഈ ഒരു ഇതിലുണ്ട്. അപ്പോ ഒന്നും കൂടി ഒന്ന് ആവർത്തിച്ച് നിർത്താം. 3-93 ഈ തഫ്സീറിൽ, വാഹിദി തഫ്സീറിൽ കൃത്യമായിട്ട് അതിന്റെ സന്ദർഭം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുഹമ്മദ് ജൂതന്മാരുടെ അടുക്കൽ ചെന്ന് ഇബ്രാഹിമിന്റെ പാത തന്നെയാണ് ഞാനും പിൻപറ്റുന്നത്, നിങ്ങളും ഇബ്രാഹിമിന്റെ പാതയല്ലേ, നിങ്ങളുടെ ദൈവവും എന്റെ ദൈവം ഒന്ന് തന്നെ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു, നിങ്ങൾ ഒട്ടകത്തിന്റെ ഇറച്ചിയും പാലൊക്കെ കഴിക്കൂലേ, ഞങ്ങൾക്ക് അത് നിഷിദ്ധമാണ്, ഞങ്ങളുടെ തോറയിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ മുഹമ്മദ് പറഞ്ഞു, തോറയിൽ അങ്ങനെ ഇല്ല, നിങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് കൊണ്ടുവന്ന് കാണിക്കൂ എന്ന് പറഞ്ഞു. അവര് കാണിച്ചില്ല, അത്രേ ഉള്ളൂ. അവരെന്തുകൊണ്ട് കാണിച്ചില്ല? ഇത് മുഹമ്മദിനെ കാണിക്കേണ്ട കാര്യമുണ്ടെന്ന് അവർക്ക് തോന്നിയില്ല, അത്രേ ഉള്ളൂ. അതായത് തങ്ങളുടെ മതം ഒരു മോശപ്പെട്ട മതമാണ്, അല്ലെങ്കിൽ തങ്ങളെ കാത്തിരിക്കുന്ന പ്രവാചകനാണ് താൻ എന്ന് പറഞ്ഞു വന്നിട്ടുള്ള ഒരു വ്യാജനോട് ഈ പുസ്തകം തുറന്ന് കാണിക്കേണ്ട ആവശ്യമുള്ളതായിട്ട് അവർക്ക് തോന്നിയില്ല. അതുകൊണ്ട് അവർ കാണിച്ചില്ല, അത്രേ ഉള്ളൂ. ബാക്കി അടുത്ത സെഷനിൽ പറയാം. ഓക്കെ, പിന്നെ അത്രേ ഉള്ളൂ. പിന്നെ മറ്റേ നിസാർ ബ്രോ പറയുമ്പോൾ റേഞ്ചിലേക്ക് നിൽക്കണം. എനിക്ക് പല കാര്യങ്ങളും എനിക്ക് വ്യക്തമാകുന്നില്ല. നിങ്ങൾ കുറെ ഇതൊക്കെ പറഞ്ഞിരുന്നു, പക്ഷെ ഞാനൊന്നും കേട്ടിട്ടില്ല. ഓക്കെ, ലാസ്റ്റ് റിപ്പീറ്റർ റൗണ്ടിൽ അധികം തടസ്സം ഉണ്ടായിരുന്നില്ല. ആ ലൊക്കേഷൻ തന്നെ നിസാർ ബ്രോ പിടിച്ചോളൂ. അപ്പൊ നമുക്കിനി ലാസ്റ്റ് റിപ്പീറ്ററിൽ 15 മിനിറ്റിന്റെ സെഷനാണ്. അതെ അതെ അതെ. അപ്പൊ ഇവിടെ എന്താന്ന് പറഞ്ഞാല് അദ്ദേഹം പറഞ്ഞതുപോലെ പിന്നെ അദ്ദേഹത്തിന്റെ വിഷയാവതരണം യഥാർത്ഥത്തിൽ എന്താണ് റിബട്ടലല്ല യൂസ് ചെയ്തത്. ആ വിഷയാവതരണത്തിന്റെ ഫാലസീസിന്റെ ഒരു വലിയൊരു മാലപ്പടക്കം യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളുടെ നേരെ ആരോപണങ്ങൾ ഉന്നയിക്കായത്. അതിന് ഞാൻ ഫസ്റ്റ് റിബട്ടൽ യൂസ് ചെയ്തു. അതുകൊണ്ട് ഞാൻ സെക്കൻഡ് റിബട്ടൽ വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞ നമ്മുടെ വിഷയത്തിലേക്കുള്ള പോയിന്റ്സിലേക്ക് തന്നെ വരുന്നു. അത് ഇത് യഥാർത്ഥത്തിൽ ഒരു സംവാദത്തിന് ചേർന്ന ഒരു രീതിയല്ല എന്ന് മാത്രം സൂചിപ്പിക്കാറുള്ളൂ. അപ്പൊ അതിനകത്ത് ഇദ്ദേഹം ഈ പറഞ്ഞ ഒന്നാമത്തെ വിഷയം അബൂലഹബിന്റെ ഇരുകൈകൾ നശിച്ചിരിക്കുന്നു എന്ന് പറയുന്ന വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹം പറയുന്ന വിഷയം എന്താണെന്ന് പറഞ്ഞാല്, അതായത് അബൂലഹബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരാളാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒരു തമാശ പറഞ്ഞപ്പോ അബൂലഹബ് എന്ത് ചെയ്യുന്നു? അത് അബൂലഹബിന് ദേഷ്യം വന്നു എന്നാണ്. അബൂലഹബിന് ദേഷ്യം വന്നതല്ല, അബൂലഹബിന് ദേഷ്യം, അതായത് ഒരു തമാശ പറഞ്ഞതിന്റെ പേരിൽ അബൂലഹബിന്, അത് തന്നെ ലോജിക്കൽ ഫാലസിയാണ്. ഒരു തമാശ പറഞ്ഞതിന്റെ പേരിൽ അബൂലഹബിന് ദേഷ്യം വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും പിന്നീട് അങ്ങോട്ട് അദ്ദേഹം അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചേർത്ത് പിടിക്കണമായിരുന്നു. അതിലല്ല, ശാസ്ത്രപരമായിട്ട് ദാർശനികമായിട്ട് ആ ബഹുദൈവ വിശ്വാസികൾ അവർ കൈകൊണ്ട് സൃഷ്ടിച്ച വിഗ്രഹങ്ങളെ അവർ ആരാധിക്കുന്നവരോട് അല്ല ഈ പ്രപഞ്ചത്തിന്റെ പിറകിൽ ഒരു ശക്തി ഉണ്ട്, അത് ആ നിങ്ങൾക്കൊക്കെ അറിയുന്ന അബ്ദുള്ള, ഇതേ അബൂലഹബിന്റെ സഹോദരൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫാദറിന്റെ പേര് എന്ന് പറയുന്നത്, ബാപ്പാന്റെ പേര് എന്ന് പറയുന്നത് എന്താണ്? അബ്ദുള്ള എന്നാണ്. അള്ളാഹുവിന്റെ ഈ ഇവർക്ക് അറിയുന്ന അള്ളാഹു, ആ അള്ളാഹുവിനെ മാത്രമേ യഥാർത്ഥത്തിലുള്ള പ്രപഞ്ച ശക്തിയെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ തബല്ലക്ക് ആ മുഹമ്മദ് എന്ന് പറഞ്ഞ് തുടങ്ങിയ വ്യക്തിയാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും എന്താന്ന് പറഞ്ഞാൽ ഫഹീം പറയുന്ന അദ്ദേഹം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുക്കൾ വരുന്നുണ്ടോ എന്നുള്ള തമാശ പറഞ്ഞപ്പോ അബൂലഹബ് ഒന്ന് യഥാർത്ഥത്തിൽ ഒരു ദേഷ്യത്തിൽ ഈ സാധനം പറഞ്ഞങ്ങോട്ട് പോയി എന്നാണ്. അങ്ങനെയാണെങ്കിൽ പിന്നീട് അങ്ങോട്ട് സംഭവിച്ചെന്താണ്? പിന്നീട് അബൂലഹബിന്റെ ഭാര്യയും വളരെ കൃത്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ആദ്യം തന്നെ ആ വിഷയം പറഞ്ഞു. അപ്പൊ ഫഹീമിന് എന്താ മനസ്സിലാവാത്തതെന്ന് തിരിയുന്നില്ല. അപ്പൊ അവിടെ സ്വാഭാവികമായിട്ടും എന്താന്ന് പറഞ്ഞാൽ അവര് ശത്രുക്കളായിട്ട് നിൽക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എതിർഭാഗത്ത് കൃത്യമായിട്ട് നിലനിൽക്കുകയും ചെയ്യുന്നു. പ്രത്യയശാസ്ത്രപരമായിട്ട് ദാർശനികമായിട്ട് അവിടെ നിലകൊള്ളതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ പേരിൽ എന്ത് പറയുന്നു? തബത്തിയദാ അബീ ലഹബിൻ അദ്ദേഹത്തിന്റെ തിരുകൈകൾക്കും നാശം, അദ്ദേഹം നശിച്ചിരിക്കുന്നു, അദ്ദേഹം നരകത്തിലാണെന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നു. അപ്പോ അബൂലഹബിനെ പ്രത്യയശാസ്ത്രപരമായിട്ട് അല്ലെങ്കിൽ ദാർശനികമായിട്ട് എതിൽ നിൽക്കുന്ന അബൂലഹബിനെ സംബന്ധിച്ചിടത്തോളം അബൂലഹബിന് അവിടെ ഒരു വിഷയമുണ്ട്. അവിടെ അങ്ങോട്ട് കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ ഒരു വിഷയമുണ്ട്. എന്താണ്? അദ്ദേഹം എന്ത് പറഞ്ഞാൽ മതി? ഞാൻ ഇതാ മുസ്ലിം ആയിരിക്കുന്നു, ഒരു തമാശക്ക് പറഞ്ഞാൽ മതി. അതായത് ഈ ഗ്രന്ഥത്തെ തോൽപ്പിക്കുക, ഈ വളർന്നു വരുന്ന ഇസ്ലാമിനെ തോൽപ്പിക്കുക, അതായത് കൂട്ടമായിട്ട് ഇസ്ലാമിലേക്ക് ആള് ചേരുന്നതിനനുസരിച്ച് അബൂലഹബ് യുദ്ധത്തിന് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ യുദ്ധത്തിന് പോലും കോപ്പ് കൂട്ടുകയും ശത്രുക്കളെ സഹായിക്കുകയും ചെയ്യുന്നു. ആ അബൂലഹബ് യഥാർത്ഥത്തിൽ അത് പറയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഫഹീം ചോദിക്കുന്ന ചോദ്യം എന്താന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്ന് പറയേണ്ടതുണ്ടോന്നാണ്. അങ്ങനെ ഒന്ന് പറയേണ്ടത് ഞാനിപ്പോ ഫഹീമിനെ പറഞ്ഞു നോക്കട്ടെ. ഇസ്ലാമിന്റെ അല്ല വിശുദ്ധ ഖുർആന്റെ ടെസ്റ്റ് എന്ന് പറയുന്നത്, അത് അമാനുഷികമോ എന്ന് പറയുന്ന ടെസ്റ്റ് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് തന്നെ നൽകിയിരുന്നു. അത് ഇന്നാണ് നൽകിയിരുന്നെങ്കിൽ ഫഹീം പറയുമായിരുന്നു. അതാണ് നമ്മൾ അവിടെ പറഞ്ഞ വിഷയം. പിന്നെ നമ്മൾ ചോദിച്ചത് എന്താന്ന് പറഞ്ഞാല് ഇദ്ദേഹം ദൈവം സർവശക്തനും സർവജ്ഞാനിയും അല്ലേ, അപ്പൊ ദൈവത്തിന് കോപം വരേണ്ടതുണ്ടോ എന്ന് ചോദിക്കുന്നത്.
ഇതെല്ലാം വേറെ സബ്ജക്റ്റ് ആണ്. ദൈവത്തിന് കോപം വരുന്നുണ്ടോ കോപം വരുന്നില്ല എന്നൊക്കെ പറയുന്നത് വേറെ സബ്ജക്റ്റിൽ സംസാരിക്കേണ്ട വിഷയം. ഇവിടെ എന്താണ് ഇതിന്റെ അമാനുഷികത, ഈ വാചകങ്ങളുടെ അമാനുഷികത എന്നുള്ള വിഷയത്തെ കുറിച്ചിട്ടാണ്. പിന്നെ ദൈവ നരകത്തെ കുറിച്ചിട്ട് പറഞ്ഞു എന്നാണ്. ദൈവം നരകത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് എന്താണോ മനുഷ്യൻ ഇതിനു ശേഷം അവന്റെ നന്മ ഇവിടെ ജീവിക്കുമ്പോഴുള്ള നന്മതിന്മകൾക്കനുസരിച്ച് അവന് നാളെ ലഭിക്കുന്ന രക്ഷാശിക്ഷകൾ എന്താണെന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തില് അത് ദൈവം എന്ന് പറയുന്നത് പരമകാരുണികൻ മാത്രമല്ല, അള്ളാഹുവിന്റെ ഒരു ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ ശക്തമായി ശിക്ഷിക്കുന്നവരെന്നും കൂടിയാണ്. അപ്പൊ നരകം എന്ന് പറയുന്ന വിഷയത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹം പറയുന്ന ഇനി സയന്റിഫിക് ആയിട്ടുള്ള വിഷയങ്ങളിൽ വരാം. ഹൃദയം തലച്ചോറാണോ എന്നാണ്. പമ്പ് ചെയ്യുന്ന ഒരു അവയവം മാത്രമാണ്. അതായത് മിനിമം എന്താന്ന് പറഞ്ഞാൽ പുതിയ കാലഘട്ടത്തിലെ സയൻസ് എങ്കിലും പോയി പഠിക്കണമെന്നാണ് ഫഹീമിനോട് കൂട്ടാളികളോടും പറയാനുള്ളത്. ഹാർട്ടിന്റെ ഇപ്പോഴത്തെ പുതിയൊരു പേര് തന്നെ ലിറ്റിൽ ബ്രെയിൻ എന്നാണ്. ഹാർട്ടിന്റെ പുതിയ പേര് തന്നെ ലിറ്റിൽ ബ്രെയിൻ എന്നാണ്. 40,000 മേലെ ന്യൂറോൺസ് ഇന്ന് ഹാർട്ടിലുണ്ടെന്ന് കണ്ടെത്തിയിരിക്കുന്ന കാലഘട്ടത്തിലാണ്. അപ്പോഴാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഹാർട്ട് എന്ന് പറഞ്ഞാൽ ഒരു രക്തം പമ്പ് ചെയ്യുന്ന ഒരു സാധനം മാത്രമാണ്, അതിന് വേറെ യാതൊരു തരത്തിലുള്ള വിഷയമില്ലാന്ന്. അപ്പൊ ഇന്ന് ഈ സയന്റിഫിക് ആയിട്ട് ഈ വിഷയങ്ങൾ അറിയുന്ന കാലഘട്ടത്തിൽ അറിയാത്ത ഫഹീമ് പറയാണ് ആ കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് തിരിച്ചറിഞ്ഞിരുന്നു, ഇന്നും നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞിട്ടില്ല. അന്നത്തെ ആൾക്കാർക്കും തിരിച്ചറിഞ്ഞിട്ടില്ല, ഇന്നും തിരിച്ചറിഞ്ഞിട്ടില്ല. പക്ഷെ വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായിട്ട് ആ വിഷയത്തിൽ പറയുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഹാർട്ടിന്റെ ഒരു പേര് നിങ്ങൾ പോയിട്ട് എന്ത് ചെയ്യാ, അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ ജേർണൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഗൂഗിളിൽ നോക്കാം. അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ ജേർണൽസ് അതിൽ പറയുന്ന ലിറ്റിൽ ബ്രെയിൻ എന്നാ പറയുന്നത്. എന്താ പറയുന്നത്? ഇൻ അതർ വേർഡ്സ് ദ ഹാർട്ട് ഈസ് എ വെരി ഓൺ നെർവസ് സിസ്റ്റം that could function independently of the brain. 40,000 neurons called sensory neuritis. ഈ പറഞ്ഞിരിക്കുന്ന ജേർണൽസിലുള്ളത് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷന്റെ ജേർണൽസിലുള്ള വിഷയം പറയുന്നത്. എന്നിട്ട് നിങ്ങൾ പറഞ്ഞേ അത് രക്തം പമ്പ് ചെയ്യുന്ന ഒരു സാധനം മാത്രമാണ്, ലിറ്റിൽ ബ്രെയിൻ എന്നാണ് ഹാർട്ടിന്റെ ഒരു പേര് തന്നെയാണ്. പിന്നെ 393 ജൂതന്മാർ തോറ കാണിച്ചില്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തോറ കാണിച്ചില്ല. ആ ഒരു കാര്യം നമ്മൾ പറഞ്ഞല്ലോ. അവർ ഈ വിഭാഗം ആൾക്കാർ ഒട്ടകത്തിന്റെ വിഷയത്തിൽ പറഞ്ഞ സമയത്ത് ഈ തോറ നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രന്ഥത്തിൽ നിന്ന് നിങ്ങൾ വിവരങ്ങൾ കൊണ്ടുവരിക, നിങ്ങൾ ഓതി കേൾപ്പിക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ ഫഹീം പറയാണ് അത് ഇന്നത്തെ തോറ അതങ്ങനെ ഉണ്ട് എന്നാണ്. തോറയിൽ അങ്ങനെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അവർ കാണിച്ചില്ല? ഇല്ല, അങ്ങനെ ഇല്ല എന്നുള്ളതിന്റെ തെളിവെന്താണ്? നിങ്ങൾ ഇന്ന് കാണുന്ന ബൈബിളിന്റെ വിഷയത്തിൽ എടുത്തിട്ടാണ് അന്ന് തോറയിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇന്ന് കാണുന്ന ബൈബിൾ അല്ല അന്നത്തെ തോറ. ഇന്ന് കാണുന്ന ബൈബിളിൽ വളരെ കൃത്യമായിട്ട് യെരമ്യാ പ്രവാചകൻ ആ ബൈബിളിനകത്ത് തന്നെ പറയുന്നു, നിങ്ങളുടെ കള്ള കൈയെഴുത്തുകോൽ കൊണ്ട് നിങ്ങൾ ന്യായപ്രമാണത്തെ വ്യാജമാക്കി. ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ എന്താ? മോശ പ്രവാചകന് നൽകപ്പെട്ടിരിക്കുന്ന തോറയാണത്. അതിനെ കുറിച്ചിട്ട് അതേ ബൈബിൾ തന്നെ പറയുന്നു, നിങ്ങളുടെ കള്ള കൈയെഴുത്തുകോൽ കൊണ്ട് നിങ്ങൾ ന്യായപ്രമാണത്തെ വ്യാജമാക്കി. എന്തിനാണ് ജീസസ് ക്രൈസ്റ്റ് അവിടെ വന്നത്? ജീസസ് ക്രൈസ്റ്റ് എന്തിനാ വന്നത്? ഈ ന്യായ പ്രമാണത്തെ വികലമാക്കിയ സമൂഹത്തിലേക്കാണ് യേശു ക്രിസ്തു അവിടെ വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താണ് അവിടെ കൃത്യമായിട്ട് എന്താന്ന് പറഞ്ഞാൽ അന്ന് ദൈവം കൊടുത്തിരിക്കുന്ന തോറയിലുള്ള വിഷയത്തിൽ നിന്ന് വ്യത്യസ്തമായ സാധനങ്ങൾ അതിനകത്ത് ആഡ് ചെയ്യുകയും അതിൽ ചില കാര്യങ്ങൾ മറച്ചു വെക്കുകയും ചെയ്തു. അപ്പോ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയാ, നിങ്ങൾ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഗ്രന്ഥമുണ്ടല്ലോ, തോറ ഉണ്ടല്ലോ, തൗറാത്ത് ഉണ്ടല്ലോ, അത് നിങ്ങൾ ഇവിടെ വായിച്ച് കേൾപ്പിക്കുന്നു. അപ്പൊ ഫഹീം പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ അതുണ്ട് എന്നാണ്. അതുണ്ടെങ്കിൽ അവർ അപ്പൊ തന്നെ വായിച്ച് കേൾപ്പിക്കില്ലേ? അതില്ലായിരുന്നു. അതുകൊണ്ടാണ് അവർ വായിച്ച് കേൾപ്പിക്കാതിരുന്നത്. അപ്പൊ അതുകൊണ്ടാണെന്ന് പറഞ്ഞാൽ തോറയെ കുറിച്ചിട്ട് ഇന്നത്തെ ബൈബിളാണ് നിങ്ങൾ പറയണമെങ്കിൽ, അല്ലെങ്കിൽ ഇന്നത്തെ പഴയ നിയമമാണ് പറയണമെങ്കിൽ ആ പഴയ നിയമത്തിനെ കുറിച്ചിട്ട് പഴയ നിയമത്തിൽ തന്നെ പറയുന്നുണ്ട്, നിങ്ങളുടെ വ്യാജക്കള്ള പരീശന്മാരുടെ പുരോഹിതന്മാരുടെ വ്യാജക്കള്ള കൈയെഴുത്തുകൾ കൊണ്ട് നിങ്ങൾ ന്യായ പ്രമാണത്തെ വ്യാജമാക്കി എന്ന് അവിടെ തന്നെ പറയുന്നുണ്ട്. പിന്നെ യേശു ക്രിസ്തു ബാക്കി പറയുന്ന സുവിശേഷം, നിങ്ങൾ ഈ ഈ ആരാധനാലയങ്ങളിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് യേശു ക്രിസ്തു വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അത് പറയും. പിന്നെ വിഷയം എന്താ പറയാ, ഉപരിലോകം മൊത്തം ഞാൻ ആകാശമാണെന്ന് ഞാൻ പറഞ്ഞു എന്നാണ്. ഉപരിലോകം മൊത്തം ഞാൻ ആണെന്ന് പറഞ്ഞു എന്നാണ് ചോദിക്കുന്നത്. ഉപരിലോകം മാത്രമല്ല, എന്നിട്ട് പറയാ ബഹിരാകാശം. അതിന് ബഹിരാകാശം എന്ന് പറയാം. ബഹിരാകാശം എന്ന് പറയുമ്പോ തന്നെ എന്താ പറയാ, ആകാശല്ലേ? മുമ്പിലുള്ള ആകാശമാണെന്ന് ഫഹീം പറയാ, അതിനപ്പുറത്തുള്ള ബഹിരാകാശം. ബഹിരാകാശം ഇത് ഏതുപോലെയാന്ന് പറഞ്ഞാൽ ഞാൻ വെജാണ്, ഞാൻ വെജിറ്റേറിയൻ ആണ്. എന്ത് വെജിറ്റേറിയൻ? നോൺ വെജിറ്റേറിയൻ. ഞാൻ വെജിറ്റേറിയൻ ആണ്, നോൺ വെജിറ്റേറിയൻ എന്ന് പറയുന്ന പറയാ. ഇതിനെ അവിടെ പറഞ്ഞിരിക്കുന്നത് ബഹിരാകാശമാണ്. ഈ നമ്മൾ കാണുന്ന സാധനമൊക്കെ ബഹിരാകാശമാണ്. അത് ആകാശമല്ലേ? ആകാശം ആയാലും ശരി, ഉള്ളിലുള്ളതായാലും ശരി, അത് മൊത്തത്തിൽ എന്താണ്? ആകാശമാണ്. അപ്പൊ ഫഹീമിന്റെ വാദത്തിനെ ഫഹീം തന്നെ യഥാർത്ഥത്തിൽ എന്താന്ന് പറഞ്ഞാൽ കോൺട്രഡിക്ട് ചെയ്യുന്നത്. പിന്നെ പറഞ്ഞു ഉയരത്തിലേക്ക് കയറി പോകുമ്പോൾ അടുത്ത വാദം എന്താണ്? ഉയരത്തിലേക്ക് കയറി പോകുമ്പോൾ കിതപ്പുണ്ടാവുന്നല്ല നമ്മളവിടെ പറഞ്ഞ ഹാർട്ട് സ്റ്റിഫനിങ് എന്നാണ് പറഞ്ഞത്. സ്റ്റിഫനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൃദയം കഠിനമാവുക. നിങ്ങൾ പോയിട്ട് ഈ പറഞ്ഞ ആസ്ട്രോനട്സിന്റെ നാസയുടെ വെബ്സൈറ്റിൽ നിങ്ങൾ പോവാ. നാസയുടെ വെബ്സൈറ്റിൽ പോയിട്ട് ഈ പറഞ്ഞ ഇവർക്ക് ഉണ്ടാകുന്ന, അതായത് ആസ്ട്രോനോട്സിന് ഉണ്ടാകുന്ന ബഹിരാകാശ യാത്ര നടത്തുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഹാർട്ടിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് പഠിക്കുക. അവിടെ വളരെ കൃത്യമായിട്ട് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവർ ഈ പറഞ്ഞ ആകാശത്തിലേക്ക് കയറി പോകുമ്പോൾ, നിങ്ങൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഒരു കുഞ്ഞു മലയിൽ കയറുമ്പോൾ അവർക്ക് എന്താന്ന് പറഞ്ഞാൽ ഹാർട്ടിന് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഹാർട്ട് ഒരു കിതപ്പുണ്ടാവുന്നല്ല ഖുർആൻ പറഞ്ഞത്. സ്റ്റിഫൻ ചെയ്യും, അത് കഠിനമാവും.
എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് ഈ പറഞ്ഞ നാസയുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ കൃത്യമാവും. സ്പേസിലേക്ക് പോകുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹാർട്ട് എന്ന് പറയുന്നത് സ്റ്റിഫൻ ആകുന്നു എന്നുള്ളത്. ഫഹീം ഉത്തരം പറയേണ്ടത് അതിനാണ്. മലയിൽ കയറി പോകുന്നതിനുള്ള അതിനല്ല ഉത്തരം പറയേണ്ടത് എന്തിനാണ്? ഈ ആകാശയാത്ര നടത്തുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവിടെ വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായിട്ട് എന്താണ്, ആകാശത്തിലേക്ക് കയറി പോകുന്നവനെ പോലെ എന്ന്, ആകാശങ്ങളിലേക്ക് കയറി പോകുന്നവനെ പോലെ, മലയിൽ കയറി പോകുന്നവനല്ല. ഇപ്പൊ നിങ്ങളുടെ വാദപ്രകാരം എന്ന് പറഞ്ഞാൽ ഇവിടെ ആസ്ട്രോനറ്റ്സ് പോയത് എവിടെയാ? ആസ്ട്രോനറ്റ്സ് പോയത് നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും കുന്നിന്റെ മേലെയാണോ? കുന്നിന്റെ മേലെയല്ല. അവർ പോയിരിക്കുന്ന ബഹിരാകാശം എന്ന് പറയുന്ന യാത്ര, അതേ ആകാശത്തിലേക്ക് ദൂരേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ഹാർട്ട് എന്ത് ചെയ്യുന്നു, സ്റ്റിഫൻ ചെയ്യുന്നു എന്നുള്ളത് നാസ പറയുന്നു. അത് വളരെ കൃത്യമായിട്ട് എന്താന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ അവിടെ പറയുന്നത് ഇത്തരം ആൾക്കാർ, സത്യനിഷേധികളായ ഇത്തരം ആൾക്കാരുടെ ഹൃദയം എന്ന് പറഞ്ഞാൽ കഠിനമാണ്. ഏതുപോലെ കഠിനമാണ്? ആകാശത്തിലേക്ക് കയറി പോകുന്നവനെ പോലെ കഠിനമാണ്. അത് നിങ്ങളുടെ ഹാർട്ട് സ്റ്റിഫൻ ചെയ്യുന്നുണ്ട്. ഫഹീം ശ്രദ്ധിക്കേണ്ടത് ഫഹീമിന്റെ ഹാർട്ട് സ്റ്റിഫൻ ആകുന്നുള്ളത് ശ്രദ്ധിക്കണം എന്നാണ്. പിന്നെ പെയിൻ റിസെപ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ തൊലി വീണ്ടും വരുന്നതാണ്. പെയിൻ റിസെപ്റ്റേഴ്സ് തൊലി വീണ്ടും വരുന്ന ഫഹീമിന് ആരാ പറയുന്നത്? ബേൺ ആയി കഴിഞ്ഞാൽ ബേണിങ്ങിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മിനിമം ഞാൻ ഒരു സാധാരണ ഡോക്ടറെ പോയിട്ട് കാണാം. സാധാ ഡോക്ടറെ, നിങ്ങൾ വലിയ MBBS പഠിച്ച ഡോക്ടേഴ്സിനൊന്നും കാണണ്ട. 3 ടൈപ്പ് ഓഫ് ബേണിങ്സ് ആണുള്ളത്. അതായത് ഫസ്റ്റ് ഡിഗ്രി ബേണിംഗ്, സെക്കൻഡ് ഡിഗ്രി ബേണിംഗ്, തേർഡ് ഡിഗ്രി ബേണിംഗ്. അങ്ങനെ 3 ഡിഗ്രി ബേണിംഗ് ആണുള്ളത്. അതിൽ തേർഡ് ഡിഗ്രി ബേണിങ്ങിനെ കുറിച്ചിട്ട് എന്താണ് സയന്റിഫിക് പറയുന്നത്? ഇറ്റ് ഡിസ്ട്രോയ്സ് എപ്പിഡെർമിസ്, ഡെർമിസ് ആൻഡ് ഫാറ്റ്. ഇത് 3 സ്കിന്നിന്റെ 3 പാളികളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. എപ്പിഡെർമിസും ഡെർമിസും ഫാറ്റും. എന്നിട്ട് എന്താ പറയുന്നത്? അത് മാത്രമല്ല, ഡിസ്ട്രോയ്സ് ഹെയർ ഫോളിക്കിൾസ് ആൻഡ് സീഡ് ഗ്ലാൻഡ്സ് because third degree burns, എന്റെ കണ്ണടയുടെ പ്രശ്നം കൊണ്ടാണ്. third degree burns damage nerve endings. You probably won't feel pain in the area of the burn itself. അതായത് നിങ്ങളുടെ ഫസ്റ്റ് ഡിഗ്രി എന്ന് പറയുന്നത് നമുക്ക് പുറത്തു കൂടി മാത്രം ഉണ്ടാകുന്ന, അതായത് ഫസ്റ്റ് ഡിഗ്രി ബേൺസ് എന്ന് പറയുന്നത് നമ്മുടെ 3 ക്ലാസിഫിക്കേഷനിലെ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ. ആ ഫസ്റ്റ് ഡിഗ്രി എന്ന് പറയുന്നത് നമ്മുടെ തൊലിപ്പുറത്ത് മാത്രം ഉണ്ടാകുന്ന യഥാർത്ഥത്തിലുള്ള ഒരു ചൂട് അനുഭവപ്പെടലാണ്. സെക്കൻഡ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും തൊലികളിലേക്ക് വ്യാപിക്കുന്നത്. മൂന്നാമത്തത് ഡീപ്പായിട്ട് നമുക്ക് നടക്കുന്ന ബേണിംഗ് ആണ് തേർഡ് ഡിഗ്രി ബേൺസ്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണ്, നിങ്ങൾ ഈ സത്യനിഷേധികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നിഷേധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അള്ളാഹു നരകത്തിലിട്ട് കരിക്കുന്നതാണ്. എന്നിട്ട് ആ തൊലികൾ കരിഞ്ഞു പോകുന്നതിനനുസരിച്ച് പുതിയ തൊലികൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. ഈ പെയിൻ റിസെപ്റ്റേഴ്സ് ഇതിലെ തേർഡ് ഡിഗ്രി ബേൺസിൽ പറയുന്നതാണ്, തേർഡ് ഡിഗ്രി ബേൺസ് ഡാമേജ് നെർവ് എൻഡിങ്സ്. അതായത് ഇതിന്റെ നെർവ് സിസ്റ്റം, നിങ്ങളുടെ സെൻസറി നെർവ് സിസ്റ്റം യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നു? അത് ബേൺ ചെയ്ത് ഇല്ലാതാക്കുന്നു. എന്നിട്ട് എന്താ? യു പ്രോബബ്ലി വോണ്ട് ഫീൽ പെയിൻ ഇൻ ദ ഏരിയ ഓഫ് ദ ബേൺ ഇറ്റ് സെൽഫ്. നിങ്ങൾ പോയിട്ട് എന്താന്ന് പറഞ്ഞാൽ സയന്റിഫിക് ആയിട്ടുള്ള പേപ്പറുകൾ നോക്കൂ. ഡോക്ടേഴ്സിനോട് ചോദിച്ചാൽ മതി, തേർഡ് ഡിഗ്രി ഡീപ്പ് ആയിട്ടുള്ള ബേണിങ്ങിന്റെ അവസ്ഥ എന്താണ്? ഡീപ്പായിട്ട് പിന്നെ വേദന ഉണ്ടാവില്ല. കാരണം പെയിൻ റിസെപ്റ്റേഴ്സിന്റെ അവരുടെ എൻഡ് എന്ന് പറയുന്ന സംഭവങ്ങൾ അവിടെ കരിഞ്ഞു പോയിരിക്കുന്നതാണ്. അപ്പൊ ഈ കാര്യം ഇത്രയും കാര്യങ്ങൾ പിന്നെ ഒന്ന് നെറ്റ്വർക്ക് ക്ലിയർ ആയിക്കോളൂ. ഇനി ഒരു 3 മിനിറ്റ് ഉള്ളൂ. 3 മിനിറ്റ് ഉണ്ടാ? ഓക്കെ താങ്ക്സ്. അപ്പോ ഞാനിപ്പോ എന്താന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യത്തെ എന്റെ റിബട്ടലിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ യഥാർത്ഥത്തിൽ എടുത്തത് എന്താന്ന് പറഞ്ഞാൽ അദ്ദേഹം ആദ്യം ഈ പരിപാടിയുമായി ബന്ധമില്ലാത്ത അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്ന വാദങ്ങൾക്ക് മറുപടി പറയാൻ വേണ്ടി എടുത്തു. അത് പറയാതെ പോയാൽ അത് സ്വാഭാവികമായിട്ട് എന്താന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഒരു സംശയം ബലപ്പെടും എന്നുള്ളത് കൊണ്ടാണ് അത് പറഞ്ഞിട്ട് പോയത്. അപ്പൊ അവിടെ തന്നെ അതിൽ തന്നെ ഇനി ഒരു വിഷയം എന്താ ഇദ്ദേഹം പറഞ്ഞത്, ഖുർആൻ മുഴുവൻ എടുത്താൽ ഞങ്ങൾക്കും എന്താന്ന് പറഞ്ഞാൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഡിബേറ്റിന്റെ അദ്ദേഹം തയ്യാറാണ്. അതേസമയത്ത് ഖുർആനിന്റെ 5 ആയത്ത് മാത്രം എടുത്താൽ ഞങ്ങൾ തയ്യാറാവില്ല, ഞങ്ങൾക്ക് അറിയില്ലല്ലോ ഏതാണെന്ന്. അല്ല, ഖുർആൻ അത് തന്നെ ലോജിക്കൽ ഫാലസിയാണ്. ഖുർആൻ മൊത്തത്തിൽ എടുക്കുന്ന ഒരാൾക്ക് 5 ആയത്തും കൊണ്ട് ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഫഹീമിനോടെയാണ് പ്രശ്നം. ഖുർആന്റെ 1-ാമത്തെ ആയത്ത് മുതൽ അവസാനത്തെ ആയത്ത് വരെ എടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് വരുന്ന ഫഹീമിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ എവിടുത്തെ 5 ആയത്തുണ്ടെന്ന ഫഹീമിന് എന്താണ് പ്രശ്നം? അപ്പൊ ഫഹീമാണ് യഥാർത്ഥത്തിൽ ലോജിക്കൽ ഫാലസി യഥാർത്ഥത്തിൽ പറയുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്ന ഒരു വിഷയം എന്താന്ന് പറഞ്ഞാല് ഹൃദയം തലച്ചോറാണ്. ആ സംഭവങ്ങൾ പറഞ്ഞു ഹൃദയം ചിന്തിക്കുമോ, സ്റ്റീഫൻ ഹൃദയം ചിന്തിക്കുമോ എന്ന് ചോദിച്ചു. അതാണ് പറഞ്ഞത് 40,000-ഓളം ന്യൂറോൺസ് യഥാർത്ഥത്തിലുണ്ട്. അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 40,000-ഓളം ന്യൂറോൺസ് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷന്റെ ന്യൂറോൺസ് ഉണ്ട്. പിന്നെ ജൂതന്മാർ തോറ കാണിച്ചില്ല. ആ വിഷയത്തിൽ ഞാൻ മറുപടി പറഞ്ഞു. ആകാശം എന്ന് പറയുന്നത് ഉപരിലോകമാണോ താഴെയാണോ എന്ന് പറഞ്ഞിരിക്കുന്ന വിഷയത്തിൽ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞു. അതായത് ഭൂമി എനിക്ക് 1.5 ഏക്കർ, അജന് ഇവിടെ ഇരിക്കുന്നത് നമ്മൾ മോഡറേറ്റർ ആൾക്ക് അദ്ദേഹത്തിന് 1.5 ഏക്കർ ഭൂമി ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? അതിന് ഇപ്പുറത്ത് എനിക്ക് 1.5 ഏക്കർ ഭൂമി ഉണ്ടെന്ന് ഞങ്ങൾക്ക് 2 2 അർത്ഥം ഉണ്ടെന്നാണോ?
കുഞ്ഞ് ഭൂമിയെയും ഭൂമി എന്ന് പറയും, മൊത്തത്തിൽ ഭൂമിയെയും ഭൂമി എന്ന് പറയും. അതേപോലെ ആകാശം എന്ന് പറയുന്നത് നൊട്ടുമേലെയുള്ളതിനെ ആകാശം എന്ന് പറയും, മൊത്തത്തിലുള്ളതിനെ ആകാശം എന്ന് പറയും. അതിനാണ് ഞാൻ എന്താന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് മഴ പെയ്യുന്ന നമ്മുടെ തൊട്ടുമേലെയുള്ള ഉപരിലോകം എന്നുള്ള അർത്ഥത്തിൽ നിങ്ങൾക്ക് കുറെ റെഫറൻസുകൾ തന്നത്. അതൊന്നുകൂടി അത് നിങ്ങൾ റീപ്ലൈ കേട്ടാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. മൊത്തം സമാ എന്നുള്ള അർത്ഥത്തിൽ, മൊത്തം പ്രപഞ്ചം എന്നുള്ള അർത്ഥത്തിൽ, എല്ലാം ഉൾക്കൊള്ളുന്ന ആകാശം എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് 41:12 അത് ലോജിക്കലി നമ്മൾ ഇവിടെ ഉപയോഗിക്കൽ അങ്ങനെ തന്നെയല്ലേ? നമ്മുടെ ആകാശത്ത് നിന്ന് മഴ പെയ്യുന്നു, നമ്മുടെ ഉപരിലോകത്ത് നിന്ന് മഴ പെയ്യുന്നു. അതേപോലെ തന്നെ മുഴുവൻ ആകാശം എന്താണ്? മുഴുവൻ ആകാശം എന്നുള്ള അർത്ഥത്തിൽ എടുക്കണം. അത് പ്രപഞ്ചമാണ് വരിക. അത് ലോജിക്കലി അത് ഇവിടെയും അങ്ങനെ തന്നെയല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള ഇദ്ദേഹം പറഞ്ഞ വിഷയങ്ങളിൽ എന്തൊക്കെയാണ് പ്രത്യേകിച്ചുള്ളത് ഒന്നുമില്ല. ഞാൻ 5 പോയിന്റുകൾ പറഞ്ഞു. ആ പോയിന്റുകളിൽ 5 എണ്ണവും എന്താന്ന് പറഞ്ഞാൽ ഇന്ന കാരണങ്ങൾ കൊണ്ട് എന്താണ് അത് അമാനുഷികമാണ് എന്നുള്ളതിന്റെ തെളിവാണെന്ന് പറഞ്ഞേ. അപ്പൊ അതിന് തിരിച്ചു പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ ദൈവം ഈ പറഞ്ഞ സർവശക്തനാണ്, സർവജ്ഞാനിയുമായ ദൈവത്തിന് കോപം വരേണ്ടതില്ല. നമ്മൾ കോപം വരുവോ കോപം വരില്ല എന്നുള്ള വിഷയത്തിലല്ല ചർച്ച ചെയ്യുന്നത്. നമ്മളൊരു ഈ ഹാർട്ട് സ്റ്റിഫനിങ് എന്ന് പറയുന്ന ഒരു വിഷയം പറഞ്ഞു, പെയിൻ റിസെപ്റ്റേഴ്സ് എന്ന് പറയുന്ന വിഷയം പറഞ്ഞു. അത് നിങ്ങൾ സയന്റിഫിക്കലി ആണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. അത് മാത്രമേ പറയാനായിട്ടുണ്ട്. ഒന്ന് ചുരുക്കിക്കോളൂ, കൺക്ലൂഡ് ചെയ്തോളൂ. എന്റെ സൗണ്ട് പോയായിരുന്നു. സൗണ്ടും പോയിട്ടുണ്ട്. നിങ്ങൾ കേട്ടില്ല ഞാൻ പറഞ്ഞു. 5 സെക്കൻഡ് ഒന്ന് കൺക്ലൂഡ് ചെയ്തോളൂ. ഓക്കെ. പിന്നെ ഇതിനകത്ത് റിഫ്യൂട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് പറയും. ഇപ്പൊ നമ്മുടെ എന്താ പറഞ്ഞാൽ പെയിൻ റിസെപ്റ്റേഴ്സ്, ഞാൻ പറഞ്ഞു പെയിൻ റിസെപ്റ്റേഴ്സ് എന്ന് പറയുന്ന വിഷയത്തിൽ ഞാൻ പറഞ്ഞു എന്താണ്, ഫസ്റ്റ് ഡിഗ്രി ബേണിംഗ് ഉണ്ട്, സെക്കൻഡ് ഡിഗ്രി ബേണിംഗ് ഉണ്ട്, തേർഡ് ഡിഗ്രി ബേണിംഗ് ഉണ്ട്. അപ്പൊ പെയിൻ റിസെപ്റ്റേഴ്സ് എവിടെയാണുള്ളത്? ഏറ്റവും കൂടുതൽ വേദന അനുഭവപ്പെടുന്ന എവിടെയാണ്? അത് ഫസ്റ്റ് ഡിഗ്രിയിലാണ്. തേർഡ് ഡിഗ്രിയിൽ ഒരാളുടെ ഇവിടെ നമ്മുടെ റൂമുകളിൽ ഡോക്ടേഴ്സ് അടക്കം കയറി വരാറുണ്ട്. അവർക്ക് വളരെ ഡീപ്പ് ആയിട്ടുള്ള ബേണിംഗ് ആണെങ്കിൽ അവർക്ക് പിന്നീട് ഡോക്ടർ ചെക്ക് ചെയ്യുന്നതാണ് അവർക്ക് വേദന അറിയുന്നുണ്ടോ. വേദന അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ട് അവർ മരണത്തോടെ എടുക്കുന്നതാണ്. ഇവിടെ 2 ദൃഷ്ടാന്തങ്ങളുണ്ട്. ഞാൻ ഒരു ദൃഷ്ടാന്തം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അവിടെ 2 ദൃഷ്ടാന്തങ്ങളുണ്ട്. ഒറ്റ സെക്കൻഡ്. ആ ദൃഷ്ടാന്തം എന്താണെന്ന് പറഞ്ഞാൽ നരകത്തെ സംബന്ധിച്ചിടത്തോളം സുമ്മലാ യമൂതു ഫിഹാ വലാ യഹ്യ, അവിടെ ജീവിതമില്ല മരണമില്ല എന്ന് പറഞ്ഞെടുത്ത് സ്വാഭാവികമായിട്ടും തൊലികൾ അടുത്തത് വെച്ച് കൊടുക്കുന്നതുകൊണ്ട് മാത്രമേ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവിടെ തുടർച്ചയായിട്ടുള്ള ജീവിതം ഉണ്ടാവുള്ളൂ. അപ്പൊ 2 കാര്യങ്ങൾ, പെയിൻ റിസെപ്റ്റേഴ്സ് അവിടെ ഉണ്ട് എന്ന് മാത്രമല്ല അവരെ സംബന്ധിച്ചിടത്തോളം എന്താ പറഞ്ഞാൽ അവർക്ക് തൊലി ഉണ്ടാകുന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ അവർ മരിക്കാതെ അവിടെ ആ നരകത്തിൽ, നിത്യനരകത്തിൽ അവർ യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത് എന്നുള്ള തെളിവും കൂടി സയന്റിഫിക് ആണ്. അത് ഒരു അഡീഷണൽ പോയിന്റ് കൂടി ഞാൻ പിന്നെ ഫഹീമിന് 15 മിനിറ്റ് അല്ലേ? അത് 15 മിനിറ്റ് കൂടുതൽ വരേണ്ടി വരും കേട്ടോ അജയ്. ഓക്കെ. തലയുടെ സൗണ്ട് കുറവുണ്ട്. ഓക്കെ. അപ്പൊ ലാസ്റ്റ് നമ്മുടെ റിബട്ടലിന്റെ ലാസ്റ്റ് റൗണ്ട് ആണ്. 15-16 മിനിറ്റ് എടുക്കാം. ഫഹീമെ പ്ലീസ്. ഓക്കെ, താങ്ക് യു. ഇപ്പൊ നിസാർ ബ്രോ ആവർത്തിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞത്. പുതിയ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. അതിൽ ഒരു കാര്യം പറഞ്ഞത് മറ്റ് ഗ്രന്ഥങ്ങളിലെ കൈകടത്തലാണ്. തോറയിൽ കൈ കടത്തിയിട്ടുണ്ടെന്നാണ്. അത് ഇസ്ലാമിന്റെ ഒരു അവകാശവാദം മാത്രമാണ് തോറയിൽ കൈ കടത്തി എന്നുള്ളത്. തോറയിൽ ഇപ്പൊ പുതിയ കാണുന്ന തോറ വ്യാജമാണെന്നാണ് പറയുന്നത്. ഇനി ആരാണ് പറയുന്നത്? ഇസ്ലാമിസ്റ്റുകളാണ് പറയുന്നത്. മറ്റേ യഹൂദന്മാര് അംഗീകരിക്കുമോ? യഹൂദന്മാരുടെ ഇത് എന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യും? പോയി പണി വെക്കാൻ പറയും. കാരണം അവരുടെ ഇപ്പൊ ബൈബിളിലെ, അതായത് തനാക്ക് എന്ന് പറയുന്ന ബൈബിളിലെ ആദ്യത്തെ പുസ്തകമാണ് ഈ തോറ. അത് കൈ കടത്തിയതാണെന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഖുറാനിൽ കൈ കടത്തലുണ്ട് എന്ന് ഒരു മറ്റൊരു മതവിശ്വാസി വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചോദിക്കും? എന്നാ നീ ആദ്യത്തെ ഖുറാൻ എടുത്തിട്ട് വാ, എന്നിട്ട് ഇപ്പോൾ ഉള്ള ഖുറാൻ എടുത്തിട്ട് നീ ഒന്ന് മറക്കി, എന്നിട്ട് എവിടെയാണ് കൈ കടത്തലുള്ളത് എന്നൊന്ന് നീ നോക്കിയിട്ട് പറഞ്ഞുകൊണ്ടാ എന്ന് പറയും. അതേപോലെ തന്നെ തിരിച്ചും അവർ പറയും. അങ്ങനെ പറയുമ്പോൾ ഒരു തെളിവും കൊടുക്കാനില്ല. അപ്പൊ വെറും അവകാശവാദം മാത്രമാണ് എന്ത് ഈ കൈ കടത്തി എന്നുള്ളത്. അതായത് നമ്മുടെ ഒരു കാര്യം ശരിയാക്കാൻ വേണ്ടിയിട്ട് മറ്റവന്റെ തെറ്റാണ് എന്ന് വരുത്തി തീർക്കുന്ന ഒരു തരം ഏർപ്പാടാണത്. നമ്മുടെ ഒരു കാര്യം ശരിയാണെങ്കിൽ അത് സ്വന്തം നിലക്ക് ശരിയായിരിക്കണം. മറ്റവന്റെ തെറ്റായത് കൊണ്ട് നമ്മളത് ശരിയാവില്ല. മനസ്സിലായില്ലേ? അപ്പുറത്ത് നിൽക്കുന്നവൻ തെറ്റാണ്, അതുകൊണ്ട് ഞാൻ ശരിയാണ്. അത് ഒരിക്കലും നടപടിയാവാത്ത ഒരു കാര്യമാണ്. പിന്നെ രണ്ടാമത് പറഞ്ഞ പോലെ പരമമായ ശക്തി എന്നുള്ള വചനങ്ങൾ എന്നാണ്. അതും ഒരു അവകാശവാദം മാത്രമാണ്. അങ്ങനെ പരമമായ ശക്തി ഇല്ല എന്നാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം പരമമായ ശക്തി, അതായത് സർവജ്ഞാനം, സർവശക്തി ഉള്ള ഒരാൾ കോപിച്ചാൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്ന കേട്ടു. കോപം എന്ന് പറയുന്നത് ഒരു മാനുഷിക വികാരമാണ്. സർവശക്തിയും സർവജ്ഞാനവും ഉള്ള ഒരാൾക്ക് കോപം വരേണ്ട കാര്യമില്ല. കോപം മനുഷ്യന് വരുന്ന കാര്യമാണ്, ജീവജാലങ്ങൾക്ക് വരുന്ന കാര്യമാണ്. കാരണം ഈ മനുഷ്യനും ജീവജാലങ്ങൾക്കും ഒന്നും സർവശക്തി ഇല്ല. സർവശക്തി ഇല്ലാത്തപ്പോൾ നിരാശ ഉണ്ടാവും. നിരാശയിൽ നിന്ന് കോപം വരും, സ്വാഭാവികം. പിന്നെ 6000-ന് മേലെ ആയത്തുകളുണ്ട്. അതില് 1000 എണ്ണം ശാസ്ത്രമാണ്. സയൻസിനോട് ചേർന്ന് നിൽക്കുന്ന പോലും ഒരു വചനം പോലും ഖുറാനകത്തില്ല. എല്ലാം ശുദ്ധമായ പരമമായ അബദ്ധങ്ങളാണ്. വേണമെങ്കിൽ ഖുറാനിലെ ഏതൊക്കെ നിങ്ങൾ പറയുന്ന ഏതൊക്കെ ശാസ്ത്ര വിഷയങ്ങളിൽ വേണമെങ്കിലും
നമുക്ക് സംവാദങ്ങളാകാം, ഭ്രൂണശാസ്ത്രമോ ഖഗോളശാസ്ത്രമോ എന്ത് വിഷയത്തിൽ വേണമെങ്കിലും ആകാം. ഖുർആനിലുള്ളതെല്ലാം പരമമായ മണ്ടത്തരങ്ങൾ മാത്രമാണ്. 7-ാം നൂറ്റാണ്ടിലെ ഒരു മനുഷ്യന്റെ അറിവുകൾ മാത്രം രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള ഒരു പുസ്തകമാണ്. ആധുനിക സയൻസുമായിട്ട് കുലബന്ധം പോലും കൽപ്പിക്കാവുന്ന ഒന്നുമില്ല. വേണമെങ്കിൽ വ്യാഖ്യാനിച്ചുണ്ടാക്കുക എന്ന് പറയുന്നത് വ്യാഖ്യാനിക്കുന്നതിന്റെ കഴിവാണ്, ഗ്രന്ഥത്തിന്റെ കഴിവല്ല. നോസ്ട്രാഡാമസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു, ഒരു പ്രവാചകൻ, ഭയങ്കര പ്രവചനമൊക്കെ നടത്തി. ഇന്നും അദ്ദേഹത്തിന് ലക്ഷക്കണക്കിന് ആരാധകരുണ്ട്. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ വ്യാഖ്യാനിച്ചുകൊണ്ട് നിരവധി പുസ്തകങ്ങൾ ലഭ്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഏത് നിലക്കും വ്യാഖ്യാനിക്കാവുന്ന ചില വചനങ്ങൾ എടുത്തുകൊണ്ട് അത് ഇന്ന രീതിയിലാണ് എന്ന് വ്യാഖ്യാനിച്ച് വെക്കുക എന്ന് മാത്രമാണ് ചെയ്യുന്നത്. പിന്നെ ഫസ്റ്റത്തെ റിബട്ടലിനകത്ത് ഇലാഹ് എന്ന് പറയുമ്പോൾ ആരാധ്യൻ എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ ഒരു സാധനം പറഞ്ഞു. അത് തെറ്റാണ്. ഇലാഹ് എന്ന് പറഞ്ഞാൽ ദൈവം എന്നാണ് അർത്ഥം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ വേറെ ദൈവമില്ല എന്നാണ്. ഇലാഹ് എന്ന് പറഞ്ഞാൽ ദൈവം എന്നാണ് അർത്ഥം. ഇല്ലല്ലാ, അള്ളാഹു അല്ലാതെ, അള്ളാഹു അല്ലാത്ത വേറെ ദൈവം ഇല്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ പറയേണ്ട കാരണമുണ്ട്. അതിന്റെ കാര്യം സാർബ്രോ തന്നെ പറഞ്ഞു. ഈ അബ്ദുൽ ഹുസൈയുടെ സഹോദരനായിട്ടുള്ള അബ്ദുല്ല, അള്ളാഹുവിന്റെ അടിമ, അന്ന് എല്ലാവർക്കും അറിയുന്ന ദൈവമാണ് എന്നറിയാം. എല്ലാവർക്കും അറിയുന്ന ദൈവം തന്നെയാണ്. അള്ളാഹു മാത്രമല്ല, ഉസ്സയും മനാത്തയും ലാത്തയും ഉബാലും എല്ലാം അന്നത്തെ അറബികൾക്ക് അറിയാവുന്ന ദൈവങ്ങൾ തന്നെയാണ്, അറിയാവുന്ന ദൈവസങ്കല്പങ്ങൾ തന്നെയാണ്. ഈ അബ്ദുള്ളയുടെ ഫാദർ, അബ്ദുള്ളയുടെ ബാപ്പ അബ്ദുൽ മുത്തലിബ് മക്കൾക്ക് പേരിട്ടപ്പോ ഒരാൾക്ക് ഒരു ദൈവത്തിന്റെ അടിമ എന്നും മറ്റൊരാൾക്ക് മറ്റൊരു ദൈവത്തിന്റെ അടിമ എന്നും പേരിട്ടു. അത്രേ ഉള്ളൂ. നമ്മളിവിടെ മറ്റേ ശിവദാസൻ എന്നും വിഷ്ണുദാസൻ എന്നൊക്കെ പേരിടുന്ന പോലെ ഓരോ ദൈവത്തിന്റെ അടിമ എന്നുള്ള നിലക്ക് അദ്ദേഹം പേരിട്ടു. അത്രേ ഉള്ളൂ ഒരു കാര്യം. ഓക്കെ, ഒരു വാക്ക് പറഞ്ഞാൽ അള്ളാഹു തോറ്റു പോകും. അതായത് നമ്മുടെ ഉസ്സ വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ തോറ്റു പോകുന്നുള്ള ഒരു കാര്യം ഞാൻ മുമ്പോട്ട് വെച്ചിരുന്നു. അതെ, തീർച്ചയായിട്ടും അള്ളാഹുവിന് മനസ്സിലാവില്ലല്ലോ. കാരണം ഈ പുള്ളി പറഞ്ഞിട്ടുള്ളത്, ഉസ്സ പറഞ്ഞിട്ടുള്ളത് ഒരു നുണയാണ്, ഉസ്സ മുനാഫിക്കാണ് എന്ന് അള്ളാഹുവിന് മനസ്സിലാവില്ല എന്നുള്ള രീതിയിലാണ് നിസാർ ബ്രോ പറഞ്ഞതായിട്ട് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ രണ്ടാമത്തെ റിബട്ടലിനകത്ത് മുഹമ്മദ് എന്തോ തമാശ പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. തമാശ എന്നുള്ള വാക്കല്ല ഞാൻ അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. മുഹമ്മദ് ഇതേ രീതിയിൽ ആളുകളെ മെനക്കെടുത്തിക്കൊണ്ട് നീ ഇതിനാണോ ഞങ്ങളെ വിളിച്ചു വരുത്തിയത് എന്ന് ചോദിച്ചുകൊണ്ട് മുഹമ്മദ് നിനക്ക് നാശം. കാരണം അവിടെ ഗോത്രങ്ങളുടെ ഒരു രീതിയായിരുന്നു, എന്തെങ്കിലും അപകടം വരുന്നുണ്ടെന്ന് ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഉയരമുള്ള ഒരു പ്രദേശത്ത് ഓടിച്ചെന്ന് കയറി ഈ ആൾക്കാരെയൊക്കെ വിളിച്ചു കൂട്ടി ഈ അപകട വിവരം പറയാം. കാരണം ഗോത്ര യുദ്ധങ്ങളൊക്കെ നടത്തിക്കുന്ന കാലമായിരുന്നു. അപ്പൊ ഗോത്ര യുദ്ധങ്ങൾ നടക്കുമ്പോൾ ആരെങ്കിലും അറിഞ്ഞാൽ, എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഇതേപോലെ ഏതെങ്കിലും മലമുകളിലോ ഉയരമുള്ള പ്രദേശത്തോ കയറി ഒന്ന് ഉറക്കെ വിളിച്ചു പറയും. മുഹമ്മദ് വിളിച്ചപ്പോഴും അന്നത്തെ ആൾക്കാർ കരുതിയത് എന്തോ അപകടം വരുന്നു എന്നാണ്. അപ്പൊ എല്ലാവരും കൂടെ തടിച്ചങ്ങ് കൂടി. മുഹമ്മദ് ചോദിക്കുകയും ചെയ്തു, അപ്പുറത്തുനിന്ന് ആരെങ്കിലും വരുന്നു ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് ചോദിക്കുകയും ചെയ്തു. അതേ വിശ്വസിക്കൂ എന്നും പറഞ്ഞു. അതിനുശേഷമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു മാത്രമാണ് ദൈവം എന്ന് പറഞ്ഞത്. അത് കേട്ടപ്പോ ഉസ്സക്ക് ദേഷ്യം വന്നു. കാരണം ഉസ്സ മറ്റൊരു ദൈവത്തിന്റെ ആരാധകനാണ്. എന്റെ മതത്തിനെ നിന്ദിക്കുന്നോ എന്നുള്ള ദേഷ്യം വന്നു. മതത്തിനെ നിന്ദിച്ചാൽ ദേഷ്യം വരാൻ പാടില്ല, അങ്ങനെ വരുന്നത് മോശം കാര്യമാണ് എന്ന് നിസാർ ബ്രോക്ക് അഭിപ്രായം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, അത് അത്രയൊക്കെയാണ് കാര്യം. പിന്നെ ഈ അബ്ദുൽ ഹുസ അങ്ങനെ പറയാത്ത കാര്യം, അതായത് അള്ളാഹുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയാത്ത കാര്യം, ആത്മാഭിമാനമുള്ളവർ ആരും അങ്ങനെ പറയില്ല. മനുഷ്യന്മാർക്ക് ആത്മാഭിമാനം ഉണ്ടെങ്കിൽ അങ്ങനെ പറയില്ല. സ്വയം വഞ്ചിക്കാനായിട്ട് ആത്മാഭിമാനമുള്ള മനുഷ്യർ തയ്യാറായില്ല. അടുത്തത് തോറ കാണിച്ചില്ല. അത് ഞാൻ പറഞ്ഞു, തോറ കാണിക്കേണ്ട ആവശ്യമുള്ളതായിട്ട് ജൂതന്മാർ കരുതിയില്ല. അത്രേ ഉള്ളൂ. അതായത് ഞങ്ങളുടെ ദൈവത്തിനെ നിന്ദിക്കുന്ന, ഞങ്ങളുടെ ദൈവത്തിന്റെ പ്രവാചകനാണെന്ന് കള്ളം പറഞ്ഞു വന്നിട്ടുള്ള. കാരണം മുഹമ്മദിനെ അവർ പ്രവാചകനായിട്ട് അംഗീകരിച്ചിട്ട് പോലുമില്ല. മോസസിന് ശേഷം മറ്റൊരു പ്രവാചകനെ കാത്തിരിക്കുന്ന ജനതയാണ് ജൂത ജനത. ജീസസ് വന്നിട്ടും അവർ അംഗീകരിച്ചില്ല. ജീസസിനെയും പ്രവാചകനായിട്ട് അവർ അംഗീകരിച്ചിട്ടില്ല. മുഹമ്മദ് വന്നപ്പോഴും അവർക്ക് അംഗീകരിക്കാൻ പറ്റിയില്ല. അവർ പല ചോദ്യങ്ങളും ചോദിച്ചിരുന്നു. മുഹമ്മദിനോട് തൃപ്തികരമായ ഉത്തരം അവർക്ക് കിട്ടാത്തത് കൊണ്ട് തന്നെ മുഹമ്മദ് ഒരു പ്രവാചകനാണെന്ന് അവർ അംഗീകരിച്ചില്ല. ഇങ്ങനെ കള്ളം പറയുന്ന ഒരാളെ ഞങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥം വായിച്ച് കേൾപ്പിക്കേണ്ട കാര്യമുണ്ടോ എന്ന് അവർ സംശയിച്ചെങ്കിൽ അവരെ തെറ്റ് പറയാൻ പറ്റില്ല. ബഹിരാകാശം എന്നാൽ ആകാശമല്ലേ എന്ന് ചോദിച്ചു. വീടിന് പുറത്ത് എന്ന് പറഞ്ഞാൽ വീടാണോ? അല്ലെങ്കിൽ ബഹിർഗമനം എന്ന് പറഞ്ഞാലും മറ്റേ അകത്തേക്ക് വന്നു എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥമാണോ? ആകാശം എന്ന് പറയുന്നത് ഒരു ഇല്യൂഷനാണ്. അത് ഇല്യൂഷനാണ് എന്ന് അറിയാത്ത കാലത്താണ് നമ്മൾ അതിന് ആകാശം എന്ന് പേരിട്ടത്. അങ്ങനെ പല പേരുകൾ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഹൃദയത്തിന് സാക്ഷിയാക്കി പറയുന്നു എന്നൊക്കെ നമ്മൾ, ഹൃദയംഗമമായ നന്ദി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുള്ള നന്ദി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഹൃദയത്തിന് ഈ സാധനമൊന്നും ഇല്ലെന്നേ. ഹൃദയം ലിറ്റിൽ ഹാർട്ട് ആണെന്ന് പറഞ്ഞു. കാരണം അതിൽ കുറെ ന്യൂറോൺസ് ഉണ്ടെന്ന്. നമ്മുടെ വൻകുടലിൽ കുറെ ന്യൂറോൺസ് ഉണ്ട്. അതുകൊണ്ട് മറ്റേ സെക്കൻഡ് ലിറ്റിൽ ഹാർട്ടാണ് വൻകുടൽ എന്ന് പറയാൻ പറ്റുമോ? ന്യൂറോൺസ് എല്ലാ സ്ഥലത്തും, ഒരു അവയവങ്ങളിലെല്ലാം ന്യൂറോൺസ് ഉണ്ട് എന്ന് കരുതി നമുക്ക് അത് പറയാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ വൻകുടൽ ഒരു സെക്കൻഡ് ലിറ്റിൽ ഹാർട്ടാണ് എന്ന് പറയേണ്ടി വരും. നമുക്ക് കക്കൂസിൽ പോകാൻ മുട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് തലച്ചോറിന് മറ്റേ വലിയ ഇതൊന്നും ഇല്ലാന്നാണ് പഠനങ്ങൾ പറയുന്നത്. അത് ഈ കുടലിനകത്ത് റിസപ്റ്റേഴ്സ് ആണ് അതെല്ലാം നിയന്ത്രിക്കുന്നതാണ് പറയുന്നത്. അങ്ങനെയാണ് വായിച്ചൊരു ഓർമ്മ. അതാണ് ആ കാര്യത്തിൽ പറയാനുള്ളത്. പിന്നെ ആർട്ട് സ്റ്റിഫനാണ് കാര്യം. കുറെ നേരം പറഞ്ഞു ആർട്ട് സ്റ്റിഫനാണ് കാര്യം. ഈ കേസൊന്നും ഇതിനകത്ത് ഇല്ല.
ഇതിനകത്തുള്ള കാര്യം എന്ന് പറയുന്നത് അള്ളാഹു ഉദ്ദേശിച്ചു കഴിഞ്ഞാല് ഉയരത്തിലേക്ക് കയറി പോകുന്നത് പോലെ നിങ്ങളുടെ ഹൃദയം ചുരുങ്ങും. ഈ എന്താ പറയാ, ഈ സത്യത്തിന്റെ വെളിച്ചം ഉള്ളോട്ട് കയറാത്ത രീതിയിൽ ഹൃദയം ചുരുങ്ങിപ്പോവും. അത്രയേ ഉള്ളൂ. അന്നത്തെ കാലത്ത്, അതായത് നമ്മൾ ഇന്ന് പറയുന്ന ഇസ്ലാമിന്റെ അടിസ്ഥാനം വിട്ട മുഫസ്സിറുകൾക്ക് ആർക്കും കിട്ടാത്ത കാര്യം ഇന്നത്തെ പുതിയ വ്യാഖ്യാതാക്കൾ കൊണ്ടുവന്ന് മുമ്പോട്ട് വെക്കുന്നുണ്ട്. ഇനി ഞാൻ പലപ്പോഴും എന്റെ സംസാരങ്ങളിൽ പറയാറുണ്ട്, ഒരു 100 വർഷമൊക്കെ കഴിയുമ്പോൾ ഒരു ഖുറാന്റെ തഫ്സീർ എന്ന് പറയുന്നത് അന്നത്തെ ഏറ്റവും മികച്ച ശാസ്ത്ര ഗ്രന്ഥമായിരിക്കും. കാരണം ഈ ഖുറാന്റെ വരികളെല്ലാം എടുത്തുകൊണ്ട് മറ്റേ ശാസ്ത്രത്തിനോട് കൂട്ടിക്കെട്ടാനായിട്ട് ഇങ്ങനെയുള്ള ത്വര, അതാണ് സിന്ധാനി പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് കുറെ സാധനങ്ങൾ വന്നു. കുറെ ഒന്നും ഇപ്പൊ പറയുന്നില്ല, ചിലതൊക്കെ ഇപ്പോഴും പറഞ്ഞു നടക്കുന്നുണ്ട്. ഈ ഹാർട്ട് സ്റ്റിപ്പിങ്ങും ഈ മറ്റേ 3 ടൈപ്പ് ഓഫ് ബേണിംഗ് ഒക്കെ അതിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ 3 ടൈപ്പ് ഓഫ് ബേണിംഗ്, ആദ്യത്തെ ബേണിങ്ങിനെ പൊള്ളലുണ്ടാവും എന്നൊക്കെ പറഞ്ഞു. ഈ സാധനങ്ങളൊന്നും ഖുറാനകത്തില്ല സുഹൃത്തെ. നിങ്ങൾ ഖുറാനകത്തുള്ളത് പറയും, നിങ്ങളെ വ്യാഖ്യാനമല്ല പറയേണ്ടത്. ഖുറാനകത്ത് ആകെ എന്താ ഉള്ളത്? നിങ്ങളെ കത്തിക്കും, നിങ്ങളെ പൊരിച്ച് മറ്റേ നരകത്തിന്റെ അടുത്തിട്ട് കത്തിച്ച് കഴിക്കും. അങ്ങനെ കഴിഞ്ഞ നിങ്ങളുടെ തൊലി അടർന്നു പോകുമ്പോൾ നിങ്ങൾക്ക് വേറെ തൊലി തരും. അത് വെളുത്ത തൊലി ആയിരിക്കും എന്നാണ് ഈ തഫ്സീറുകളൊക്കെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ആ വെളുത്ത തൊലിയിൽ വീണ്ടും തീ തട്ടുമ്പോൾ വീണ്ടും പൊള്ളും, എന്നിട്ട് അത് അടർന്നു പോകും, അടുത്ത തൊലി തരും. ഇത്രയേ ഉള്ളൂ. അതായത് മനുഷ്യൻ തീ കത്തിക്കാൻ തുടങ്ങിയ, തീ ഉപയോഗിക്കാൻ തുടങ്ങിയ കാലം മുതൽ മനുഷ്യന് പരിചിതമായിട്ടുള്ളൊരു കാര്യം. ശരീരത്തിൽ എവിടെയെങ്കിലും തീ തട്ടും, അവിടെ പൊള്ളും, അത് പൊള്ളി അടർന്നു പോകും. മറ്റേ പൊള്ളി വന്ന് അതില് വെള്ളം നിറഞ്ഞ് അത് പൊള്ളി അടർന്നു പോയി അവിടെ വേറൊരു തൊലി വന്ന് ആ തൊലിയിലും തീ തട്ടുമ്പോൾ ആദ്യം ഉണ്ടായിരുന്നതിനേക്കാൾ വലിയ പൊള്ളലായിരിക്കും. കാരണം ഈ പുതുതായിട്ടുണ്ടായ തൊലിക്ക് ആദ്യത്തെ തൊലിയുടെ അത്രയും കട്ടി വന്ന് കാണില്ല. ഉടനെ അല്ലെങ്കിൽ കാലങ്ങൾ കഴിഞ്ഞിട്ട് വേണം എന്താവാന് വരാനായിട്ട്. അപ്പൊ ഇത്രയൊക്കെ തന്നെ കാര്യമായിട്ട് പറഞ്ഞിട്ടുള്ളൂ. മറ്റേ ഓക്കെ, തമാശ ആത്മാഗാന ഓക്കെ. വേറെ ഇപ്പൊ എന്താണ് പറയാനുള്ളത് ഇതിൽ കാര്യമായിട്ട്? അപ്പൊ അത്രയൊക്കെ ഉള്ളൂ, വേറെ കൂടുതലൊന്നും പറയാനില്ല. പിന്നെ അവസാനമായിട്ട് പറയാനുള്ളൊരു കേസ്, മുഹമ്മദ് എന്ന് പറയുന്ന ഒരു വ്യക്തി തന്റെ നാട്ടിൽ നിലവിലുണ്ടായിരുന്ന അള്ളാഹു എന്ന് പറയുന്ന പല ദൈവങ്ങളിൽ ഒരു ദൈവമായിട്ടുള്ളൊരു ദൈവത്തെ, ആ ദൈവം മാത്രമാണ് ഏക ദൈവം എന്നുള്ളൊരു അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ആ ദൈവം ജിബ്രീൽ എന്ന് പറയുന്ന ഒരു ദൈവത്തിന്റെ പക്കൽ നിന്ന് ജിബ്രീൽ എന്ന് പറയുന്ന ഒരു മാലാഖയുടെ കൈവശം എനിക്ക് വെളിപാടുകൾ അയക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങി വെച്ചൊരു കാര്യമാണ് ഈ ഇസ്ലാം മതം. എന്നാൽ ഈ ഖുറാനകത്ത് സർവജ്ഞാനിയും സർവശക്തനുമാണ് എന്ന് പറയുന്ന ദൈവം അവതരിപ്പിച്ചു എന്ന് അവകാശപ്പെടുന്ന ഖുറാനകത്ത് അത്തരത്തിലുള്ള യാതൊരു സർവജ്ഞാനവും കാണാനില്ല, യാതൊരു സർവശക്തിയും അതിനകത്ത് കാണാനില്ല എന്നുള്ളതാണ് വാസ്തവം. അതങ്ങനെ തന്നെയാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഇവിടെ പറയാൻ പറ്റി എന്നുള്ളതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ തോറ കാണിച്ചില്ല എന്ന് പറഞ്ഞു, എന്നാൽ തോറയിൽ അതുണ്ട്. ഇവിടെ തോറ കാണിച്ചില്ല എന്ന് പറയുന്നു, തോറയിൽ അതില്ല എന്ന് പറയുന്നു, തോറയിൽ അതുണ്ട്. ആ സമയത്താണ് ഈ ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള ആൾക്കാർ എന്ത് പറയുന്നത്, അത് കൈ കടത്തിയിട്ട് പിന്നീട് ചേർത്തതാണ്. എന്ത് തെളിവുണ്ട് അതിന്? ഒരു തെളിവുമില്ല, ചുമ്മാ അങ്ങ് പറയാണ്. കാരണം അത് കൈ കടത്തിയതാണ് എന്ന് വരുത്തി തീർത്താലേ നമ്മുടെ കയ്യിലുള്ള ചരക്ക് നല്ല സൂപ്പറാണ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഈ സിനിമക്കകത്ത് മറ്റേ ഒരു സിനിമ ഉണ്ടല്ലോ, മമ്മൂട്ടിയുടെ ഒരു സിനിമ വെനീസിലെ വ്യാപാരി. അതില് മമ്മൂട്ടിയെ പറ്റിക്കുമ്പോൾ മമ്മൂട്ടി തിരിച്ച് അവരുടെ ചൂടിക്കയറ് വെള്ളം കൊണ്ട് നനക്കുന്നുണ്ട്. കാരണം അത് മോശമായാലേ മമ്മൂട്ടിയുടെ കയ്യിലുള്ള കയറ് വിറ്റ് പോവുള്ളൂ. അതിനുവേണ്ടി മമ്മൂട്ടി മനഃപൂർവ്വം ചെയ്യുന്ന ഒരു കേസാണത്. അവരുടെ ചൂടിക്കയറിലോട്ട് വെള്ളം നനക്കും. അപ്പൊ അത് മോശമാകുന്നു. അത് മോശമാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ വിജയരാഘവനും ടീമും മമ്മൂട്ടിയെ തെരഞ്ഞു വരുന്ന ഒരു ഫൈറ്റ് ഉണ്ടാകുന്നു. അങ്ങനെ മമ്മൂട്ടിയുടെ കയറ് നല്ല വിലക്ക് വിൽക്കാൻ പറ്റുന്നു. അങ്ങനെ നല്ല വിലക്ക് വിൽക്കാൻ വേണ്ടി, നമ്മുടെ കയ്യിലുള്ള ചരക്ക് നല്ല വിലക്ക് വിൽക്കാൻ വേണ്ടി അപ്പുറത്തുള്ള ചരക്കിനെ മോശക്കാരനാക്കുക എന്ന് പറയുന്നത് ഒരു കച്ചവട തന്ത്രമാണ്. ആ കച്ചവട തന്ത്രം പക്ഷെ ഇവിടെ ഭരിച്ചില്ല എന്നുള്ളതാണ്. തോറയില് ലേവ്യ പുസ്തകം 11 1 മുതൽ 55 വരെയുള്ള വചനങ്ങൾ മൊത്തം എന്തെല്ലാം കഴിക്കാം എന്തെല്ലാം കഴിക്കാൻ പാടില്ല എന്നുള്ളത് വ്യക്തമായിട്ട് എഴുതിയിട്ടുള്ള വചനമാണ്. കുളമ്പ് പിളർന്നതല്ലാത്ത ജീവികളെ ഒന്നും കഴിക്കാൻ പാടില്ല. ഒട്ടകം, പന്നി, മുയല് ഇതെല്ലാം തന്നെ എന്താണ്, കുളമ്പ് പിളർന്ന ഇതല്ല. അതുപോലെ അയവിറക്കുന്നതുമല്ല. കുളമ്പ് പിളർന്നതും അയവിറക്കുന്നതുമായിട്ടുള്ള ജീവികളെ മാത്രമേ കഴിക്കാവൂ എന്നുള്ളത് അവരുടെ നിയമമാണ്. അത് തോറയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇന്നും തോറയിലുണ്ട്. അതുകൊണ്ട് അതില്ല എന്ന് പറയണമെങ്കിൽ, നിങ്ങൾ കൈ കടത്തിയതാണെന്ന് പറയണമെങ്കിൽ നിങ്ങൾ ആദ്യകാലത്തെ തോറ എടുത്തു കൊണ്ടുവന്ന് എന്ത് ചെയ്യണം, അതിവിടെ അവതരിപ്പിക്കണം. പക്ഷെ അത് സാധ്യമല്ല. അത് സാധ്യമല്ലാത്തിടത്തോളം കാലം എല്ലാം ഒരു അവകാശവാദം മാത്രമാണ് എന്നാണ് പറയാനുള്ളത്. ഇനി എനിക്ക് എത്ര സമയം ബാക്കിയുണ്ട്? 1.5 മിനിറ്റ് ഉണ്ട്. 1.5 മിനിറ്റ് ഉണ്ട്. ഓക്കെ. പിന്നെ ആകാശത്തിന്റെ കേസ് ഇവിടെ അങ്ങനെ പറഞ്ഞു. ഖുറാനുള്ള ആകാശം എന്ന് പറയുന്നത് വളരെ കൗതുകമുള്ള ഒരു ആകാശമാണ്. കാരണം നമ്മൾ പകല് കാണുന്ന നീല നിറത്തിലുള്ള ആകാശവും രാത്രി കാണുന്ന ഈ നക്ഷത്രങ്ങളും ചന്ദ്രനുള്ള ആകാശവും രണ്ടും ഒന്നാണ് എന്നുള്ള രീതിയിലാണ് ഈ നമ്മുടെ എന്താ പറയാ
അള്ളാഹുവിന്റെ ഒരു കാഴ്ചപ്പാട്. കാരണം ഈ ഒന്നാം ആകാശത്തിലാണ് നക്ഷത്രങ്ങൾ ഒരു അലങ്കാരത്തിനായിട്ട് പുള്ളിക്കാരൻ പൊട്ടിച്ചു വെച്ചിട്ടുള്ളത്. ഈ നക്ഷത്രങ്ങൾ പെറുക്കി അടക്കി എറിയുകയും ചെയ്യും ജിന്നിനെ. ഈ കൊള്ളിമീൻ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ ഉരുക്കകളൊന്നും അല്ല, അത് അള്ളാഹു നക്ഷത്രം പെറുക്കി ജിന്നിനെ എറിയാണ്. എന്തിനാണ് ജിന്നിനെ എറിയുന്നത് വെച്ച് കഴിഞ്ഞാൽ ജിന്നെ ഈ ആകാശത്ത് ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കും. ഈ അള്ളാഹു മലക്കുകളും മേലെ കൂടി ആലോചിക്കുമ്പോൾ അത് ജിന്നുകൾ കട്ട് കേൾക്കും. അത് കട്ട് കേട്ടിട്ട് എന്ത് സംഭവിക്കും? അത് താഴെ ഇരിക്കുന്ന ഈ ജ്യോതിഷികൾക്ക് കൊണ്ടു കൊടുക്കും. ഈ ജ്യോതിഷികൾ അത് ഈ ഭാവി നോക്കാൻ വരുന്ന അല്ലെങ്കിൽ മറ്റേ ഈ ഭാവി അറിയാൻ വരുന്ന ആളുകൾക്ക് എന്ത് ചെയ്യും? ഇത് പറഞ്ഞു കൊടുക്കും. അതുകൊണ്ടാണ് ജ്യോതിഷികളുടെ ചില പ്രവചനങ്ങളൊക്കെ ശരിയായിട്ട് വരുന്നത് എന്നുള്ളതാണ് മുഹമ്മദ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ അങ്ങനെ കട്ട് കേൾക്കാനിരിക്കുന്ന ഈ ജിന്നുകളെ അള്ളാഹു നക്ഷത്രം പെറുക്കി എറിയും. അതാണ് ഈ കൊള്ളിയാൻ എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഈ ആകാശം എന്ന് പറയുന്നത് എവിടുന്ന് കിട്ടി? ഇത് ബൈബിളിലുള്ള ആകാശമാണ്. ബൈബിളിൽ സമാനമായ ആകാശമുണ്ട്. ബൈബിളിൽ ഒരു വിധാനമാണ് ആകാശം. അതേ വിധാനം തന്നെയാണ് ഈ ഖുറാനിലും അല്ലെങ്കിൽ ഇസ്ലാമിലുള്ള ആകാശം. അതുപോലെ 7 ആകാശം എവിടുന്ന് കിട്ടി? അത് ബാബിലോണിയൻ മിത്താണ്. ബാബിലോണിയൻ സൃഷ്ടികഥയിൽ 3 മുതൽ 7 വരെ ആകാശങ്ങളുള്ള ഒരു ചിത്രീകരണമാണ് നമുക്ക് കാണാൻ പറ്റുക. അതും ദൃഢമായ ആകാശമാണ്. വാതിലൊക്കെ ഉണ്ട്. ഈ ഇസ്ലാമിലെ ആകാശത്തിനും വാതിലൊക്കെ ഉണ്ട്. ഓരോ വാതിലിനും കാവൽക്കാരായിട്ട് മലക്കുകളും ഉണ്ട്. ഓക്കെ, അവസാനിച്ചോ? കൺക്ലൂഡ് ചെയ്തു. ഓക്കെ, ബാക്കി അടുത്ത സെഷനിൽ പറയാം. അപ്പോൾ ഈ ഖുറാനിലെ ആകാശം എന്ന് പറയുന്നത് 7 തട്ടുകളുള്ള ഒരു ആകാശമാണ്. അത് ബാബിലോണിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. നല്ല ഉറച്ച ദൃഢമായ ആകാശമാണ്. ഡോറുകളുണ്ട്. ഓരോ ഡോറിനും മലക്കുകൾ കാവലുണ്ട്. മറ്റേ നമ്മുടെ മുഹമ്മദ് നിസ്കാരം മേടിക്കാൻ പോയപ്പോൾ ഉള്ള ആ കഥ അറിയാവുന്നവർക്ക് അറിയാം. ഓക്കെ, ബാക്കി അടുത്ത സെഷനിൽ കൺക്ലൂഷൻ സെഷനിൽ പറയാൻ വിചാരിക്കുന്നു. താങ്ക് യു. ഓക്കെ, തലോടി കേൾക്കുന്നില്ലേ? ഹാൻഡ് റൈസിംഗ് ഓപ്പൺ ആക്കിക്കോളൂ. എന്നിട്ട് ഒരു തലോടി തന്നെ ആളുകൾ അക്സെപ്റ്റ് ചെയ്തോളൂ. രണ്ടാളും കൂടെ അക്സെപ്റ്റ് ചെയ്തിട്ട് കൺഫ്യൂഷൻ ആവണ്ട. അപ്പോൾ നമുക്ക് ഹാൻഡ് റൈസിംഗ് ഓപ്പൺ ആക്കാം. അപ്പോൾ ചോദ്യകർത്താക്കൾ ശ്രദ്ധിക്കുക, കഴിയുന്ന സ്റ്റേറ്റ്മെന്റുകളിലേക്ക് പോകാതെ അതിൽ ചോദ്യമായി തന്നെ ഫ്രെയിം ചെയ്ത് ഒരു മിനിറ്റ് കൊണ്ട് ചോദ്യം ചോദിക്കുക. അപ്പം തലോടി തന്നെ അക്സെപ്റ്റ് ചെയ്തോളൂ കേട്ടോ. നമുക്കത് ഈ രണ്ട് ചോദ്യങ്ങളാണ് നമ്മൾ സ്ട്രക്ചർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വന്ന ആളുകളോട് ചോദിക്കുക, ആരോടാണ് ചോദ്യം എന്നുള്ളത് ചോദിച്ച് കൺഫേം ചെയ്തതിന് ശേഷം ചോദ്യോത്തരം നമുക്ക് ആരംഭിക്കാം. അപ്പോൾ റഷാദാണ് ആദ്യം വന്നിട്ടിരിക്കുന്നത്. റഷാദിന്റെ ചോദ്യം ആരോടാണ്? ഒരു സെക്കൻഡ്, ഒരാൾ കൂടി വേണം. 4 പേരാണ്. തലോടി എടുത്തോളൂ, എന്നിട്ട് ഞാൻ ചോദിച്ചോളാം. റഷാദ് അല്ല, റഷാദ് നിസാർ പോയല്ലേ? എല്ലാവരോടും ചോദിക്കും. ആരോടാണ് ചോദ്യം? ഞാൻ ഫൈമിനോടാ. ഓക്കെ, മോയിൻ ഒരാളും കൂടി എൻട്രൻസ് ചെയ്യാൻ പറ്റും. നമുക്ക് പതിയെ നമുക്ക് തുടങ്ങി വെക്കാം. നല്ല സമയം കളയണ്ട. കാൻട്രസ് ചെയ്യുമ്പോൾ തലോടി എടുത്തോളൂ. അപ്പൊ റഷാദിന്റെ ചോദ്യത്തിലേക്ക് കിടക്കാം. റഷാദ് കഴിവതും ചുരുക്കി ചോദിക്കുക. നിഷാർ പോയോട് ചോദ്യം 1 മിനിറ്റ് ആട്ടോ. ചോദ്യം 1 മിനിറ്റ് ചോദിക്കണം. എനിക്ക് വലിയ ചോദ്യം ഒന്നുമില്ല, ചെറിയൊരു ചോദ്യം. ഇപ്പം ഖുറാന്റെ ക്രോഡീകരണമായിട്ട് സംബന്ധിച്ചപ്പോ ഖുറാന് ഡയറക്റ്റ് ആയിട്ട് ഇറക്കപ്പെട്ടൊന്നല്ല. മുഹമ്മദ് ഈ ഖുറാൻ കണ്ടിട്ടില്ല. മാത്രമല്ല, ഇത് ഖുറാൻ ഇങ്ങനെ ക്രോഡീകരിക്കണമെന്നുള്ള ആശങ്ക വന്നതിന് മുഹമ്മദിന്റെ കാലശേഷമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് ക്രോഡീകരിക്കേണ്ടതെന്നുള്ളത് സഹാബിമാർക്ക് വന്ന ഒരു ആശങ്കയാണ്. യുദ്ധത്തിന്റെ വാറ് കഴിഞ്ഞപ്പോ ഈ ഹാഫിളുകളായിട്ടുള്ള ആൾക്കാർ മരിച്ചു. അപ്പൊ ഇത് ക്രോഡീകരിക്കേണ്ട. അപ്പൊ ഇതിന്റെ തലക്കെട്ട് തീരുമാനിച്ചതും ഇതിലെ ആയത്തുകള് കാണാപ്പാടം പഠിച്ചവരെ മറ്റേ ഈ നമ്മുടെ ഈ എഴുതി വെക്കുന്ന ആളുടെ പേര് പറഞ്ഞു, സോറി. അവര് എന്തായാലും ഇതല്ല ചോദ്യം. ഞാൻ പറഞ്ഞത് ഈ ഖുറാൻ മുഹമ്മദ് കണ്ടിട്ടില്ല. അപ്പൊ ഇതിലുള്ള പല നിർദ്ദേശങ്ങളും ഓരോരുത്തർ വെച്ചതാണ്. അപ്പൊ ഇവര് തലക്കെട്ട് കൊടുത്തതൊക്കെ ഇവരെ സൗകര്യത്തിനാണ്. പിന്നെ ചോദ്യം ഇതാണ്, ഈ തോറയിൽ ഇങ്ങനെ കൈകടത്തൽ ഉണ്ടായിട്ടുണ്ട്. ഇത് പല കൈകടത്തലും ഇതിൽ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഈ എന്താണ് കടത്തിയത്, എവിടെയാണ് കടത്തിയത്, ഇതിനെന്താണ് നിങ്ങൾ മുസ്ലിങ്ങൾ പറയുന്ന അല്ലാത്ത എന്തെങ്കിലും തെളിവുകൾ ഇതിനുണ്ടോ? എന്തൊക്കെയാണ് അവർ കടത്തിയിട്ടുള്ളത്? ഇതാണ് എന്റെ ചോദ്യം. പിന്നെ ടൈം നോക്കണേ. ഒന്ന് എന്താന്ന് പറഞ്ഞാൽ ഇത് വിഷയമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധമില്ലാത്ത, അതായത് നമ്മുടെ ഫഹീമും വെനീസിലെ വ്യാപാരിന്റെയും അതേപോലെ നല്ല ആകാശത്ത് നിന്ന് നക്ഷത്രങ്ങൾ എറിയുന്നില്ലെന്നും ഫഹീമ് സംസാരിച്ച അതേ റൂട്ടിൽ തന്നെയാണ് നമ്മുടെ സുഹൃത്തിന്റെ ചോദ്യവും വരുന്നത്. വിഷയമായിട്ട് യാതൊരു ബന്ധവുമില്ല. നമ്മളൊരു 5 പോയിന്റ് പറഞ്ഞ 5 പോയിന്റിൽ കുറെ കാര്യങ്ങൾ, കുറെ സംഭവങ്ങൾ. ആള് വെനീസിലെ വ്യാപാരി അതുപോലെ ആകാശത്ത് നിന്ന് ഇത് എറിഞ്ഞില്ലേ, ആകാശം ബഹിരാകാശമില്ലേ, ഇതൊക്കെയാണ് ചോദ്യങ്ങൾ തുടങ്ങിയാല്. പിന്നെ കുറെ ആരോപണങ്ങൾ. ഇത് നമ്മളൊരു 5 പോയിന്റ് എടുത്തിട്ട് 5 പോയിന്റിനെ നമ്മൾ അത് ശാസ്ത്രീയമായിട്ട് എങ്ങനെയാണെന്നുള്ളതല്ല നമ്മൾ കണ്ടെത്തേണ്ടത്. വിശുദ്ധ ഖുർആന്റെ ക്രോഡീകരണമായിട്ട് ബന്ധപ്പെട്ട് ഇത് ഇവിടുത്തെ സബ്ജക്റ്റേ അല്ല. എന്നാലും ഒരു വരിയിൽ കുറച്ച് കാര്യങ്ങൾ പറയാൻ പറ്റുന്നത് പറയാം. അതായത് വിശുദ്ധ ഖുർആന്റെ ക്രോഡീകരണം എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ അല്ലാഹു സംരക്ഷിച്ചിട്ടുള്ള ഒരാൾക്കാരുടെ ഹൃദയത്തിലാണ്.
അതിനിപ്പോൾ ക്രോഡീകരിച്ചാലും ശരി ക്രോഡീകരിച്ചില്ലെങ്കിലും ശരി അത് നിലനിന്ന് പോകും. അതിന് ഒരാളെ ഉള്ളുവെങ്കിൽ അത് പലരിലേക്ക് അത് എത്തും. ഇന്ന് അൽഹംദുലില്ലാ 200 മില്യൺ ആൾക്കാർ ഇന്ന് ബൈഹാർട്ടാണ് ലോകത്ത് മൊത്തത്തിൽ. 200 മില്യൺ ആൾക്കാർ ബൈഹാർട്ടായിരിക്കുന്ന ഒരേ ഒരു ഗ്രന്ഥം, ലോകത്തുള്ള ഒരേ ഒരു ഗ്രന്ഥം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനാണ്. അതിന് വിശുദ്ധ ഖുർആന്റെ അമാനുഷികതയ്ക്ക് നമ്പർ 1 തെളിവാണ്. പിന്നെ ബൈബിള് എന്ന് പറയുന്ന ബൈബിള് തിരുത്തിയത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനാണ് റഷാദ് ചോദിക്കുന്നത്. അത് ഇവിടെ ഫൈം ഇടയിലിടയിൽ ഞാൻ പറഞ്ഞു എന്നാ. അതെ ഓക്കെ, തോറ അതെ ഇന്ന് കാണുന്ന ബൈബിളിലാണ് തോറയുള്ളത് യഥാർത്ഥത്തിൽ. നിങ്ങൾ ഇടയിൽ മൈക്ക് എടുക്കണം. ഓക്കെ, അപ്പൊ തോറ എങ്ങനെ തിരുത്തി എന്നുള്ളതാണ് ചോദിക്കുന്നത്. എന്നിട്ട് ഫഹീം ഇവിടെ സംസാരത്തിൽ എന്നോട് പറഞ്ഞു വന്നിട്ട് പോയ വിഷയം എന്ന് പറഞ്ഞാൽ ബൈബിള് കൈ കടത്തിയെന്ന് ഞാൻ പറഞ്ഞതല്ല. യെരമ്യാ പ്രവാചകന്റെ 8:8 യെരമ്യാ പ്രവാചകൻ പറയുന്നതാ, ഞാനല്ല അത് പറയുന്നത്. തോറക്കകത്ത് തന്നെ, അതായത് ഇതേ പറഞ്ഞ പഴയ നിയമത്തിനകത്ത് തന്നെ യെരമ്യാ പ്രവാചകൻ ആ സമൂഹത്തോട് പറയുന്നത്. യെരമ്യാ പ്രവാചകന്റെ 8:8 നിങ്ങളുടെ കള്ള കൈയെഴുത്തുകോൽ കൊണ്ട് നിങ്ങൾ ന്യായ പ്രമാണത്തെ വ്യാജമാക്കി. ഞാൻ റെഫറൻസ് ആണല്ലോ, ഇനിയിപ്പോ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടില്ല. അപ്പൊ അതിന്റെ തെളിവുകൾ യഥാർത്ഥത്തിൽ അവർ തിരുത്തിയിട്ടുണ്ടെന്നുള്ളത്. പിന്നെ നിങ്ങൾ നോക്കൂ, പുതിയ നിയമം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ വചനമാണോ? മത്തായി സുവിശേഷത്തിനകത്ത് മത്തായി പറയുന്നു എന്താണ്? യേശു ക്രിസ്തു ദൈവത്തിന്റെ സുവിശേഷം പ്രഘോഷിച്ചു നടന്നു. ആര്? യേശു ക്രിസ്തു ദൈവത്തിന്റെ സുവിശേഷം പ്രഘോഷിച്ചു നടന്നു. അപ്പൊ യേശു ക്രിസ്തുവിന്റെ പിന്നെ മത്തായിയുടെ സുവിശേഷവും മാർക്കോസിന്റെയും ലൂക്കോസിന്റെയും യോഹന്നാന്റെയും സുവിശേഷത്തിന് അപ്പുറത്ത് യേശു ക്രിസ്തുവിന്റെ ഒരു സുവിശേഷമുണ്ട്. അതെവിടെ? യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് ചില ഭാഗങ്ങൾ നിങ്ങൾ കാണാം. അതായത് മൊത്തം 4 സുവിശേഷങ്ങളിൽ നിന്നും എടുത്താൽ നമുക്ക് ഒരു ന്യൂസ് പേപ്പറിന്റെ വലിപ്പത്തിൽ എഴുതി വെക്കാൻ പറ്റുന്നത് മാത്രമേ യേശു ക്രിസ്തുവിന്റെ റെഡ് ലെറ്റർ കിട്ടുള്ളൂ. റെഡ് ലെറ്റർ ബൈബിൾ എന്ന് പറഞ്ഞൊരു ബൈബിൾ തന്നെ ഉണ്ട്. അതിനെന്താ യേശു ക്രിസ്തു പറയുന്ന മാത്രം റെഡ് ലെറ്ററിൽ കൊടുത്തിരിക്കുന്നത്. അത് മൊത്തം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം 3 വർഷം പ്രഘോഷണം ചെയ്തു എന്ന് പറയുന്നതിൽ നിങ്ങൾക്ക് മൊത്തം ഒരു ന്യൂസ് പേപ്പറിന്റെ അല്ലെങ്കിൽ ഒരു 2 A4 ഷീറ്റ് എടുത്താൽ എഴുതി തീർക്കാൻ പറ്റുന്ന സാധനമേ ഉള്ളൂ. അത്രയാണോ യേശു ക്രിസ്തു ചെയ്തത്? അപ്പൊ ബാക്കിയുള്ളത് ഇവിടെ. അപ്പോ സ്വാഭാവികമായിട്ടും തന്നെ അവിടെ യോഹന്നാന്റെ സുവിശേഷമോ മത്തായിയുടെ സുവിശേഷമോ മാർക്കസിന്റെ സുവിശേഷമോ ലോക്കോസിന്റെ സുവിശേഷമോ അല്ല ദൈവത്തിന്റെ വചനം. അപ്പൊ കൈകടത്തിന്റെ തെളിവുകൾ ഈ പറഞ്ഞ യെരമ്യാ പ്രവാചകന്റെ വാദത്തിൽ നിന്നും യേശു ക്രിസ്തുവിന്റെ പുതിയ നിയമത്തിൽ നിന്ന് തന്നെ വളരെ കൃത്യമായിട്ട് വ്യക്തമാണ്. അത്രയാണ് അദ്ദേഹത്തോട് ആ വിഷയത്തിൽ പറയാനുള്ളത്. ഓക്കെ. നമുക്ക് ഇനി അടുത്ത വലിയൊരു സംവാദവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കണമെന്നൂടെ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു. അപ്പം BKPക്കാണ് അടുത്ത ചോദ്യം ചോദിക്കാനുള്ള അവസരം. ഫഹീമിനോട് ചോദിക്കണം. അതായത് ഫഹീം നടത്തിയ കൗണ്ടറിൽ ഒന്നും ഒരു തൃപ്തികരമായ ഒരു മറുപടി ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എങ്കിലും എനിക്ക് തീരെ ഒട്ടും തൃപ്തികരമില്ലാത്ത ഒരു മറുപടി എന്ന് പറയുന്നത് അബൂലഹബിന്റെ കാര്യത്തെ കുറിച്ച് പറഞ്ഞതാണ്. അബൂലഹബിന്റെ കാര്യത്തിൽ ഖുർആൻ നടത്തിയ ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ്, ആ സ്റ്റേറ്റ്മെന്റ് അതിന് ശേഷം അബൂലഹബ് എത്രയോ കാലം ജീവിച്ചിരുന്നു. അറ്റ്ലീസ്റ്റ് പിന്നെ എന്താ പറയാ, ഈ പറയുന്ന ഖുർആൻ കളവാണെന്ന് വരുത്തി തീർക്കാനെങ്കിൽ ഒരു കളവിന് വേണ്ടിയിട്ടെങ്കിലും അബൂലഹബ് ഞാൻ മുസ്ലിമായി അല്ലെങ്കിൽ ഞാൻ വിശ്വസിച്ചു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ ഖുർആൻ ഇന്നും കോടാനുകോടി ആളുകൾ അത് പിന്നെ എന്താ പറയാ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട്. എത്രയോ കോടാനുകോടി മനുഷ്യന്മാർ അത് പാരായണം ചെയ്യുന്നു. ചോദ്യത്തിലേക്ക് പറഞ്ഞു. അത് ഞാൻ ചോദ്യത്തിലേ വരുന്നത്. അപ്പം എന്തുകൊണ്ടാണ് ഈ ഒരു പിന്നെ മറുപടി കൃത്യമായിട്ട് ഫഹീമിന് പിന്നെ പറയാൻ വേണ്ടി പറ്റാത്തത് എന്റെ ചോദ്യം. എന്താണ് അതായത് അതിനും കൃത്യമായിട്ടൊരു മറുപടി, തൃപ്തിയുടെ ഒരു മറുപടി കിട്ടിയിട്ടില്ല. എന്തുകൊണ്ടാണ് അത് പറയാൻ പറ്റാത്തത്? ഓക്കെ, ഫഹീമ ചോദ്യം വ്യക്തമല്ലേ? ചോദ്യം ഏകദേശം വ്യക്തമാണ്, എന്നാലും പറയാം. ഓക്കെ, അതിൽ പറഞ്ഞിട്ടുള്ളത് അബൂലഹബിനെ ശപിച്ചുകൊണ്ട് അള്ളാഹു അവതരിപ്പിച്ച ആയത്ത്. അതായത് അള്ളാഹു ദേഷ്യം വന്നു. അള്ളാഹു അബൂലഹബിന്റെ ഭാര്യയെയും ശപിക്കുകയാണ്. അതായത് നിന്റെ കൈകൾ നശിച്ചു പോട്ടെ, നിന്റെ മക്കൾ നിനക്ക് ഗുണം പിടിക്കാണ്ടായിപ്പോട്ടെ, നിന്റെ ഭാര്യയും പണ്ടടങ്ങിപ്പോട്ടെ, നിന്റെ ഭാര്യയുടെ കഴുത്തിൽ ഒരു എന്താ പറയാ ഒരു ഈന്തപ്പന നാര് കൊണ്ടുള്ള ഒരു കയറുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അബൂലഹബിനെ ശപിക്കുകയാണ്. അത് അമാനുഷികമാണെന്നാണ് നമ്മുടെ ഇവിടെ അവതരിപ്പിച്ച് കേട്ടത്. അമാനുഷികമാണോ അത്? അത് തികച്ചും മാനുഷികമല്ലേ? അത് ഞാൻ വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. കാരണം എന്താണ്? മനുഷ്യന് മാത്രമുള്ള, അതായത് മനുഷ്യന് ഉൾപ്പെടെയുള്ള ജീവികൾക്ക് വരുന്ന ഒരു വികാരമാണ് കോപം. എന്തുകൊണ്ട് കോപം വരുന്നു? കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് കോപം വരുന്നു? നിരാശയിൽ നിന്ന്. അതായത് നമ്മളൊരു കാര്യം ഉദ്ദേശിക്കുന്നു, അത് നടക്കുന്നില്ല, കോപം വരും അല്ലേ? നമ്മളൊരു കാര്യം പറയുന്നു, നമ്മളൊരാളെ അനുസരിക്കുന്നില്ല. ചിലപ്പോൾ ആരെങ്കിലും നമ്മളൊരു കാര്യം ആവശ്യപ്പെട്ടിട്ട് അതിന് വിപരീതം ചെയ്യുന്നു, അപ്പൊ നമുക്ക് കോപം വരും. കാരണം എന്താണ്? മനുഷ്യൻ എന്നുള്ള നിലക്ക് നമുക്ക് പരിമിതികളുണ്ട്. അവരുടെ തലച്ചോറിനകത്ത് കയറി അവരെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടത്തിയെടുക്കാനായിട്ട് മനുഷ്യന് കഴിയില്ല. മനുഷ്യന് മാത്രമല്ല മറ്റൊരു ജീവികൾക്കും അത് കഴിയില്ല. മനുഷ്യന്റെ കാര്യം മാത്രം തൽക്കാലം പറയാം. അപ്പൊ മനുഷ്യന് സ്വാഭാവികമായിട്ട് ദേഷ്യം വരും. പക്ഷേ ഇവിടെ വിശ്വാസികൾ അവതരിപ്പിക്കുന്ന ദൈവം എന്ന് പറയുന്നത് എന്താണ്?
എല്ലാത്തിനും കഴിവുള്ള ഒരു സംഭവമാണ് ദൈവം. സർവജ്ഞാനിയാണ്, സർവശക്തനാണ്. സർവ്വവ്യാപിയാണോ മറ്റേ ഇസ്ലാമിന്റെ ദൈവം എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എന്നാലും സർവജ്ഞാനിയും സർവശക്തനുമായിട്ടുള്ള ഒരു ദൈവമാണ് ഇസ്ലാമിന്റെ ദൈവം. സർവശക്തൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാത്തിനും കഴിയണം, എല്ലാ കഴിവും ഉണ്ടായിരിക്കണം. അതായത് ഒരു കാര്യം വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടത്തിയെടുക്കാനായിട്ട് പറ്റണം. ഇപ്പോ ഈ അബ്ദുൽ ഉസ്സ എന്ന് പറയുന്ന വ്യക്തി ഒരു വിശ്വാസി ആകണമെന്ന് അള്ളാഹു വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അബ്ദുൽ ഉസ്സ വിശ്വാസി ആയിരിക്കണം. ഒരു വിശ്വാസി ആകണ്ട, അല്ലെങ്കിൽ തന്റെ ഇതിനെ എതിർക്കണം അബ്ദുൽ ഉസ്സ എന്നാണ് അള്ളാഹു തീരുമാനിച്ചതെങ്കിൽ അതും നടന്നിരിക്കണം. കാരണം അള്ളാഹു തീരുമാനിച്ചത് നടത്താനുള്ള കഴിവുള്ള സർവശക്തനാണ്. അങ്ങനെ തന്റെ തീരുമാനം നടപ്പിൽ വരുത്തുന്ന അള്ളാഹുവിന് എന്തിനാണ് കോപം? ഒരു ദൈവത്തിന് കോപം വരേണ്ട കാര്യം എന്താണ്? അത് ഇവിടെ ആരും വ്യക്തമായിട്ട് പറഞ്ഞു തന്നില്ല. സർവശക്തനും സർവജ്ഞാനിയുമായിട്ടുള്ള ഒരു എൻറ്റിറ്റിക്ക് കോപം വരേണ്ട കാര്യം എന്താണ്? കോപം മാനസികമാണ്. ആ കോപം വരുന്നത് കൊണ്ട് തന്നെ, ഈ വരികളിൽ നമുക്ക് കോപം കാണാനാവുന്നത് കൊണ്ട് തന്നെ ഈ വചനങ്ങളും അല്ലെങ്കിൽ ഈ വരികളും തികച്ചും മാനസികമാണ്. ഈ വരികൾ എന്ന് മാത്രമല്ല, ഖുർആനകത്തുള്ള സകലമായിട്ടുള്ള കാര്യങ്ങളും മാനുഷികമാണ്. മനുഷ്യൻ രചിച്ച വചനങ്ങൾ മാത്രമേ ഖുർആനിൽ നിന്ന് മാത്രമല്ല എല്ലാ പുസ്തകങ്ങളിലും ഉള്ളൂ. കാരണം പുസ്തകം എഴുതുക എന്ന് പറയുന്നത് മനുഷ്യൻ തുടങ്ങി വെച്ച, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ മനുഷ്യൻ മാത്രം ചെയ്യുന്ന, നമുക്ക് ഇന്ന് അറിയാവുന്ന അറിവ് വെച്ച് ഈ പ്രപഞ്ചത്തിൽ ഭൂമിയിൽ മനുഷ്യന് മാത്രം സാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ് പുസ്തകം എഴുതുക എന്ന് പറയുന്നത്. ഈ ലോകത്തുള്ള എല്ലാ പുസ്തകങ്ങളും മനുഷ്യൻ തയ്യാറാക്കിയതാണ്. അതല്ലാത്തൊരു പുസ്തകവും ഇല്ല. ദൈവികമാണ്, അമാനുഷികമാണെന്നൊക്കെ പറഞ്ഞു വരുന്നവർ അതിനനുസരിച്ചുള്ള തെളിവുകൾ കൂടി വെക്കാൻ ബാധ്യസ്ഥരാണ്. പക്ഷെ അത്തരത്തിലുള്ള തെളിവുകളൊന്നും ഇല്ല എന്നുള്ളതാണ് വസ്തുത. ഓക്കെ, താങ്ക് യു. അടുത്ത ചോദ്യം നിസാർ ബ്രോയാണ്. മോയിൻഖാൻ. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ തബ്ബത്ത് അബീലബി മത്തബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അദ്ദേഹത്തിന്റെ ഇരുകരങ്ങളും, അദ്ദേഹം പ്രതാപശാലിയായിരുന്ന അദ്ദേഹത്തിന്റെ കഴിവുകളും ശക്തികളും ഒക്കെ നശിച്ചു പോകും എന്നൊരു സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഖുർആൻ വെക്കുന്നുള്ളൂ. അതിലെവിടെയാണ് കോപത്തിന്റെ കാര്യം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതായത് വളരെ പ്രതാപത്തിൽ നിന്നിരുന്ന മനുഷ്യൻ അദ്ദേഹത്തിന്റെ എല്ലാ പ്രതാപങ്ങളും അവസാനിക്കും, നശിച്ചു പോകും എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഖുർആൻ വെക്കുന്നു എന്നപ്പുറത്ത് എന്ത് വേറൊന്നുമില്ല. പിന്നീട് അങ്ങനെയാണ് സംഭവിച്ച ആൾ ഒന്നുമല്ലാതായി തീർന്നു എന്നത് പിന്നീട് ചരിത്രത്തിൽ കാണുകയും ചെയ്തു. ഇതിനപ്പുറത്ത് എന്താണ് കോപിച്ചത് എന്ന് എനിക്ക് നിസാർ ബ്രോ ഒന്ന് പറഞ്ഞു തരണം. അതെ, അത് തന്നെയാണ്. അതായത് അബൂലഹബിനെ ശപിച്ചത് ഇവിടെ ഇദ്ദേഹം ആവർത്തിച്ച് പറയുന്നില്ല. അതായത് അബൂലഹബിനെ ശപിച്ചത് അമാനുഷികമാണ്. അത് ഇവിടെ എന്താ പറഞ്ഞാൽ നമ്മൾ അബൂലഹബിനെ ശപിച്ച വിഷയത്തിൽ അമാനുഷികമെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. അബൂലഹബിനെ ശപിച്ച്, അതായത് അബൂലഹബ് നരകത്തിലാണെന്നുള്ള ഒരു പ്രസ്താവന വിശുദ്ധ ഖുർആനിൽ വന്നു. അതായത് ഇസ്ലാം സ്വീകരിക്കാത്ത ഒരാളും, അവിടെയുള്ള എല്ലാവർക്കും അറിയാം ഇസ്ലാം എന്താണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ളതാണ് സ്വർഗത്തിന്റെ താക്കോല്. നരകത്തിൽ നിന്ന് ഒരു വ്യക്തി രക്ഷപ്പെടാനുള്ള താക്കോൽ ഇസ്ലാമിക വിശ്വാസ പ്രകാരം എന്താണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. ഈ സാധനം ഒരു പ്രാവശ്യം അബൂലഹബ് പറഞ്ഞാൽ എന്തായി? സ്വാഭാവികമായിട്ടും മുഹമ്മദിന്റെ ഈ ഗ്രന്ഥം തെറ്റാണ്, മുഹമ്മദിന്റെ ഈ പ്രത്യയശാസ്ത്രം തെറ്റാണ്, ഇതെന്താണ്, ഇത് മുഹമ്മദ് കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഒരു സാധനമാണ്, വെറുതെ തമാശക്ക് പറഞ്ഞാൽ മതി. അത് മാത്രമല്ല, ഈ ഇദ്ദേഹത്തെ പോലെ തന്നെ ഇസ്ലാമിനെതിരെ നിൽക്കുന്ന അബൂ സുഫിയാനെ പോലെയുള്ള ആൾക്കാരുണ്ടായിരുന്നു. അവര് പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു. ആ ഇസ്ലാം സ്വീകരിച്ച ഇതേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ്ദേഹത്തെ കുറിച്ചാണ് പറഞ്ഞിരുന്നെങ്കിൽ, അബൂ സുഫിയാനെ കുറിച്ചാണ് പറഞ്ഞിരുന്നെങ്കിലോ അവിടെ പ്രവചനം തെറ്റും. ഇവിടെ നടന്നതാണ്, അബൂലഹബ് ജീവിച്ചിരിക്കെ തന്നെ, സ്വന്തം പിതൃവ്യനായ അബൂലഹബ് ജീവിച്ചിരിക്കെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ഇറങ്ങാണ്. എന്താണ്, അദ്ദേഹത്തിന്റെ ഇരുകരങ്ങളും നശിച്ചിരിക്കുന്നു, അദ്ദേഹം നരകത്തിലാണ് എന്നുള്ള വിഷയം ഖണ്ഡിതമായിട്ട് വരികയാണ്. ഖണ്ഡിതമായിട്ട് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇദ്ദേഹം നേരത്തെ പറഞ്ഞ തമാശക്ക് പറഞ്ഞു എന്ന് പറഞ്ഞില്ല എന്നാണ്. തമാശക്ക് പറഞ്ഞു എന്ന് അങ്ങനെ തന്നെ പറഞ്ഞു. അതായത് നിങ്ങൾ എന്നെ നിങ്ങൾ തമാശ കളിക്കുകയാണോ എന്താണ്, അതായത് നിങ്ങളൊരു കളിയാക്കുകയാണോ, അത് മുഹമ്മദ് കളിയാക്കണം, എന്ത് ഈ പല തിരക്കുകളും കാര്യങ്ങളുടെ ഇടയിൽ ഇവിടെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ദൈവത്തെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, നിങ്ങൾ തമാശ പറയാണോ എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം സംസാരിച്ചത്. അങ്ങനെ ഒരു തമാശയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യില്ല, അബൂലഹബ് പിന്നീട് ശത്രു ആവേണ്ട കാര്യമില്ല. അബൂലഹബിന് ഈ പറഞ്ഞിരിക്കുന്ന വിഷയത്തിൽ അപ്പൊ പ്രത്യയശാസ്ത്രപരമായിട്ട് ബഹുദൈവ വിശ്വാസം ഇന്ന് നമ്മളെ ക്ലബ് ഹൗസിൽ കാണുന്നതും ഈ പറഞ്ഞ നിരീശ്വരവാദികളുടെ ഇടയിലും യുക്തിവാദികളുടെ ഇടയിൽ കാണുന്ന അതേ വെറുപ്പും അറപ്പും, അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയൊക്കെ താറടിക്കുക, അതൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എത്ര നല്ല അവസരം കിട്ടിയാലും ആ അവസരം ഉപയോഗിക്കും. അവിടെ അബൂലഹബിന് ഒരിക്കൽ പോലും കഴിഞ്ഞില്ല. എന്താണ്, അതായത് ഇസ്ലാമിനെ തകർക്കാനുള്ള ടെസ്റ്റ് അവിടെ തന്നെ ലൈവായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകാണ്. എന്താണ്, അബൂലഹബ് ഇത് പറഞ്ഞാൽ മതി. അപ്പൊ അബൂലഹബിന് എന്താ വിവരമില്ലാണ്ടാണോ? അപ്പൊ അങ്ങനെയല്ല. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അത് കഴിഞ്ഞില്ല. അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അങ്ങനെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആൾക്ക് അയാൾ ഇസ്ലാം അത് സ്വീകരിച്ചിരുന്നെങ്കിലോ? അത് സ്വീകരിച്ചിട്ടില്ല, അബൂ സുഫിയാൻ സ്വീകരിച്ചു. അപ്പൊ ഇവിടെ മൊയിൻ ചോദിക്കുന്ന ചോദ്യം എന്താന്ന് പറഞ്ഞാൽ, ഈ കോപം കൊണ്ട് പറഞ്ഞാണോ?
അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല കോപം കൊണ്ട് എന്നുള്ള അർത്ഥത്തിലല്ല. അള്ളാഹു കോപിക്കും, ഇല്ലാന്ന് ആരും പറഞ്ഞിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഈ പറഞ്ഞിരിക്കുന്ന കാരുണ്യവാനാണ്. ഞാൻ നേരത്തെ അതിന് ഉത്തരം പറഞ്ഞു, ഫഹീമിനോട് ഉത്തരം പറഞ്ഞു. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ബിറ്ററായിട്ട്, ഏറ്റവും കഠിനമായിട്ട് ശിക്ഷിക്കുന്നവനും കൂടിയാണ്. ഏറ്റവും കഠിനമായിട്ട് ശിക്ഷിക്കുന്നവനാണ്. അതും ആട്രിബ്യൂട്ടിലുള്ളത് തന്നെയാണ്. അപ്പൊ ആട്രിബ്യൂട്ടിലുള്ളത് കൊണ്ട് തന്നെ അത് സ്വാഭാവികമായിട്ടുള്ളത്. അതിനെ ഞങ്ങൾ ഇവിടെ പറഞ്ഞത് അബൂലഹബിനെ പിന്നെ ശപിച്ചത് അമാനുഷികമൊന്നല്ല. അബൂലഹബ് ആ വിഷയം ആൾ ചോദിക്കുന്നതാണ്. നമ്മൾ ശപിച്ചു എന്ന് പറയുന്ന വിഷയം പറഞ്ഞിട്ടില്ല, ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു അദ്ദേഹം നരകത്തിലാണ് എന്ന് പറയുന്ന ഒരു ഖണ്ഡിതമായ ഒരു കാര്യം. ഇസ്ലാമിക വിശ്വാസപ്രകാരം അയാൾ നരകത്തിലാണ്. അപ്പൊ അതിൽ നിന്ന് അതിനെതിരെ അദ്ദേഹത്തിന് യാതൊന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന് ഇസ്ലാം സ്വീകരിക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ വായ കൊണ്ടുപോലെ അത് പറയാൻ പറ്റിയില്ല എന്നുള്ള വാദമാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, താങ്ക് യു. ഓക്കെ. നമുക്ക് ഇനി ഒരു ചോദ്യമാണ് അവശേഷിക്കുന്നത്. അത് ഫഹീമിനോടുള്ള ചോദ്യമാണ്. രണ്ട് പേരുണ്ട് അതില്, ആരോടൊക്കെ ചോദിക്കുന്നത്. രണ്ടുപേരോട് കാണുന്നു, രണ്ടുപേര് കാണുന്നുണ്ട്. പക്ഷെ ആദ്യം വന്ന് കുട്രിക്ക് ആയതുകൊണ്ട് കുട്രിക്കിന്റെ ചോദ്യം ആരോടായിരുന്നു? ഇനിയിപ്പം ഫഹീമിനോടുള്ള ചോദ്യമാണ് അവശേഷിക്കുന്നത്. കുട്രിക്ക് ഫഹീമിനോട് അല്ലെങ്കിൽ എനിക്കത് സർവനോടാണ് ചോദിക്കുന്നത്. പക്ഷെ ഞാൻ വേണമെങ്കിൽ അത് ഫഹീമിലേക്ക് തിരിച്ചുവിടാം. ചോദിക്കേണ്ടത് ഞാൻ ചോദിക്കാം. അല്ല, അത് അങ്ങനെയാണ്. ഞാനല്ലേ ആദ്യം വന്നത്. അല്ല, ആദ്യം വന്നതാണെങ്കിൽ താങ്കൾ നമ്മൾ മറ്റൊരാൾക്ക് സർവനോടുള്ള ചോദ്യം ഫഹീമിനോട് ചോദിക്കുന്നതിൽ ഒരു അപാകത ഇല്ലേ? അതൊരു കോമൺ ചോദ്യം എടുത്താൽ മതി. ഒരു അവസരം കൊടുത്തോളൂ. ഇനി ആരെയും കേറ്റാതിരുന്നാ മതി. ഫഹീമിനോട് ചോദിച്ചിട്ട് ഫഹീമിന്റെ പെർമിഷൻ. അങ്ങനെയാണെങ്കിൽ അബ്ദുൽ ലത്തീഫ് ഒരു കാര്യം പറയാം. അബ്ദുൽ ലത്തീഫ് ഫഹീമിനോട് ചോദിച്ചിട്ട് ഞാൻ വേണമെങ്കിൽ സർവർ ഇപ്പൊ പറഞ്ഞതുകൊണ്ട് ഞാൻ ഒരു സർവറിനോട് ചോദിക്കാം. ഓക്കെ, അങ്ങനെ ആയിക്കോട്ടെ. അബ്ദുൽ ചോദിച്ചു. ഒരു ചോദ്യം എക്സ്ട്രാ എടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, പറഞ്ഞോളൂ. അല്ല, ഒരു ചോദ്യം എക്സ്ട്രാ എടുക്കുമ്പോ ഒരു ചോദ്യം എനിക്ക് എക്സ്ട്രാ തരണം. അങ്ങനെയാണ്, ഒരാളും കൂടെ എടുത്തോളൂ തലോടി. യെസ്, ഒരാളെ കൂടി എടുക്കാം. ഓക്കെ. ആരെങ്കിലും ആണെങ്കിൽ ആൻഡ്രസിൽ ഒരു ചോദ്യത്തിന്. അബ്ദുൽ ലത്തീഫ് ചോദ്യം ചോദിച്ചോളൂ. ഞാന് ഫഹീമിനോട് എനിക്ക് പറയാനുള്ളത്, ആദ്യമായിട്ടായിരിക്കും ഒരാൾക്ക് 5 ആയത്തുകള് വെച്ച് തരുന്നത്. ആ ഒത്തിരി 5 ആയത്തുകൾ ലഭിച്ചിട്ട് പോലും ഒരു നല്ലൊരു ഡിബേറ്റ് നടത്താൻ ഞങ്ങള് ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. അല്ല, ഞാൻ പറയണം എന്തായാലും. ഓക്കെ, ഞാൻ പറയണം. സത്യത്തിൽ അത് വേണമായിരുന്നു. ഇവിടെ കറങ്ങി നടക്കുന്ന നേരം കൊണ്ട് അതിന് ശരി. അത് ഞാൻ ചോദിക്കുന്നത് ഇവിടെ പിന്നെ തോറയെ കുറിച്ച് പറഞ്ഞു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കയ്യിലുള്ള തോറയിൽ ഇന്ന കാര്യങ്ങളെല്ലാം നിഷിദ്ധമാണ് എന്ന് അവർ പറയുന്നുണ്ട്. എങ്കിൽ അവർ തോറ കൊണ്ടുവന്ന് വായിക്കൂ എന്ന് പറഞ്ഞെടുത്ത് അവരത് വായിച്ചില്ല എന്ന് പറഞ്ഞു. അവർ എന്തുകൊണ്ട് വായിച്ചില്ല എന്നുള്ളതിന് ആണ് പറയേണ്ടത്. അത് അവർ ചുമ്മാ അങ്ങനെ വായിച്ചില്ല എന്നുള്ളതാണ് പിന്നെ ഫഹീം പറഞ്ഞത്. തീർച്ചയായിട്ടും അവരെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ തുടക്കത്തിൽ ഉണ്ടാകുന്ന ആളുകൾ അതിനെ എങ്ങനെ എതിർക്കാൻ കഴിയുന്നു ആ രീതിയിലെല്ലാം അവർ ശക്തമായിട്ട് അതിനെതിരെ പിന്നെ അവരുടേതായിട്ടുള്ള രീതിയിൽ അതിനെ എതിർക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ അവർ ചുമ്മാ വായിച്ചില്ല എന്ന് ഫഹീം പറയാനുള്ള കാരണം എവിടെ നിന്നാണ് ഫഹീമിന് അങ്ങനെ ഒരു അറിവ് കിട്ടിയത്? ഉണ്ടായിട്ടും അവർ വായിക്കാതിരുന്നതാണ്. ഇനി അവരുടെ ഗ്രന്ഥങ്ങളിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതിന് മുസ്ലിങ്ങളുടെ വാദമല്ല. ഇവിടെ നിസാർ ബ്രോ പറഞ്ഞു ജെറമിയ പ്രവാചകന്റെ 8-ാം അധ്യായത്തിലെ 8-ാമത്തെ വചനമാണ്. ജെറമിയ ഒരു പ്രവാചകനാണ് അവരോട് പറയുന്നത്, നിങ്ങൾ ജ്ഞാനികൾ ഞങ്ങളുടെ കയ്യിൽ ന്യായപ്രമാണമുണ്ട് എന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് അവകാശം? നിങ്ങളുടെ കള്ളക്കൈയെടുത്തുകോൾ അതിനെ വ്യാജമാക്കിയിരിക്കുന്നത് ഞങ്ങളുടെ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ആരോപണമല്ല, ബൈബിൾ പറയുന്ന പ്രവാചകന്റെ തന്നെ ആരോപണമാണെന്ന് താങ്കൾ മനസ്സിലാക്കാം. താങ്കൾ എവിടെ നിന്നാണ് അത്തരം ഒരു വാദം പറഞ്ഞത്? ചുമ്മാ പറഞ്ഞതാണോ എന്നാണ് എന്റെ ചോദ്യം. ചോദ്യമായിട്ട് അദ്ദേഹം ചോദിച്ചു ഇങ്ങനെയാണ്, അത് എന്തുകൊണ്ട് വായിച്ചില്ല എന്ന് പറഞ്ഞതിന് താങ്കൾ വ്യക്തമായ ഉത്തരം പറഞ്ഞില്ല എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ചുമ്മാ താങ്കൾ അങ്ങനെ പറഞ്ഞതാണല്ലോ ആധികാരികമായിട്ട്. ഉത്തരം പറയണം. പറഞ്ഞോട്ടെ, ഇനി പറഞ്ഞോട്ടെ. അതായത് ഇനി ഇടപെടണ്ട. ഓക്കെ, ഈ വായിച്ചില്ല എന്ന് പറയുന്നതും, അതായത് വായിക്കാൻ ആവശ്യപ്പെട്ടു എന്നിട്ട് ജൂതന്മാർ ഇത് വായിച്ചില്ല എന്നൊക്കെ പറയുന്നത് നമുക്ക് എവിടെ നിന്നാണ് നമുക്ക് കാണാൻ പറ്റുക? അത് ഇസ്ലാമിക സാഹിത്യത്തിൽ മാത്രമേ ഉള്ളത്. അതിന് വേറൊരു ചരിത്രരേഖയും ഇല്ല. ഓക്കെ, അതായത് ജൂതന്മാരോട് ഇങ്ങനെ പറഞ്ഞു എന്നും ജൂതന്മാര് അത് വായിച്ചില്ല, അതിന്റെ കാരണം പിന്നീട് അതിൽ കൈകടത്തലുണ്ടായി. ഇപ്പൊ നമ്മളത് ആ പുസ്തകത്തിൽ കാണുന്ന, അതായത് ലേവ്യ പുസ്തകത്തിൽ കാണുന്ന വചനങ്ങൾ പിന്നീട് കൈകടത്തിയതാണ് എന്ന് പറയാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൽ കൈകടത്തലുണ്ട് എന്ന് പറയാൻ വേണ്ടി മുമ്പോട്ട് വെക്കുന്ന ഒരു സാധനമാണ് അവർ വായിച്ചില്ല എന്ന് പറയുന്നത്. ഈ വായിച്ചില്ല എന്ന് പറയുന്നതിന് ചരിത്രപരമായിട്ട് ഖുറാനിലല്ലാത്ത വേറെ എന്ത് തെളിവാണുള്ളത്? അതിന് ഈ ജെറമിയ പ്രവാചകന്റെ സാധനം എടുത്തു വരുന്നുണ്ട്. അതിൽ ഈ സാധനമാണ് കൈകടത്തിയത് എന്ന് തെളിയിക്കാൻ പറ്റുന്ന എന്ത് കാര്യമാണ്? ഒന്ന് മ്യൂട്ട് ചെയ്യോ തലോടി?
ഈ വചനങ്ങളാണ് കൈ കടത്തിയത് എന്ന് പറയാനുള്ള എന്ത് തെളിവാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കൈ കടത്തി എന്ന് പറയുന്ന ആ വാദത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ആണ് ഈ തരത്തിലുള്ള ഒരു എന്താ പറയാ ഈ വചനത്തെ നിങ്ങൾ എടുത്തുകൊണ്ടുവരുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ കയ്യിലുള്ള ചരക്ക് സൂപ്പറാണ് എന്നറിയിക്കാനായിട്ട് മറ്റേ ചരക്ക് കുറച്ച് മോശമാണ് എന്ന് പറയുന്ന ഒരു കച്ചവട തന്ത്രം മാത്രമാണ്. ജൂതന്മാർക്ക് തോന്നി എന്തുകൊണ്ട് ഇത് കാണിക്കണം, ജൂതന്മാർ എന്തുകൊണ്ട് ഇത് കാണിക്കണം, ഇനി ജൂതന്മാർ കാണിച്ചിട്ടില്ല എന്നുള്ളതിന് നമുക്ക് എന്താണ് തെളിവുള്ളത്? ഈ ഖുറാനകത്ത് പറഞ്ഞ കാര്യം മാത്രമേ ഉള്ളൂ. ഖുറാനകത്ത് കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞു, അവരതിന് തയ്യാറായില്ല എന്ന് പറയുന്നു. അതല്ലാത്ത വേറൊരു തെളിവില്ല. ക്ലിയർ ആയി എന്ന് കരുതുന്നു. അതായത് ഖുറാനിൽ മാത്രം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്, ഈ ജൂതന്മാരോട് ഇങ്ങനെ ചോദിച്ചു, അല്ലാണ്ട് വേറെ ചരിത്ര രേഖയൊന്നുമില്ല. ജൂതന്മാർക്ക് തോന്നിയിട്ടുണ്ടാകണം, അവർ കാണിച്ചിട്ടില്ല, അത്രേ ഉള്ളൂ. എന്തിനിത് മുഹമ്മദിനെ കാണിക്കണം എന്നവർ ചിന്തിച്ചാൽ അവർ മറ്റേ കുറ്റം പറയാൻ പറ്റും അവരെ? മുഹമ്മദ് എന്ന് പറയുന്ന ഒരു അന്യമതസ്ഥന് ഞങ്ങളുടെ വേദഗ്രന്ഥം വായിച്ചു കേൾപ്പിക്കേണ്ട കാര്യം എന്താണ് എന്ന് ജൂതന്മാർ കരുതിയിരുന്നെങ്കിൽ അവരെ കുറ്റം പറയാൻ എന്ത് കാര്യമുണ്ട്? കാരണം അവർ വളരെ എന്താ പറയാ, അവരുടെ മതം എന്ന് പറയുന്ന ഒരു രീതിയിൽ വളരെ കൺസർവേറ്റീവ് ആയിട്ട് പോകുന്ന ഒരു മതസമൂഹമാണ് ജൂതന്മാർ. അവരെന്തിന് ഇത് ഒരു അന്യമതസ്ഥനെ ഞങ്ങളുടെ വേദഗ്രന്ഥം വായിച്ച് കേൾപ്പിക്കണം, അതിന്റെ ആവശ്യമില്ല എന്ന് അവർ തീരുമാനിച്ചാൽ അതിൽ വേറെ എന്താണ് പറയാനുള്ളത്? ഒരു കുറ്റവും അതിനകത്ത് പറയാനില്ല. ഓക്കെ. പിന്നെ ഖുറാനകത്ത് തന്നെ, അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്, ഖുറാനകത്ത് തന്നെ ഇവർക്ക് യഹൂദന്മാർക്ക് എന്തുണ്ട്, ഈ ഭക്ഷണം നിഷിദ്ധമാക്കിയിരുന്നു എന്ന് പറയുന്ന ഒരു വചനമുണ്ട് ഖുറാനകത്ത് തന്നെ. അത് ഏതാണ് വചനം എന്നും കൂടി ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. 6:146 6:146 യഹൂദർക്ക് ഒട്ടകം വിലക്കിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതായത് കുളമ്പ് വിളർന്നതിനെ വിലക്കിയിട്ടുണ്ടായിരുന്നു എന്ന് 6:146 ഖുറാനകത്ത് തന്നെ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആ ഖുറാൻ എന്നെടുത്ത് മറിച്ചു വെക്കുക, എന്നിട്ട് തോറയിൽ കൈകടത്തലുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ഖുറാനിൽ കൈകടത്തലുണ്ടോ എന്നുള്ളത് എന്റെ വിഷയവുമല്ല. ഓക്കെ, അത് നിങ്ങളുടെ ഒരു അവകാശവാദം മാത്രമാണ് എന്ന് സൂചിപ്പിക്കുകയാണ് ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളത്. ഓക്കെ. ഇനി രണ്ട് ചോദ്യങ്ങളാണ് അവശേഷിക്കുന്നത്. ഗുഡ്രിക്കിന് നിസാർബോട് ചോദിക്കാം. ഓക്കെ, താങ്ക് യു. ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചായിരുന്നു, അപ്പൊ അതിന്റെ ഒരു എന്താണ് റിലേറ്റീവ് ആയിട്ടുള്ള ഒരു സാധനം പറഞ്ഞുകൊണ്ട് ഞാൻ ചോദ്യത്തിലേക്ക് വരാമെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ നമ്മുടെ വേൾഡ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം 800 കോടി ജനങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പൊ നിസാർബോന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്തു വെച്ചാണ് ഈ ചോദ്യം നിസാർബോനോട് ചോദിക്കുന്നത്. 2 മില്യൺ ആളുകൾ ഇസ്ലാം വിശ്വസിക്കുന്നുണ്ട്, 2.4 മില്യൺ ആളുകൾ നമ്മൾ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്ത്യാനിറ്റി വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ ഇത് കൂടാതെ തന്നെ ഇപ്പൊ 2.4 മില്യൺ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 440 കോടി ജനങ്ങൾ ഈ സെമിറ്റിക് ആയിട്ടുള്ള ഈ 2 മതങ്ങൾ മാത്രമേ വെക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ 800 കോടി ജനങ്ങൾ എടുക്കുമ്പോൾ തന്നെ ബാക്കി 350 കോടിയോളം ജനങ്ങൾ മറ്റു വിശ്വാസങ്ങളിലോ അല്ലെങ്കിൽ വിശ്വാസമില്ലാത്ത രീതിയിലോ പോകുന്നു. സോ ഇത് പറയേണ്ട ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം പറഞ്ഞു 2 മില്യൺ ആളുകൾ ഖുറാൻ മനഃപ്പാഠമാക്കിയെന്ന്. ഇത് മനഃപ്പാഠമാക്കിയെന്ന് പറയുമ്പോൾ തന്നെ ഇതിന്റെ ഒരു പ്രസക്തമായിട്ടുള്ള കാര്യം, നമ്മള് ഇപ്പൊ ഇവിടെ പല ആളുകളും റഷാദാണ് ചോദ്യം ചോദിച്ചത്, ഇതെങ്ങനെയാണ് കൈകടത്തി അതായത് ഇവർക്ക് ഉള്ള ഇപ്പൊ ഇസ്ലാമിന്റെ തന്നെ ഇപ്പൊ ഈ ഖുറാൻ എന്ന് പറഞ്ഞാൽ മാനുഷികമാണോ എന്ന് പറഞ്ഞാൽ ഈ ഗ്രന്ഥത്തിന്റെ മുമ്പുള്ള ഗ്രന്ഥത്തിൽ കൈകടത്തി എന്ന് പറയുന്നു. അപ്പൊ അതുപോലെ തന്നെ തിരിച്ച് ഇപ്പൊ ഇത് മനഃപ്പാഠമാക്കിയ ഒരു സാധനമാണ് ഇസ്ലാമിന്റെ ഖുറാൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്റെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യം, എന്തുകൊണ്ട് ആണ് ഇതിന് മുൻപ് ഇറക്കിയ വേദഗ്രന്ഥം മനഃപ്പാഠമാക്കാൻ അള്ളാഹുവിന് പറ്റാവുന്നത്, അല്ലെങ്കിൽ അള്ളാഹുവിന് തെറ്റ് പറ്റിയോ എന്നാണ് എന്റെ ചോദ്യം. താങ്ക് യു. ഓക്കെ. ഇത് വിഷയത്തിൽ നിന്നുള്ള ചോദ്യമല്ല ഇപ്പോഴും ഇവിടെ അതായത് നമ്മളോട് ചോദിക്കാൻ വന്നിരിക്കുന്ന ആൾക്കാരും അതേപോലെ നമ്മളോട് അവതാരകനും അതേപോലെ സഹസംവാദകനും ഇതുവരെ വിഷയം മനസ്സിലാക്കില്ല. അവര് ആകാശത്ത് നക്ഷത്ര എറിയലും ബാക്കിയുള്ള സംഭവങ്ങളും ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നത്. ചോദിക്കാൻ വന്നവരും ഇതേ ഔട്ട് ഓഫ് ടോപ്പിക്കിലാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, ഇവർക്ക് എന്തൊക്കെ ചോദിക്കാം. നമ്മളിവിടെ പെയിൻ റിസെപ്റ്റേഴ്സിനെ കുറിച്ചിട്ട് പറഞ്ഞു, അതേപോലെ ഹാർട്ട് സ്റ്റിഫനിങ്ങിനെ കുറിച്ചിട്ട് പറഞ്ഞു, പെയിൻ റിസെപ്റ്റേഴ്സിന്റെ 3 ഘട്ടങ്ങൾ പറഞ്ഞു, 3 ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി, തേർഡ് ഡിഗ്രി എന്ന് പറയുന്ന സംഭവങ്ങൾ പറഞ്ഞു. ഇതൊന്നും അല്ലേ ഓക്കെ. അപ്പൊ ഇത് രസകരമെന്ന് പറഞ്ഞാൽ ഇത് ഏറ്റവും കൂടുതൽ എത്രയോ പ്രാവശ്യം പറഞ്ഞു കൊടുത്ത വിഷയമാണ്. സമൂഹത്തിനകത്തും അതേപോലെ ക്ലബ് ഹൗസിനകത്തൊക്കെ ഒരുപാട് തവണ പറഞ്ഞു കൊടുത്ത വിഷയമാണ്. അത് വളരെ കൃത്യമായിട്ട് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നുണ്ട്. ഇതിനു മുമ്പ് വന്നിരിക്കുന്ന വേദഗ്രന്ഥങ്ങളും അതേപോലെ പ്രവാചകന്മാരും അതാത് സമൂഹങ്ങളിലേക്ക് മാത്രം അയക്കപ്പെട്ടവരാണ് അതാത് കാലഘട്ടത്തിൽ. അത് മനുഷ്യന്റെ നമുക്ക് ഇങ്ങനെ ലോജിക്കലായിട്ട് ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ ഘട്ടം ഘട്ടമായി വളരുന്നതനുസരിച്ച് അവിടെ വളർച്ചയുടെ പൂർണ്ണ സ്ഥിതിയിൽ എപ്പോഴാണോ വിശുദ്ധ ഖുർആൻ അവർക്ക് ആപ്റ്റ് ആവുന്നത് ആ സമയം വരെ അതിനു മുമ്പ് എല്ലാ സമൂഹങ്ങളിലും വേദഗ്രന്ഥങ്ങൾ വന്നിട്ടുണ്ട്. എന്നിട്ട് അവസാനത്തെ വേദഗ്രന്ഥം സ്വാഭാവികമായിട്ട് അങ്ങനെയല്ലേ, ഒരെണ്ണം അവസാനിക്കുകയാണെങ്കിൽ അത് മൊത്തം ലോക മനുഷ്യർക്കുള്ളതാവണമല്ലോ. ദൈവത്തിന്റെ വേദഗ്രന്ഥം എല്ലാ സമൂഹത്തിലും വന്നു കഴിഞ്ഞാൽ അവസാനത്തെ വേദഗ്രന്ഥം ആർക്ക് വരണം? മൊത്തം സമൂഹത്തിന് വരണം. അത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സമൂഹത്തിന് വരാൻ പറ്റില്ല. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ മാത്രം യാ യുഹന്നാസ് എന്ന് വിളിക്കുന്നത്.
അതേസമയത്ത് യേശു ക്രിസ്തുവിനോട് നിങ്ങൾ ഇതിനകത്ത് പുതിയ നിയമത്തിലുള്ള യേശു ക്രിസ്തുവിന്റെ വചനം തന്നെ നോക്കുക. യേശു ക്രിസ്തു എന്താ പറയുന്നത്? അതായത് വിജാതീയരുടെ അടുത്തേക്ക് നിങ്ങൾ പോകരുതെന്ന് വളരെ കൃത്യമായിട്ട് യേശു ക്രിസ്തു പറയുന്നു. വിജാതീയരുടെ അടുത്തേക്ക് നിങ്ങൾ പോകരുത്. അതായത് ഇസ്രായേലിലെ നഷ്ടപ്പെട്ടു പോയ ആടുകളിലേക്കല്ലാതെ ഞാൻ അയക്കപ്പെട്ടിട്ടില്ല. ഇത് ബൈബിളിലെ വചനമാണ്. ഇസ്രായേലിലെ നഷ്ടപ്പെട്ടു പോയ ആടുകളിലേക്കല്ലാതെ ഞാൻ അയക്കപ്പെട്ടിട്ടില്ല. അപ്പൊ ആ വിഭാഗത്തിന് എന്നിട്ട് ഇനി നിങ്ങൾ പറഞ്ഞത് അപ്പൊ അള്ളാഹുവിന് പിന്നെയാണോ ഖുർആൻ വരുമ്പോഴാണ് തന്നെ അത് യേശു ക്രിസ്തു അവിടെ തന്നെ പറയുന്നുണ്ട്, ഞാൻ പോകാഞ്ഞാൽ സത്യത്തിന്റെ ആത്മാവ് വരികയില്ല, അവൻ വന്നാൽ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും, അവൻ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധി നാളിനെ കുറിച്ചിട്ട് പഠിപ്പിക്കും. ഏതാ മഹ്ശറ, സ്വർഗം, നരകം, ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് ക്രൈറ്റീരിയ വളരെ കൃത്യമായിട്ട് പറയാം. അപ്പോ ഇനിയും എനിക്ക് ഏറെ പറയാം. അടുത്ത യേശു ക്രിസ്തു പറയുന്ന വചന, ഇനിയും എനിക്ക് ഏറെ പറയുവാനുണ്ട്, നിങ്ങൾക്കിപ്പോ അത് വഹിപ്പാൻ കഴിയില്ല. അപ്പൊ ഇതിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഖുർആൻ പറഞ്ഞത് വളരെ കൃത്യമായിട്ട് അവിടെ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു അടിവരായിട്ട് പറയാം. അതാ അവസാനം വരുന്നത് സ്വാഭാവികമായിട്ടും അവൻ ലോകരെ പഠിപ്പിക്കുന്ന, അവസാനം വരുന്ന ആള് ലോകരെ പഠിപ്പിക്കും. ഞാനോ ഇസ്രായേലിലെ നഷ്ടപ്പെട്ടു പോയ ആടുകളിലേക്ക് മാത്രം അയക്കപ്പെട്ടവനാണ്. ഇപ്പൊ ഇന്ത്യയിലെ വ്യവസ്ഥകളിൽ നമ്മൾക്ക് കാണാം ദശാവതാര സങ്കല്പത്തിൽ എന്താ, ഇനി അവസാന സമയത്ത് ഒരാൾ വരാനുണ്ട്, അത് കൽക്കിയാണ്. ലാസ്റ്റ് വരാനുള്ളത് കൽക്കി, അവസാനത്തെ. അപ്പൊ കൽക്കിക്ക് ശേഷമില്ല. അപ്പൊ ആ കൽക്കി എവിടത്തേക്ക് വരണം? അത് സ്വാഭാവികമായിട്ട് ആ ധർമ്മത്തിലെടുത്താൽ തന്നെ, അതായത് ഇസ്ലാമിനെ മാറ്റി വെച്ചിട്ട് ആ ധർമ്മത്തിലെടുത്താൽ തന്നെ ആ കൽക്കി എവിടെ വരണം? ലോകത്തിന് മുഴുവൻ വരണം എന്ന് പറയുന്നത് പോലെ വളരെ കൃത്യമായിട്ട് യേശു ക്രിസ്തു തന്നെ വളരെ കൃത്യമായിട്ട് പറയുന്നു. അത് ആ അർത്ഥത്തിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇത് മനസ്സിലാവുന്നില്ല? ഇത് എത്രയോ തവണ എത്രയോ റൂമുകളിൽ ചർച്ച ചെയ്ത വിഷയമാണ്. ഇനിയെങ്കിലും ഒന്ന് കണ്ണു തുറന്ന് ചെവി തുറന്ന് കേൾക്കണമെന്ന് മാത്രമാണ് വിനീത ഭാഷയിൽ എന്റെ ഗുഡ്രീക്ക് സഹോദരനോട് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ലാസ്റ്റ് ചോദ്യം. സപ്പോർട്ടർ കേൾക്കുന്നുണ്ടോ? സപ്പോർട്ടർ അതെ, ഫഹീമിനോടാണ് ചോദിക്കാനുള്ളത്. ഫഹീമിനോട് 5 ലാസ്റ്റ് വെച്ച ഒരായത്തില് ഞാൻ മനസ്സിലാക്കുന്നത് സാർ പറഞ്ഞത് അവിടെ ഒരു തർക്കം നടക്കുകയാണ് യഹൂദന്മാരും മുഹമ്മദ് നബിയും തമ്മിൽ. വോയിസ് പോയല്ലോ. ഏതൊക്കെ ബ്രേക്ക് ആയി കേട്ടോ, അത് ക്ലിയർ ആയിരുന്നില്ല. ഒന്നുകൂടെ ഒന്ന് ഫ്രെയിം ചെയ്ത് ചോദിക്കും. അവര് പറയുന്ന അതല്ലാതെ ഞങ്ങൾക്ക് എക്സ്ട്രാ ആഹാരങ്ങൾ തടുക്കപ്പെട്ടിട്ടുണ്ട്. താങ്കൾ പറഞ്ഞത് കേട്ടിട്ടുണ്ടായില്ല കേട്ടോ. ഒരു മിനിറ്റ് കേട്ടില്ലേ? ഇപ്പൊ കേൾക്കോ? ഇടയ്ക്ക് മുറിഞ്ഞു പോയത്, ഗ്യാപ്പ് വന്നായിരുന്നു. അതുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് സംക്ഷിപ്തമായിട്ട് ഒന്നുകൂടെ ആദ്യം മുതൽ ഒന്നുകൂടെ പറഞ്ഞു. ഇപ്പൊ കേൾക്കാം? കേൾക്കുന്നു. ഓക്കെ, ഈ 5 ആയത്ത് പറഞ്ഞതിനകത്ത്, ലാസ്റ്റ് ആയത്തിനകത്ത് പറഞ്ഞ കാര്യം എന്താന്ന് വെച്ചാല് അവിടെ ഒരു തർക്കം നടക്കുകയാണ് യഹൂദന്മാരും പ്രവാചകനും തമ്മിൽ. പ്രവാചകൻ പറയുന്നു, നിങ്ങൾക്ക് മുമ്പുള്ള സമുദായത്തിൽ ചില ആഹാരങ്ങൾ തടുക്കപ്പെട്ടിട്ടുണ്ട്, അത് മാത്രമാണ് നിങ്ങൾക്കും തടുക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പറയുമ്പോൾ യഹൂദന്മാർ പറയുന്നു, അല്ല, അത് കൂടാതെ എക്സ്ട്രാ ചില ഇത് കൂടെ ഞങ്ങൾക്ക് തടുക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പ്രവാചകൻ അവരോട് പറയുന്നു, ഇല്ല, അങ്ങനാണെങ്കിൽ നിങ്ങൾ കൊണ്ടുപോകാം, നിങ്ങൾ തോറ കൊണ്ടുവന്ന് എന്റെ മുമ്പിൽ വായിച്ചു കേൾപ്പിക്കൂ എന്ന് ചോദിക്കുന്നു. എന്റെ ചോദ്യം എന്താന്ന് വെച്ചാല്, യഹൂദന്മാർ എങ്ങനെയെങ്കിലും പ്രവാചകനെ കള്ളപ്രവാചകൻ എന്ന് തെളിയിക്കാൻ എന്തെല്ലാം കിട്ടാതെല്ലാം ഒരു വഴി നോക്കിയിരിക്കുന്ന ഒരു സന്ദർഭമായിരുന്നത്. അങ്ങനെ അതിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ, അവർ വായിച്ച് കേൾപ്പിച്ചിരുന്നെങ്കിൽ അതോടെ ഇത് പൊളിയുമായിരുന്നു. പ്രവാചകനല്ല, കള്ളപ്രവാചകനാണ് എന്ന് അവർക്ക് തെളിയിക്കാമായിരുന്നു. അങ്ങനെ ഒരു ചാൻസ് കിട്ടിയിട്ടും എന്തുകൊണ്ടാണ് അവർ വായിക്കാത്തത്? ഇതാണ് എന്റെ ചോദ്യം. ഇതിന് ഞാൻ പലവട്ടം മറുപടി പറഞ്ഞിട്ടുണ്ട് എന്നാണ് എന്റെ ഒരു ധാരണ. എന്നാലും ഞാൻ ഒന്നും കൂടെ ഒന്ന് ആവർത്തിക്കാം. നമുക്ക് ഇസ്ലാമിന്റെ ചരിത്രം കിട്ടുന്ന ഏക സോഴ്സ് എന്ന് പറയുന്നത് ഇസ്ലാമിക് സോഴ്സാണ്. ഇസ്ലാമിക് സോഴ്സ് അല്ലാത്ത എല്ലാ ചരിത്രങ്ങളുടെയും ബേസിക് സോഴ്സ് എന്ന് പറയുന്നത് ഇസ്ലാമിക ചരിത്രമാണ്. ക്ലിയർ ആയെന്ന് കരുതുന്നു. അതായത് നമുക്ക് ഇന്ന് നിലവിൽ ലഭ്യമായിട്ടുള്ള ഇസ്ലാമിക ചരിത്രം എല്ലാം തന്നെ നമുക്ക് കിട്ടുന്നത് ഇസ്ലാമിക സോഴ്സുകളിൽ നിന്നാണ്. ഇസ്ലാമിക സോഴ്സുകളല്ലാത്ത ചില ചരിത്ര ഗ്രന്ഥങ്ങളും നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ അതിന്റെ എല്ലാം അവലംബമാക്കി എടുത്തിട്ടുള്ള ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളാണ്. ഇസ്ലാമിക സോഴ്സിൽ നിന്നുള്ള മാത്രമേ ഉള്ളൂ. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, ഇവർ കാണിച്ചില്ല എന്നുള്ളത് ഇസ്ലാമിന്റെ ഗ്രന്ഥത്തിൽ മാത്രമുള്ള അവകാശവാദമാണ്. അതിന് യാതൊരു തെളിവുമില്ല വേറെ. മനസ്സിലായില്ലേ? പണ്ട് ഏതൊരു രാജാവ് റഷ്യ ആക്രമിക്കാൻ പോയിട്ട് തോറ്റു. റഷ്യയിലെ തണുപ്പ് കാരണം തോറ്റു മടങ്ങിപ്പോന്നു. പക്ഷെ പുള്ളി നാട്ടിൽ പറഞ്ഞാൽ ഞങ്ങൾ ജയിച്ചു എന്നാണ്. മനസ്സിലായില്ലേ? ആ രാജാവിന്റെ പേര് മറന്നുപോയി. എന്തായാലും പുള്ളി നാട്ടിൽ പറഞ്ഞത് ഞാൻ ജയിച്ചു എന്നാണ്. അപ്പൊ അതേപോലെ സ്വന്തം തോൽവികള് അംഗീകരിക്കാൻ മടിയുള്ള ആളുകൾ സ്വയം തോറ്റ കാര്യം അംഗീകരിക്കണമെന്നില്ല. ഇസ്ലാമിന്റെ ചരിത്രത്തിന് വേറെ സോഴ്സുകൾ ഉണ്ടായിരുന്നെങ്കിൽ, അതായത് ജൂതന്മാര് ഇത് കാണിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് പോലും നമുക്ക് ക്ലിയർ ആയിട്ട് എന്താക്കാൻ പറ്റില്ല, നമുക്ക് അറിയാനായിട്ട് പറ്റില്ല. കാരണം എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞ കാരണമാണ്. ഇസ്ലാമിന്റെ ചരിത്രം എന്ന് പറയുന്നത് ഇസ്ലാമിക് സോഴ്സിൽ നിന്ന് മാത്രമേ നമുക്ക് ലഭ്യമായിട്ടുള്ളൂ. അതല്ലാത്തതെല്ലാം തന്നെ
ഇന്ന് നമുക്ക് ലഭ്യമല്ല, നശിപ്പിക്കപ്പെട്ടു പോയിട്ടുണ്ട്. അത് പിൽക്കാലത്ത് രചിക്കപ്പെട്ട ചരിത്രങ്ങളാണ്. അറബികൾക്ക് ചരിത്രം എഴുതുക എന്ന് പറയുന്ന ഒരു ശീലമൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ പേപ്പറും അന്ന് വളരെ കുറവായിരുന്നു. എഴുത്ത് ഉപകരണങ്ങളൊക്കെ വളരെ എന്താ പറയാ, വളരെ കോസ്റ്റ്ലി ആയിരുന്നു. അതിന്റെ കാര്യം ഞാൻ എൻ്റെ കൺക്ലൂഷനിൽ പറയാം. അപ്പൊ അതാണ് കാര്യം. ഈ ജൂതന്മാരിത് കാണിച്ചില്ല എന്നുള്ളത് ഇസ്ലാമിന്റെ മാത്രം അവകാശവാദമാണ്. തോറയിൽ അത് ഉണ്ട്, ഇന്നുമുണ്ട് എന്ന് തന്നെയാണ്. നിങ്ങൾ തോറ കൈകടത്തി എന്ന് പറയുന്ന ഒരു അവകാശവാദം ഒരിക്കലും ജൂതന്മാർ അംഗീകരിച്ച് തരില്ല. അത് നിങ്ങളുടെ അവകാശവാദം മാത്രമാണ്. അല്ലെങ്കിൽ നിങ്ങൾ പ്രാചീന തോറ, കൈ കടത്താത്ത ഒരു തോറ കൊണ്ടുവന്നിട്ട് കൈ കടത്തിയ തോറയും വെച്ച് കമ്പയർ ചെയ്യേണ്ടി വരും. എന്തായാലും നടപടിയാവില്ല. കാരണം ഈ തോറ എന്നൊക്കെ പറയുന്നത്, തോറ എന്ന് മാത്രമല്ല എല്ലാ ഗ്രന്ഥങ്ങളും, ഇന്ന് ലഭ്യമായിട്ടുള്ള എല്ലാ വേദഗ്രന്ഥങ്ങളും ഒരു കാലത്ത് ഓറൽ ട്രഡീഷൻ ആയിരുന്നു. അതായത് പരസ്പരം പറയുക. ഒരാൾ മനഃപ്പാടമാക്കുന്നു, അത് മറ്റൊരാൾക്ക് പറഞ്ഞു പഠിപ്പിച്ച് ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായം പോലെ ഖുർആനും അങ്ങനെ തന്നെ ആയിരുന്നു, ഓറലായിരുന്നു. പിന്നീട് കല്ലിലും തോലിലും ഒക്കെ എഴുതി വെച്ച് പിന്നീട് സമാഹരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എല്ലാ ഗ്രന്ഥങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ്. കാരണം എഴുത്ത് വിദ്യയൊക്കെ വരുന്നതിന് എത്ര മുമ്പ് മനുഷ്യൻ കഥ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അത്തരം കഥകൾ വായ്മൊഴിയായിട്ട് അങ്ങനെ പ്രചരിക്കും. തോറയും ഒരു ഓറൽ ട്രഡീഷൻ ആയിരുന്നു, ഖുർആൻ പോലെ തന്നെ. അല്ലെങ്കിൽ അതിന് മുമ്പുള്ള ഗ്രന്ഥങ്ങളൊക്കെ ഓറൽ ട്രഡീഷൻ തന്നെയാണ്. ഓക്കെ, അപ്പൊ ചരിത്രത്തിൽ നമുക്ക് ഇതിനെ എന്താ പറയാ, വിഭജിച്ചറിയാനായിട്ട് നമുക്ക് പറ്റില്ല. കാരണം ഇസ്ലാമിന്റെ ചരിത്രത്തിന് ഏക സോഴ്സേ ഉള്ളൂ, അത് ഇസ്ലാമിക സോഴ്സാണ്. അതിൽ എന്ത് നടത്തിയാലും നമുക്കത് ശരിയാണോ തെറ്റാണോ എന്ന് വിഭജിക്കാനായിട്ട് പറ്റൂല. ഓക്കെ, ചോദ്യോത്തര സെഷനും അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി കൺക്ലൂഷനാണ്. ഇരു സംവാദകരും ഇതുവരെ പറഞ്ഞ സംവാദ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു കൺക്ലൂഷനിലേക്ക് പരസ്പരം താങ്ക്സും പറയാനുള്ള ഒരു അവസരമാണ്. അപ്പൊ ആദ്യത്തെ കൺക്ലൂഷനായിട്ട് നിസാർ പ്രേഷണി. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അപ്പൊ ഇതിനകത്ത് എന്താന്ന് പറഞ്ഞാല് ഈ ഡിബേറ്റിന്റെ മൊത്തത്തില്, ഈ വിഷയത്തിന്റെ മൊത്തത്തിൽ ഈ രീതിയിലേക്ക് കൊണ്ടുപോയത്, ആദ്യം വിഷയത്തിൽ നിന്ന് പകരം കുറെ ഫാലസീസുകളെ കുറിച്ചിട്ട് പറഞ്ഞിട്ട് അതൊക്കെ മുസ്ലിങ്ങളുടെ പേരിൽ ആരോപിച്ചിട്ട് ആ രീതിയിലേക്ക് ഡിബേറ്റിനെ കൊണ്ടുപോയിട്ട് അതിന് തന്നെ ആൻസർ പറയുക, അടുത്ത റീബട്ടലിൽ പറയുക, അങ്ങനെയൊക്കെ ഉള്ള. പിന്നീട് ഈ 5 പോയിന്റിൽ നിൽക്കാതെ 5 പോയിന്റിന്റെ അപ്പുറത്ത് എന്നാന്ന് പറഞ്ഞാൽ അതിനകത്ത് സിനിമാ കഥ വന്നു. കൂടാതെ തന്നെ ആകാശത്ത് നക്ഷത്രങ്ങൾ പറക്കേറിയ വിഷയങ്ങൾ വന്നു. ആകാശം ഏതാണ്, ഉപരി ആകാശമാണോ, ബഹിരാകാശം എന്ന് പറയുന്നു. എന്നിട്ട് പറയുന്നത് ആകാശം ഇല്ലാന്ന്. ആളെന്നെ പറയുന്നത് ബഹിരാകാശം എന്ന് പറഞ്ഞാൽ വീട്ടിനകത്തും പുറത്തും അല്ലേന്ന്. വീട്ടിനകത്തും പുറത്തും പോലെയാണ് ബഹിരാകാശം എന്ന് പറഞ്ഞാൽ. ആകാശം എന്ന് പറഞ്ഞാലും ബഹിരാകാശം എന്ന് പറഞ്ഞാൽ ആകാശം തന്നെയാണ്. ബഹിരാകാശം എന്ന് പറഞ്ഞാൽ ആകാശം അല്ലാതെ ഫഹീമിന് ആരോട് പറഞ്ഞത് എനിക്ക് മനസ്സിലാവില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് റിബട്ടലിൽ ഫഹീം പറഞ്ഞ വിഷയം എന്ന് പറഞ്ഞാൽ പുതിയ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ആര് പറഞ്ഞേ? പെയിൻ റിസെപ്റ്റേഴ്സിനെ കുറിച്ചിട്ട് ലാസ്റ്റ് റിബട്ടൽ, അതിന്റെ തൊട്ട് മുമ്പത്തെ റിബട്ടലിലാണ് ഞാൻ പറഞ്ഞത്. എന്താണ്? അതായത് മൂന്ന് ഡിഗ്രി പൊള്ളലേൽക്കുന്ന മൂന്ന് ഡിഗ്രി ബേണിങ്ങിനെ കുറിച്ചിട്ട്. ഒന്നാമത്തെ ഡിഗ്രി ബേണിംഗ് എന്താണെന്നുള്ളത് പറഞ്ഞു, രണ്ടാമത്തത് പറഞ്ഞു, മൂന്നാമത്തെ എന്താ, ഡീപ്പായിട്ട് ബേണിംഗ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നീട് അവിടെ നിങ്ങൾ പെയിൻ ഉണ്ടാവില്ല. ഡോക്ടേഴ്സ് നോക്കുന്നതന്നെ എന്താണ്? ഡോക്ടേഴ്സ് നോക്കുന്നത് പെയിൻ അവിടെ ഉണ്ടോ എന്നുള്ളതാണ്. അതായത് ഡീപ്പായിട്ടുള്ള അത്തരം ആൾക്കാർ ജീവിക്കാൻ പോലും ചാൻസ് ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവിടെ രണ്ടാമത്തെ ഒരു അത്ഭുതം കൂടിയുണ്ട്. രണ്ടാമത്തെ അത്ഭുതം എന്താണ്? നരകത്തിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർ മരിക്കില്ല എന്ന് പറഞ്ഞതിന് കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും അവർക്ക് തൊലി നൽകുന്നതാണ്. തൊലി നൽകുന്നതുകൊണ്ട് 2 കാര്യങ്ങളുണ്ട്. ഒന്ന് എന്താന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം പെയിൻ റിസെപ്റ്റേഴ്സ് നിലനിൽക്കുന്നത് ഡീപ്പായിട്ടുള്ള എന്താന്ന് പറഞ്ഞാൽ തേർഡ് ബേണിലല്ല, ഫസ്റ്റ് ബേണിൽ തന്നെ അവർക്ക് പെയിൻ അനുഭവിക്കുകയും അത് കരിയുമ്പോൾ ഉടനെ അടുത്ത സംഭവം വെച്ചു കൊടുക്കുന്നു. അപ്പൊ ഫഹീം പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന സാധനം ഈ രീതിയിൽ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന വചനം ഇന്നത്തെ ശാസ്ത്രീയ സത്യത്തിനെതിരല്ല എന്നാണ് നമ്മൾ പറയുന്നത്. ഈ പറഞ്ഞ വചനം എങ്ങനെയാണ് അന്നത്തെ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെതിരെയുള്ള ഒരു വിഷയം പറഞ്ഞുകൂടെ? ഈ തൊലി എന്ന് പറയുന്നത് മാംസവും കൂടി ചേർത്ത് പറഞ്ഞുകൂടെ? പറഞ്ഞില്ലല്ലോ. മാംസം കൂടി ചേർത്ത് പറഞ്ഞൂടെ? കാരണം എന്ന് പറഞ്ഞാൽ ന്യൂറോൺസ് എന്ന് പറയുന്നത് പെയിൻ റിസെപ്റ്റേഴ്സ് എന്ന് പറയുന്ന സംഭവം തൊലിയിൽ മാത്രമല്ല ഉള്ളത്, മാംസങ്ങളിലുണ്ട്, ബോണിലുണ്ട്. പക്ഷേ പെയിൻ റിസെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ തൊലിക്കടിയിലുള്ള പെയിൻ റിസെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടും ഏറ്റവും കൂടുതൽ വേദനാജനകവുമായ വിഷയം. അപ്പൊ പുതിയ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് പറയരുത്. പിന്നെ അതുകൂടാതെ പറഞ്ഞാൽ അബൂലഹബിന്റെ കാര്യങ്ങൾ റിബട്ടലിൽ ഞാൻ പറഞ്ഞില്ലേ. അബൂലഹബിന്റെ കാര്യങ്ങൾ, അബൂലഹബ് എന്താ വെച്ചാൽ അബൂലഹബിന് തമ്പത്തിയത് അബൂലഹബ് അദ്ദേഹത്തിന്റെ കാരണം അദ്ദേഹം ഈ പറഞ്ഞ നശിച്ചു പോയിരിക്കുന്നു. അദ്ദേഹത്തിന് അവസരമുണ്ട്. ആ അവസരം അദ്ദേഹത്തിന് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഉപയോഗപ്പെടുത്താമല്ലോ. ഇപ്പൊ ഞാൻ പറയട്ടെ, ഫഹീമിനോട് പറഞ്ഞ ഈ പറഞ്ഞ ഫഹീമിന്റെ ഇരു കാര്യങ്ങളും നശിച്ചിരിക്കുന്നു, ഫഹീം നരകത്തിലാണെന്ന് ഞാൻ പറഞ്ഞ ഫഹീം ഇവിടെ എന്നെ തോൽപ്പിക്കാൻ വളരെ ഈസിയാണ്. ഈ ടെസ്റ്റ് അന്നേ കൊടുത്തിരുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ ഹാർട്ട് സ്റ്റിഫനിങ്ങിന്റെ കാര്യം പറഞ്ഞു. ഹാർട്ട് സ്റ്റിഫനിങ്ങിന്റെ കാര്യം എന്താന്ന് പറഞ്ഞാൽ അവിടെ എന്താന്ന് പറഞ്ഞാൽ മലയിൽ കയറുന്നതല്ല. വീണ്ടും പറയണ്ട മലയിൽ കയറുന്ന സംഭവമല്ല. ആകാശത്തിൽ കയറി പോകുന്നവനെ പോലെ എന്നാണ് അവിടെ പറഞ്ഞത്. അപ്പൊ ആകാശത്തിൽ കയറി പോകുന്നതിനെ അവിടെയാണ് ആസ്ട്രോനോട്സിന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത്. അവിടെ എന്താ 17% മുതൽ 30% വരെ വളരെ കൃത്യമായിട്ട് ഹാർട്ട് സ്റ്റിഫൻ ചെയ്യും എന്നുള്ളതാണ് ആസ്ട്രോനോട്ട് നാസയുടെ സൈറ്റിലുള്ളത്.
അത് ചെറിയ ശതമാനമല്ല, 1%, 2% ഒന്നുമല്ല. നിങ്ങൾ ഈ പറഞ്ഞ മലയിൽ കയറുമ്പോൾ ഉണ്ടാവുന്നത് 0.000 നിങ്ങൾ കിതപ്പ് ഉണ്ടാവാം. പക്ഷെ ആസ്ട്രോനോട്സിനെ സംബന്ധിച്ചിടത്തോളം, ആകാശത്ത് കയറി പോകുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നത് 17% മുതൽ 30% വരെ ഹാർട്ടിന് സ്റ്റിഫനിങ് ഉണ്ടാവുന്നതാണ്. നിങ്ങൾ നാസയുടെ സൈറ്റിൽ പോയിട്ട് നോക്ക്. അപ്പൊ അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, സത്യനിഷേധികളെ സംബന്ധിച്ചിടത്തോളം അവര് ഈ പറഞ്ഞിരിക്കുന്ന അവരുടെ ഹൃദയം കുടുങ്ങിയിരിക്കുന്നു. ഏതുപോലെ ഉപമ പറയാണ്, ആകാശത്തിൽ കയറി പോകുന്നവനെ പോലെ അവന്റെ ഹൃദയം കുടുങ്ങും, അതായത് കഠിനമാകുന്നു. എങ്ങനെ സ്റ്റിഫൻ ചെയ്യുന്നു. അപ്പൊ ആകാശത്ത് കയറി പോകുന്നവന്റെ സംഭവം സ്റ്റിഫൻ ആകുന്നുണ്ട് എന്നുള്ളതിൽ വളരെ കൃത്യമായിട്ട് പറയുന്നത്. ഉപമ പറയാൻ എങ്ങനെയാണ്? യേശുദാസിനെ പോലെ നന്നായിട്ട് പാടുന്നു എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? യേശുദാസ് പാടാൻ അറിയില്ല എന്നാണോ? അല്ലല്ലോ. അതേസമയത്ത് മോശമായിട്ടുള്ള ഒരു പാട്ട് പാടാൻ അറിയാത്തൊരു വിഷയത്തിലാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന പോലെ അതിന് നേരെ ഓപ്പോസിറ്റുള്ള സാധനം പറയാം. ഇവിടെ വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ അവരുടെ ഹാർട്ട് ചുരുങ്ങും, സ്റ്റിഫൻ ആകും. എന്നിട്ട് ഏതുപോലെ ആകാശത്തിൽ കയറി പോകുന്ന പോലെ അതിന്റെ സംഭവം തന്നെ 17% മുതൽ 30% വരെ എന്നുള്ളതാണ് നാസയുടെ ഇതിനകത്ത് നിങ്ങൾ പോയി കഴിഞ്ഞാൽ അതിനകത്ത് കാണും. പിന്നെ വീണ്ടും പറയുന്നത് ബൈബിൾ കൈകടത്തിയ വിഷയം തുടങ്ങിയത്. ബൈബിൾ കൈകടത്തിയ വിഷയം നിസാർ പറഞ്ഞതല്ല. ബൈബിൾ കൈകടത്തിയ വിഷയം ജെറമ്യാ പ്രവാചകൻ പറഞ്ഞാണ്. 8:8 എത്ര പ്രാവശ്യം പറഞ്ഞാലും ഫഹീം വീണ്ടും അത് തന്നെ എടുക്കുന്നത്. പിന്നെ ഖുർആൻ ആധുനിക സയൻസുമായിട്ട് യാതൊരു ഇതിലാണ്. ഈ ഖുർആൻ എന്ന് പറയുന്നത് സയൻസ് പഠിപ്പിക്കാൻ വന്ന ഗ്രന്ഥമല്ല. മനുഷ്യനെ ജീവിത രീതി പഠിപ്പിക്കുന്ന സമയത്ത് അതിനിടയിൽ എന്താന്ന് പറഞ്ഞാൽ വിഷയങ്ങൾ പറയുന്നിടത്ത് അള്ളാഹുവിന്റെ ഗ്രന്ഥമായത് കൊണ്ട് തന്നെ അത് സയൻസുമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് പോകുന്നു. ഏത് കാലഘട്ടത്തിലും അത് സയൻസുമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് പോകുന്നു. നിങ്ങൾക്ക് വിരുദ്ധാഭിപ്രായം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു സാധനം ഇതിനകത്തില്ല. ഞാനിപ്പോ പറഞ്ഞ പെയിൻ റിസെപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഹാർട്ട് സ്റ്റിഫനിങ്, അത് അങ്ങനെയല്ല. സയന്റിഫിക്കലി നാസ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞതിന് ഓപ്പോസിറ്റ് ആണ്, ഖുർആൻ പറഞ്ഞതിന് ഓപ്പോസിറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. പെയിൻ റിസെപ്റ്റേഴ്സ് ഖുർആൻ പറഞ്ഞതിന് ഓപ്പോസിറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുമ്പോൾ വാദം ശരിയാവും. അത്തരം ഒരു ഓപ്പോസിറ്റ് വാദത്തിലേക്ക് ഫഹീമിന് എവിടെയും തന്നെ പോകാൻ കഴിഞ്ഞിട്ടില്ല. ഫഹീം ആ കാര്യത്തിൽ പൂർണ്ണമായിട്ട് തരത്തില്ല എന്ന് പറഞ്ഞാൽ അടിയറവ് പറയാൻ ചെയ്തിട്ടില്ലേ. പിന്നെ എന്താന്ന് പറഞ്ഞാൽ ഇലാഹ് എന്ന് പറഞ്ഞാൽ ദൈവം എന്ന് പറയുന്നതും ആരാധ്യം എന്ന് പറയുന്നതും, ഇലാഹിന് ദൈവം എന്നുള്ള പേരുണ്ട്, ആരാധ്യൻ എന്ന് പറയുന്ന പേരുണ്ട്. പിന്നെ എന്താ പറയുക, മോശം ബഹിരാകാശ ഹാർട്ടിന് ഇദ്ദേഹം പറയുന്ന ഒരു സംഭവം, ടെസ്റ്റിക്കിൾസിൽ ന്യൂറോൺസ് ഇല്ലേ, അതുകൊണ്ട് ഹാർട്ടിൽ ന്യൂറോൺസ് ഉണ്ടെങ്കിൽ അത് ലിറ്റിൽ ടെസ്റ്റിക്കിൾസിന് ആരും ലിറ്റിൽ ഹാർട്ട് തടസ്സം നേരിടുന്നു. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ വിഷയം എന്താണ്? നേരത്തെ പറഞ്ഞ വിഷയം ആരെ കുറിച്ചിട്ട്, ഏത് ഇതിനെ കുറിച്ചിട്ടാ പറഞ്ഞത്? ഓക്കെ. ഞാൻ പറഞ്ഞത് ഈ സംഭവം ഹാർട്ടിനെ ലിറ്റിൽ ബ്രെയിൻ എന്ന് പറഞ്ഞ വിഷയം, എന്താന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയ സാധനമല്ല. ടെസ്റ്റിക്കലിനെ ലിറ്റിൽ ബ്രെയിൻ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മുടെ ടെസ്റ്റിക്കൽസിൽ മാത്രമല്ല വിരൽ തുമ്പിൽ ന്യൂറോൺസ് ഉണ്ട്. പക്ഷെ അതിനെയൊന്നും എന്താ പറയുക ലിറ്റിൽ ബ്രെയിൻ എന്ന് വിളിക്കാറില്ല. ലിറ്റിൽ ബ്രെയിൻ എന്ന് വിളിക്കുന്നത് ഹാർട്ടിനെയാണ്. പിന്നെന്ന് പറഞ്ഞാല് ഓക്കെ. പിന്നെ ഇടയിലിടയിൽ അദ്ദേഹം പറയുന്ന ഒരു വിഷയം ഉണ്ടെന്ന് പറയുന്നത് സർവജ്ഞാനി സർവശക്തൻ, അതുകൊണ്ട് അബ്ദുൽ ഉസ്സ വിശ്വാസി ആവൂലെന്ന്. അബ്ദുൽ ഉസ്സ വിശ്വാസി ആകൂല എന്നുള്ള ചർച്ചയല്ല നമ്മൾ ഇവിടെ നടത്തുന്നത്. അബൂലഹബ് പറഞ്ഞ വിഷയത്തിൽ അബൂലഹബിനെ സംബന്ധിച്ചിടത്തോളം അത് വേറെ വിഷയം, ഞങ്ങൾ ഉത്തരം പറയാൻ റെഡിയാ. അബൂലഹബിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞ വിഷയത്തിൽ അബൂലഹബിനെ സംബന്ധിച്ചിടത്തോളം ഒരു അവസരം ഉണ്ടായിരുന്നു, അവസരം ഉപയോഗപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ പുസ്തകം മനുഷ്യൻ മാത്രം തുടങ്ങി ജെറമ്യാ പ്രവാചകൻ ജൂതന്മാർ കാണിക്കേണ്ടതില്ല. ഇതിൽ പറഞ്ഞ വിഷയങ്ങൾ തന്നെയാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞിരിക്കുന്ന 5 പോയിന്റുകൾ, ഈ 5 പോയിന്റുകളും ശാസ്ത്ര വിരോധമല്ല, ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് കിടക്കുന്നത്. 6-ാം നൂറ്റാണ്ടിൽ ഒരു സാധാരണ മനുഷ്യന് പറയാൻ കഴിയുന്നതല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വിഷയത്തിൽ നമുക്കറിയാം, ഇന്നിപ്പോ ഒരു 50 വർഷം മുമ്പ് ഒരു വ്യക്തി ഒരു സംഭവം എഴുതി കഴിഞ്ഞാൽ അത് 50 വർഷം കഴിയുമ്പോൾ അത് അപ്ഡേറ്റഡ് ആവും. സയൻസിന്റെ വിഷയത്തിൽ, ഫിസിക്സിന്റെ വിഷയത്തിൽ ഇന്നൊരു കാര്യം പറഞ്ഞ അടുത്ത വർഷം അത് അപ്ഡേറ്റഡ് ആവും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്ന ഉദാഹരണങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന സയന്റിഫിക് ആയിട്ടുള്ള പദങ്ങളിൽ എവിടെയും തന്നെ ഇത്തരം തരത്തിലൊരു വൈരുദ്ധ്യം ഇന്നും കണ്ടെത്താൻ സാധ്യമല്ല. അങ്ങനെയാണെങ്കിൽ ചെയ്യേണ്ടിയിരിക്കുന്നത് ഈ 5 പോയിന്റുകൾ പറഞ്ഞതിനെതിരെ ശാസ്ത്രീയമായിട്ടുള്ള വാദങ്ങളുണ്ട് എന്നാണ് അദ്ദേഹം പറയേണ്ടിയിരുന്നത്. അത് അദ്ദേഹം ആ വഴിക്ക് വന്നിട്ടില്ല. അദ്ദേഹം കൊണ്ടുപോകാൻ ശ്രമിച്ചത് വേറൊരു വഴിക്കാണ്. വാഹൃദാവൻ അൽഹംദുലില്ലാഹ്. അദ്ദേഹത്തിനെയും മറ്റുള്ളവർക്കും എന്താന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നിങ്ങൾ എല്ലാം ഇത് ആത്മാർത്ഥതയോടെ ഈ വിഷയങ്ങൾ പഠിക്കണമെന്ന് നിങ്ങളോട് എല്ലാവരും അപേക്ഷിച്ചുകൊണ്ട് വാഹൃദാവൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിളിച്ചോ? ഓക്കെ ഫഹീം, കൺക്ലൂഷൻ, പുതിയ വാദങ്ങൾ ഇല്ലാണ്ട് കൺക്ലൂഷനിലേക്ക് കിടക്കാം. ഓക്കെ. ഇവിടെ നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ സഹസമ്പാദകന് ഈ വിഷയം എന്താണെന്ന് കൃത്യമായിട്ട് ധാരണയില്ലാന്ന് തോന്നുന്നു. നമ്മുടെ വിഷയം ഖുർആൻ അമാനുഷിക ഗ്രന്ഥമാണോ എന്നാണ്. ഖുർആൻ അമാനുഷികമായി വ്യാഖ്യാനിക്കാൻ പറ്റുമോ എന്നല്ല. ഖുർആൻ മാത്രമല്ല, ഏത് പുസ്തകം വേണമെങ്കിലും നമുക്ക് അമാനുഷികമാക്കി വ്യാഖ്യാനിക്കാം. അതാ വ്യാഖ്യാനിക്കുന്നതിന്റെ കഴിവാണ്. ഖുർആനകത്ത് അമാനുഷികമായി വല്ലതുമുണ്ടോ എന്നാണ് ചോദ്യം. എന്നാൽ ഖുർആനകത്ത് അമാനുഷികമായി ഒന്നുമില്ല എന്ന് 5 വചനങ്ങളാണ് അദ്ദേഹം ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. 5 വചനങ്ങളും കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ആദ്യത്തെ വചനം മസദ് എന്ന് പറയുന്നതാണ്. അതായത് ഒരു സൃഷ്ടിയെ, ഉസ്സ എന്ന് പറയുന്ന അബൂ ലഹബ് എന്ന് പറയുന്ന ഒരു സൃഷ്ടിയെ
കോപിഷ്ഠനായിക്കൊണ്ട് ചീത്ത വിളിക്കുകയാണ്. കോപം എന്ന് പറയുന്നത് മാനുഷിക വികാരമാണ്. അത് മനുഷ്യന് മാത്രമേ കോപം വരാവൂ. അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാക്കേണ്ടവർക്ക് അത് മനസ്സിലാകും. എല്ലാത്തിനും കഴിവുള്ള ഒരു എൻറ്റിറ്റിക്ക് കോപം വരേണ്ട കാര്യമില്ല. രണ്ടാമത്തെ കാര്യം 4:56 അതിലൊരു നിരാശയും ഒരു ഭീഷണിയുമാണ്. എന്തിനാണ് സർവശക്തൻ ഭീഷണിപ്പെടുത്തുന്നത്? ഭീഷണിപ്പെടുത്തൽ ആരാണ്? അത് മനുഷ്യനാണ് ഭീഷണിപ്പെടുത്തുക. മനുഷ്യന്റെ ഒരു പരിമിതിയാണ് ഭീഷണിയിലേക്ക് പോകുന്നത്. കോപത്തിൽ നിന്ന്, നിരാശയിൽ നിന്ന്. നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒരാളൊരു കാര്യം ചെയ്തില്ലെങ്കിൽ, നമ്മൾ പ്രതീക്ഷിച്ച നിന്ന് വിപരീതമായിട്ടുള്ള ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് നിരാശ ഉണ്ടാകുകയും ആ വ്യക്തിയോട് നമുക്ക് കോപം ഉണ്ടാവുകയും ചെയ്യും. നിന്നെ ഞാൻ ശരിയാക്കി കളയുവാടാ എന്ന് പറയുന്നത് മനുഷ്യനാണ്. ദൈവത്തിന് അങ്ങനെ പറയേണ്ട കാര്യമില്ല. വിശ്വാസികൾ അവതരിപ്പിക്കുന്ന ദൈവത്തിന് അങ്ങനെ പറയേണ്ട കാര്യം ഇല്ല. കാരണം ദൈവം എന്താണ്? സർവശക്തനും സർവജ്ഞാനിയും എല്ലാത്തിനും കഴിയുന്നതാണ്. പിന്നെ പെയിൻ റിസപ്റ്റേഴ്സിന്റെ കാര്യം. പെയിൻ റിസപ്റ്റേഴ്സിന്റെ കാര്യത്തിൽ പെയിൻ റിസപ്റ്റേഴ്സ് എന്ന അർത്ഥം വരുന്ന അറബി വാക്ക് എവിടെയാണ് ഖുർആനകത്തുള്ളത്? ഖുർആനകത്ത് ആകെ ഉള്ളത് നിങ്ങളെ തീയിട്ട് കരിക്കുകയും അങ്ങനെ കത്തിക്കരിഞ്ഞ് നിങ്ങളുടെ തൊലി അടർന്നു പോകും, നിങ്ങൾക്ക് വീണ്ടും പുതിയ തൊലി തരും, അത് വീണ്ടും കത്തും, നിങ്ങൾക്ക് നന്നായിട്ട് കൊള്ളും. ഇതാണ് ഖുർആനകത്തുള്ളത്. പെയിൻ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്ന വാക്കിന്റെ അറബി ഏതാണ്? അതിന് തൊട്ട് താഴെയുള്ള വരിയിൽ വിശ്വസിച്ചാൽ സ്വർഗത്തിൽ നിങ്ങൾക്ക് ഹൂറികളെ തരും എന്നുള്ള വചനമുണ്ട് തൊട്ട് താഴെ. അതിനാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ചെറി പിക്കിംഗ് എന്ന് പറയുന്ന സാധനം ഇവിടെയാണ് ഉപയോഗിക്കുന്നത്. തന്റെ വാദത്തെ എടുക്കാൻ, തന്റെ വാദത്തെ സപ്പോർട്ട് ചെയ്യുന്ന സാധനം മാത്രം ചുരണ്ടിയെടുക്കുകയും ബാക്കിയുള്ളതിനെ അവഗണിക്കുകയും ചെയ്യുന്ന ചെറി പിക്കിംഗ് ഫാലസി എന്ന് പറയുന്നത് അതിനാണ്. ഈ പെയിൻ റിസപ്റ്റേഴ്സിനെ കുറിച്ച് ഖുർആൻ എന്ന് പറയുന്ന പുസ്തകം എഴുതി വെക്കാൻ മര്യാദയ്ക്ക് ഒരു പേപ്പർ ഇറക്കി കൊടുക്കാത്ത അള്ളാഹുവാണ് ശാസ്ത്ര സത്യങ്ങൾ നിരന്തരമായിട്ട് വിടുന്നതെന്നാണ് ഇവിടെ നിസാർ ബ്രോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കല്ലിലും മരത്തിലും ഒട്ടകത്തിന്റെ എല്ലിലും ഈ എന്താ പറയാ വേറൊരു സാധനം ഉണ്ടല്ലോ, എന്താ അതിന്റെ പേര്, ഈ മാടുകളുടെ ഇതൊന്നും ഉണ്ടാക്കുന്ന ഒരു സംഭവം ഉണ്ട്, ഈ വളരെ നേരത്തെ ഒരു തൊലി, അതിന്റെ പേര് ഞാൻ മറന്നുപോയി. അതായത് അന്നത്തെ ഏറ്റവും വലിയ കടലാസ്, ഏറ്റവും വില കൂടിയ കടലാസ്, അതിന് ഭയങ്കര വിലയാണ് അന്നത്തെ കാലത്ത്. ഈ അതുപോലും ഇല്ലാതെ, പേപ്പർ പോലും ഇല്ലാതെ, മര്യാദക്ക് ഒരു പേപ്പറോ ഇതൊന്നും എഴുതി വെക്കാനുള്ള എന്തെങ്കിലും ഒരു സാഹചര്യമോ ഇല്ലാതെ ഗ്രന്ഥം ഇറക്കിയ അള്ളാഹുവാണ് ഈ ശാസ്ത്ര സത്യങ്ങൾ ഇങ്ങനെ നിരന്തരമായിട്ട് വിട്ടിക്കണമെന്നുള്ളത് പറയുന്നത്. ഭൂമി എന്താണ് എന്ന് പോലും, അല്ലെങ്കിൽ ആകാശം എന്താണ് എന്ന് പോലും ഒരു ധാരണയും ഇല്ലാത്ത പ്രാചീന മനുഷ്യൻ എഴുതി വെച്ചിട്ടുള്ള കുറെ വചനങ്ങളല്ലാതെ അമാനുഷികത ഒന്നും ഇതിനകത്ത് ചിന്തിക്കുന്നവർക്ക് കാണാനില്ല. പിന്നെന്താണ് ഹൃദയത്തിന്റെ കേസ്. ഹൃദയം നേർവഴിയിലേക്ക് നയിക്കാൻ ഹൃദയം അള്ളാഹു ഉദ്ദേശിക്കണം. ഈ ഹൃദയത്തില് ന്യൂറോൺസ് ഉണ്ട്. ആയിക്കോട്ടെ, ന്യൂറോൺസ് ഉള്ള പല അവയവങ്ങളും ഉണ്ട്. എന്നതുകൊണ്ട് അത് ചിന്തയെ എങ്ങനെ സ്വാധീനിക്കും? ഇവിടെ ഞാൻ പറഞ്ഞു, ഹൃദയം ഇല്ലാതെ ജനിക്കുന്ന, ഹൃദയത്തിൽ തകരാറോടുകൂടി അല്ലെങ്കിൽ ഹൃദയം മാറ്റിവെച്ച ആളുകളുണ്ട്. ഒട്ടനവധി ആളുകൾ ഹൃദയം മാറ്റിവെച്ച ഹൃദയവുമായിട്ട് ജീവിക്കുന്നു, മറ്റൊരു വ്യക്തിയുടെ ഹൃദയവുമായിട്ട് ജീവിക്കുന്നു. അവർക്ക് ആർക്കും ഇത്തരത്തിൽ ചിന്ത മാറിപ്പോയി എന്നുള്ളത് യാതൊരു പ്രശ്നവും ഇതുവരെ ഉണ്ടായിട്ടില്ല. വല്ല സിനിമയിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എനിക്ക് അറിഞ്ഞൂടാ. നേരിട്ട്, അതായത് റിയൽ ലൈഫിൽ ഒരു വ്യക്തിയുടെ ഹൃദയം എടുത്ത് മറ്റൊരു വ്യക്തിക്ക് വെച്ചതിന് ശേഷം ഈ ഹൃദയം എടുക്കപ്പെട്ട വ്യക്തിയുടെ ചിന്തകൾ ഈ വെച്ച വ്യക്തിക്ക് കിട്ടി എന്ന് പറയുന്ന ഒരു കാര്യമില്ല. കാരണം ഹൃദയത്തിന് അങ്ങനെയില്ല. കൃത്രിമ ഹൃദയമായിട്ട് ജീവിക്കുന്നവരുണ്ട്. പരിപൂർണമായിട്ടും കൃത്രിമമായ ഹൃദയം ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യരുണ്ട്. ഹൃദയം രക്തം പമ്പ് ചെയ്യാനുള്ള ഒരു മെഷീൻ മാത്രമാണ്, ഒരു അവയവം മാത്രമാണ്. അതല്ലാത്ത യാതൊരു പരിപാടി ഹൃദയത്തിനില്ല. തലച്ചോറിന്റെ പരിപാടികളാണ് ചിന്തയും ബുദ്ധിയും ബോധവും എല്ലാം. ഈ കാര്യം അന്നത്തെ പ്രാചീന മനുഷ്യന് അറിയില്ല, അള്ളാഹുവിനും അറിയില്ല. അള്ളാഹു ആരാണെന്നുള്ള കാര്യം അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. പിന്നെന്താണ് ഉള്ളത് അടുത്തതായിട്ട് പറഞ്ഞിട്ടുള്ളത്? പിന്നെ ഉള്ളത് മറ്റേ ഇതാണ് ജൂതന്റെ ഒരു വിഷയം, അതായത് 3:93 ഉയരത്തിലേക്ക് കയറി പോകുന്നത്. ഞാൻ പറഞ്ഞു, സമാഹ് എന്ന വാക്കാണ് അവിടെ ഉയരത്തിലേക്ക് കയറി പോകുന്നത് എന്നുള്ളതിന് ഉപയോഗിച്ചിട്ടുള്ളത്. സമാഹ് അല്ലെങ്കിൽ ആകാശത്തിലേക്ക് കയറി പോകുന്നത് എന്ന് ഉപയോഗിച്ചിട്ടുള്ളത് സമാഹ് എന്ന വാക്കാണ്. തത്തുല്യമായിട്ട് മറ്റൊരു വചനം ഞാൻ പറഞ്ഞിരുന്നു, 14:24, ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. മരത്തിന്റെ ശാഖ ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്നു എന്നാണ്. ഒരു ബോധമുള്ള മനുഷ്യൻ അത് വായിക്കുമ്പോൾ എന്താണ് മനസ്സിലാക്കുക? മരത്തിന്റെ ശാഖ നല്ല ഉയരത്തിൽ നിൽക്കുന്നു, അത്രേ ഉള്ളൂ. നല്ല ഉയരമുണ്ട് ആ മരത്തിന്റെ ശാഖ നിൽക്കുക, ആ മരം നല്ല ഹൈറ്റുള്ള മരമാണ്, അത്രേ ഉള്ളതിനർത്ഥം. ഇവിടെയും സമാഹ് എന്ന് പറഞ്ഞാൽ ഉയരത്തിലേക്ക് കയറി പോകുന്നവൻ എന്നേ അർത്ഥമുള്ളൂ. ചുരുക്കണേ, ആകാശം എന്താണെന്ന് ആകാശം എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. പിന്നെ മറ്റേ ഈ ആകാശം വിട്ടുപോകുന്ന കേസ് പറഞ്ഞിരുന്നു. അത് അള്ളാഹു വിചാരണ നാളിലാണ്. അതിന് ബഹിരാകാശത്തിനെ കുറിച്ചുള്ള സംഭവങ്ങളൊന്നും അതിനെടുക്കേണ്ട കാര്യമില്ല എന്ന് മുസ്ലിം പണ്ഡിതന്മാർ തന്നെ വെച്ചതായിട്ട് കാണുന്നുണ്ട്. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു, പുസ്തകം എഴുതുക എന്ന് പറയുന്നത് മനുഷ്യന് മാത്രം സാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. മനുഷ്യനല്ലാതെ പുസ്തകം എഴുതിയ ഒരു ജീവിയും ഇല്ല. ഇന്ന് ലോകത്തുള്ള എല്ലാ പുസ്തകവും മനുഷ്യൻ രചിച്ചതാണ്.
അതല്ലാത്ത ഒരു പുസ്തകവുമില്ല. പിന്നെ വേറൊരു വിഷയം കൂടി പറഞ്ഞിരുന്നു, ഈ മറ്റേ യേശു ഇസ്രായേലിലേക്ക് വന്നതാണ്, മറ്റേ ഖുർആൻ എല്ലാത്തിലേക്കും വന്നത്. ഖുർആൻ തന്നെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അറബികൾക്ക് മാത്രമുള്ളതാണ് ഖുർആൻ എന്ന്. അതുകൊണ്ടാണ് അത് അറബി ഭാഷയിൽ വ്യക്തമായിട്ടുള്ളത് എന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചുകൊണ്ട് ഖുർആൻ ലോകത്തെല്ലാവർക്കുമാണെന്ന് പറയുന്നത് അത് ഒരു എന്താ പറയാ സത്യസന്ധത ഇല്ലായ്മയാണ് എന്നാണ് പറയാനുള്ളത്. തൽക്കാലം അത്രേ പറയുന്നുള്ളൂ. ബാക്കി ഇതിന്റെ അവലോകന ചർച്ചകൾ ആരെങ്കിലും ഒക്കെ നടത്തുകയാണെങ്കിൽ നമുക്ക് അതിൽ പറയാമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഈ സംവാദം, ഞാനും നിസാർ ബ്രോയുമായിട്ട് നടന്ന സംവാദം കേൾക്കാനായിട്ട് എത്തിയ, സ്വന്തം ബുദ്ധിയിലും അതുപോലെ ലോജിക്കിന്റെ അടിസ്ഥാനത്തിലും റീസണിങ്ങിന്റെ അടിസ്ഥാനത്തിലും മതം എന്ന് പറയുന്ന മണ്ടത്തെ വിട്ടുകളയാൻ തയ്യാറായ എല്ലാ നിരീശ്വരവാദി യുക്തിവാദി സുഹൃത്തുക്കൾക്കും, അതുപോലെ മതവിശ്വാസികളായിട്ടുള്ള സുഹൃത്തുക്കൾക്കും എൻ്റെ സംവാദം കേൾക്കാൻ വന്നതിനും ഇത്രയും നേരം ക്ഷമയോടെ കേട്ടിരുന്നതിനും ഹാർദവമായ നന്ദി അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം, താങ്ക് യു. ഓക്കെ. വളരെ സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിൽ ഏകദേശം 3 മണിക്കൂറിലധികം ചില്ലുവാനും ടൈം എടുത്തിട്ടുണ്ട്. വളരെ സൗഹാർദ്ദമായ രീതിയിൽ ഇവിടെ പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ ഈ സംവാദം ശ്രവിച്ച എല്ലാ ശ്രോതാക്കൾക്കും, സംവാദത്തിൽ പങ്കെടുത്ത നിസാർ ബ്രോയ്ക്കും ഫഹീമിനും, അതുപോലെ ചോദ്യകർത്താക്കൾക്കും, അതോടൊപ്പം തന്നെ ഈ റൂം ലൈവായി തന്നെ സ്ട്രീം ചെയ്ത മറ്റ് 2 ഹൗസുകൾക്കും നമ്മൾ നന്ദി പ്രകാശിപ്പിക്കുന്നു. ഇത്തരം സംവാദങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മൈക്ക് തലോടിക്ക് കൈമാറുന്നു. ഓക്കെ, താങ്ക് യു. ഇവിടെ സംവാദം കേൾക്കാൻ വന്ന എല്ലാവർക്കും, അതുപോലെ 2 സംവാദകർക്കും വളരെ മാന്യമായ രീതിയിൽ സംവദിച്ചു എന്നൊരു വിശ്വാസത്തിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ നല്ല വാക്കുകൾ ഉപയോഗിച്ച് സംസാരിച്ചു. പിന്നെ അതുപോലെ തന്നെ 2 റൂം ഇത് അപ്പുറത്ത് കേൾപ്പിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, എന്നാലും കുറച്ച് പേര് കേട്ടു. പിന്നെ ചാറ്റ് ഞങ്ങൾ ഒഴിവാക്കിയത് തന്നെ മനഃപൂർവ്വം, അത് കാരണം നിങ്ങൾ ഡിബേറ്റ് കേൾക്കേണ്ടിയിട്ടാണ് ചാറ്റ് ഒഴിവാക്കിയത്. അപ്പൊ ഞങ്ങൾ അവലോകന റൂമിൽ ചാറ്റ് ഉണ്ടാകുന്ന ആളാണ് വന്നത് സംസാരിക്കാം. എന്തായാലും ഡിബേറ്റ് കേൾക്കാൻ വന്ന എല്ലാവർക്കും, അതുപോലെ ഡിബേറ്റ് നടത്തിയ ആളുകൾക്കും, പിന്നെ പ്രത്യേക ക്ഷണ സ്വീകരിച്ച് വന്ന അജനും നന്ദി അറിയിക്കുകയാണ് എന്റെ വകയും തലോടി ക്ലബിന്റെ വകയും. ഓക്കെ, താങ്ക് യു അജൻ. ഇത് നമുക്ക് ഇവിടെ ചെണ്ട് ചെയ്തേ. ഇത് എല്ലാവർക്കും നന്ദി. 3 വർഷം മുമ്പ് തീരുമാനിച്ചൊരു ഡിബേറ്റ് ആണ്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മൾ ഇത് എൻഡ് ചെയ്യാണ്. നമ്മൾ